യെസ്. നമസ്കാരം മാഷേ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. യെസ്. നമസ്കാരം. കുറേ നാളുകളായിട്ട് നമ്മളെ ചാനലിൽ എവിടെ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല എന്ന് ചോദിക്കുന്ന ചില പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അഹമ്മദ് മാഷ്. മാഷിന്റെ സംസാരം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളത് ABC മലയാളം എന്ന് പറയുന്ന ഒരു ചാനൽ വഴിയാണ്, യൂട്യൂബ് ചാനൽ പോർട്ടൽ. വഴിയാണ്. അതെ. അപ്പോൾ അതിലൂടെ നമ്മൾ കേട്ട് പരിചയിച്ച ആ ശബ്ദം, അത് കൂടാതെ ആശയങ്ങൾ പ്രധാനമായിട്ടും, ഇത് രണ്ടും വലിയ തോതിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി എന്ന ഒരു സംഗതി പലപ്പോഴായിട്ട് കേൾക്കാനിട വരുന്നു. അതുകൂടാതെ പലപ്പോഴും ഇസ്ലാമിനകത്തു നിന്നുകൊണ്ട് തന്നെ മതത്തിന് ചില രീതിയിൽ ഒരു പുരോഗമനം, ആ ഒരു സംഗതി അതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, നവോത്ഥാനത്തിന്റെ ചില ആശയങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കാതലായിട്ട് മാഷ്ടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമുക്ക് ഇന്ന് ചില കാര്യങ്ങൾ മാഷിൽ നിന്നും അറിയാനുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇന്റർവ്യൂ, ഈ ഒരു ഷോയിലേക്ക് മാഷിക്ക് ഹാർദവമായിട്ട് സ്വാഗതം അറിയുകയാണ്, നമ്മളുടെ എല്ലാ പ്രേക്ഷകരുടെയും ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട്. യെസ്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമതായിക്കൊണ്ട് തന്നെ ഒരു സംഗതി, ഈ മാഷിന്റെ ഒരു പഴയകാല ചരിത്രം നമുക്കൊന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് ഇതുപോലെ എത്തിപ്പെട്ടത്? അതല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ടാഗ് ലൈൻ, കമ്മ്യൂണിസ്റ്റിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാരാൽ പുറത്താക്കപ്പെട്ട വ്യക്തി എന്ന ടാഗ് ലൈൻ, അത് ഏൽക്കേണ്ടി വന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് ചുരുക്കി നമുക്ക് പറഞ്ഞുതരാമോ? നമസ്കാരം. എനിക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കാലോ അല്ലേ? എനിക്ക് ആദ്യത്തെ സന്തോഷം ആരിഫ് ഹുസൈനോട് സംസാരിക്കാൻ ഉള്ളതാണ്. ഞാൻ ആരിഫും ഞാനുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിന്റെ ഒരു ആമുഖം അതിലുണ്ട്, അതുകൊണ്ട് പറയാണ്. അല്ലാമ ഇക്ബാലിന്റെ ഒരു കവിത ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്, പക്ഷെ ആരും ഉദ്ധരിക്കാത്തൊരു കവിത. സത്യത്തിൽ മനുഷ്യരായ മനുഷ്യരോട് മുഴുവൻ പറയേണ്ട ഒരു കവിത. അത് ആരാണ് നാസ്തികൻ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അടിമയാണ്, കുഞ്ഞാടാണ് താനെന്ന് കരുതി അന്ധമായ വിധേയത്വത്തോടെ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനല്ല യഥാർത്ഥ ആസ്തികവാദി എന്നും അവരാണ് നാസ്തികരെന്നും യഥാർത്ഥ ആസ്തികൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പടപ്പുകൾക്ക് ദൈവം കൊടുത്ത ഏറ്റവും വലിയ ശേഷി മനനം ചെയ്യാനുള്ള ശേഷിയാണ്, ചിന്തിക്കാനുള്ള ശേഷിയാണ്. സ്വയം ചിന്തിക്കുകയും മറ്റുള്ളവരെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നവരാരോ അവരാണ്, അവരോട്, സമൂഹത്തോട്, അടഞ്ഞുപോയ മനസ്സുകളോട് നിരന്തരമായി ചോദ്യം ചോദിക്കുന്നവരാരോ അവരാണ് യഥാർത്ഥ ആസ്തികന്മാർ. അപ്പോ നമുക്ക് ഈ യുക്തിവാദത്തെക്കുറിച്ചും നാസ്തികവാദത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരു സങ്കല്പം അട്ടിമറിച്ചുകൊണ്ടാണ് അല്ലാമ ഇക്ബാൽ അത് പറഞ്ഞത്. ആരിഫ് ഹുസൈന്റെ വാക്കുകൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എന്റെ തിരക്കുകൾക്കും പണികൾക്കും ഒക്കെ ഇടയിൽ. അപ്പോ ആരിഫ് ഹുസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിയേറ്റീവായ ഒരു പണി അതാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ, ഇപ്പോ അല്ലാമ ഇക്ബാലിനെ പോലുള്ള വലിയ ആസ്തികരായ ദാർശനികന്മാരുടെ പട്ടികയിൽ അദ്ദേഹം നല്ല ആസ്തികവാദിയായിട്ടാണ് രേഖപ്പെടുത്തപ്പെടുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ആരംഭിക്കാം. പറഞ്ഞോളൂ. ഞാൻ എന്റെ ചരിത്രമാണോ പറയേണ്ടത്? ഇതൊന്നും അങ്ങനെ ദീർഘമായി പറയാൻ മാത്രമുള്ള ചരിത്രമൊന്നും എനിക്കില്ല. ഞാൻ ബോധ്യങ്ങളിൽ നിന്ന് ബോധ്യങ്ങളിലേക്ക് സഞ്ചരിച്ച ഒരാളാണ്. എവിടെയെങ്കിലും മെമ്പർഷിപ്പ് ചോദിച്ചു പോവുകയോ അങ്ങനെ എവിടെയെങ്കിലും എത്തിപ്പെടുകയോ ചെയ്ത ഒരാളല്ല. ഞാൻ എന്റെ കരിയർ തുടങ്ങുന്നത് ചന്ദ്രിക പത്രത്തിലെ സബ് എഡിറ്റർ ആയിട്ടാണ്. ആരിഫിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കാലമുണ്ട് എനിക്ക്. ഈ കേരളത്തിൽ ജേർണലിസം കോഴ്സുകളൊന്നും ഇല്ലാത്ത കാലത്ത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ജേർണലിസം ഡിപ്ലോമ എടുത്ത് ഡിഗ്രി കഴിഞ്ഞിട്ട്. അപ്പോ എനിക്ക് അന്ന് എന്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് MSF ബന്ധമുണ്ട്. മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSFന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു സംഘടനയ്ക്ക് അത്ര മോശം പദവിയല്ല എന്ന് ഓർമ്മിക്കാം. അപ്പൊ എന്തായാലും അപ്പോ അവിടുന്ന് പിന്നെ ഞാൻ ഫറൂഖ് കോളേജില് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ പോകുന്നത് ചന്ദ്രികയിലേക്കാണ്. ചന്ദ്രികയിൽ സബ് എഡിറ്റർ ആയിട്ട് എനിക്ക് അന്ന് ജോലി കിട്ടി. ആ ജോലിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാൾക്ക് ഒരു ജേർണലിസ്റ്റ് ആകണമെങ്കിൽ, അന്ന് വരെ ഞാൻ ഫിക്ഷൻ മാത്രമേ വായിച്ചുകൊണ്ടിരുന്നുള്ളൂ. ഈ കവിതയും കഥയും നോവലും സാഹിത്യവും ഒക്കെയാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ. പക്ഷെ പിന്നെ അവിടെ ജേർണലിസ്റ്റ് ആയിട്ട് പണി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ചരിത്രം, സംസ്കാരം, ദർശനം, ഫിലോസഫി അങ്ങനെയുള്ള സംഗതികളിൽ അങ്ങനെയുള്ള പഠിച്ചില്ലെങ്കിൽ, വായിച്ചില്ലെങ്കിൽ ഒരു ഡെപ്തുള്ള ജേർണലിസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ വായിച്ചു തുടങ്ങിയ ഘട്ടത്തിൽ എനിക്കൊരു പണി കിട്ടി. ആ പണി അന്നത്തെ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ആയിരുന്ന പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി തന്നൊരു ജോലിയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ശരീഅത്ത് വിവാദ ഓർമ്മ ഉണ്ടല്ലോ, 85
അതെ. 85 തൊട്ടുള്ള ശരീഅത്ത് വിവാദം. അപ്പൊ EMSനെ വലിയൊരു സമുദായ ശത്രുവായി എല്ലാവരും കണ്ടിരുന്ന കാലം. അതിന് വലിയ പ്രചാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അന്ന് ചന്ദ്രികയിൽ ഞങ്ങളുടെയും പണി. അപ്പൊ ആ സമയത്ത് ആണ് ഞാൻ ചന്ദ്രികയിൽ ഒരു 89, 90 കാലത്ത്. അപ്പൊ എനിക്ക് തന്ന ആദ്യത്തെ പണി ഈ EMS നമ്പൂതിരിപ്പാട് 2 തവണ കേരളം ഭരിച്ച കാലത്ത് EMS മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരായി കൊണ്ടുവന്ന ലെജിസ്ലേഷൻ എന്തൊക്കെയാണ് എന്ന് പഠിച്ചിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആവേശപൂർവ്വം പോയി. ചെറുപ്പമാണ്. എനിക്കും അത് നല്ല ബോധ്യമുണ്ട്. EMS അല്ലേ, തീർച്ചയായിട്ടും മുസ്ലിങ്ങളെ ദ്രോഹിച്ചിരിക്കും. അങ്ങനെ ആ ഒരു സങ്കല്പമായിട്ട് പോയതാണ്. അങ്ങനെ ദീർഘമായി ഞാൻ പഠിച്ചു. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ആ പഠനം കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ തലതിരിഞ്ഞു പോയി. എന്താ കാര്യം എന്ന് വെച്ചാല് EMS 57 67 ആയിട്ട് ഏതാണ്ട് 84 ലെജിസ്ലേഷൻ ഞാൻ അസംബ്ലി റെക്കോർഡ്സ് ഇരുന്ന് രാവും പകലും എടുത്ത് പഠിക്കുകയും ഫോട്ടോ കോപ്പി എടുക്കുക. അന്ന് ഇതുപോലെ മൊബൈൽ ഫോണൊന്നുമില്ല. അങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി 84 നിയമനിർമ്മാണവും ഞാൻ എവിടെയെങ്കിലും മുസ്ലിം വിരുദ്ധമാണോ എന്ന് നോക്കി. അപ്പൊ അല്ല. ഈ 84 എണ്ണവും ഏതെങ്കിലും അർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ അധസ്ഥിതർക്ക്, മതന്യൂനപക്ഷങ്ങൾക്ക് ഒക്കെ ഗുണം ചെയ്യുന്നത്, പിന്നോക്ക വിഭാഗങ്ങൾക്കൊക്കെ ഗുണം ചെയ്യുന്നതാണ്. അപ്പൊ എനിക്കത് എഴുതാൻ പറ്റിയില്ല. ആ സങ്കടം പറഞ്ഞ് ഞാൻ വന്നിട്ട് അസീസ് മൗലവിയോട് പറഞ്ഞു, സോറി സർ, എനിക്ക് സാറ് പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് വലിയ സങ്കടത്തോടെ പറഞ്ഞാണ് ഏൽപ്പിച്ചൊരു പണി ചെയ്യാൻ പറ്റാത്തതിന്. കാരണം അത് എഴുതി വന്നാൽ ചന്ദ്രികയ്ക്ക് പ്രസിദ്ധീകരിക്കാൻ കൊള്ളൂല എന്ന് എനിക്ക് തോന്നി. കാരണം മുഴുവൻ പോസിറ്റീവാണ്. അപ്പോ ഇന്നും അതൊരു വലിയ ചലഞ്ചായിട്ട് കിടക്കുകയാണ്. അപ്പം അദ്ദേഹം എന്നോട് വലിയ സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ലീവ് എടുത്ത് പോകും, എന്റെ കൈകൊണ്ട് നിന്നെ പുറത്താക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലോങ് ലീവ് എടുത്തു പോകുന്നു. അതിനിടയിൽ എനിക്ക് ഗവൺമെന്റ് സർവീസിൽ എന്ന ബ്ലോക്ക് ഓഫീസിൽ ജോലി കിട്ടി. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് വിട്ടുപോരുന്നത്. പക്ഷെ വിട്ടുപോകുന്നപ്പോൾ ഞാൻ ആ ഡോക്യുമെന്റ് ഒരു ബേസ് ആയിട്ട് എടുത്തു. പിന്നീട് എന്റെ പഠനം തുടർന്നു. ഞാൻ മുസ്ലിം രാഷ്ട്രീയത്തെ കുറിച്ചൊരു പുസ്തകം എഴുതിയപ്പോൾ EMS ഇടതുപക്ഷവും ന്യൂനപക്ഷവും എന്ന പേരിൽ അത് എഴുതി. ഞാൻ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എന്റെ ഒരു ബോധ്യപ്രകാരം പോകുന്നതാണ്. അന്ന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട്, ചെറുപ്പമാണ്. അങ്ങനെയാണ് ഞാൻ ഗവൺമെന്റ് സർവീസിൽ പോയി, പിന്നെ അധ്യാപകനായി. അതാണ് എന്റെ ഒരു ട്രാക്ക്. പക്ഷെ ക്രമേണ ഞാൻ ഈ പുരോഗമന കലാസാഹിത്യ സംഘമായിട്ട് ബന്ധപ്പെട്ടു, ഇടതുപക്ഷവും. അപ്പൊ അന്ന് ഞാൻ പി ഗോവിന്ദപിള്ളയെ കാണുന്നു. അങ്ങനെ ആ മേഖലയിലുള്ള ഒരുപാട് ജീനിയസുകൾ, പിന്നെ MN വിജയൻ മാഷ്, കടമ്മനിട്ട ആ ഒരു ടീമിലാണ്, അവരുടെ ഒരു ബന്ധത്തിലേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെ പുരോഗമന കലാസാഹിത്യ സംഘമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ ഒരു വല്ലാത്ത ഇഷ്യൂ ഉണ്ടായത്. ഓർമ്മയുണ്ടല്ലോ, MN വിജയൻ മാഷും CPM-ഉം തമ്മിൽ തെറ്റുന്നു. അതില് പിണറായി വിജയൻ വളരെ പരസ്യമായി MN വിജയൻ മാഷെ ആക്ഷേപിച്ചു തുടങ്ങുന്നു. ആ സമയത്ത് എനിക്കൊരു സമ്പൂർണമായ ഗുരു ആയിട്ട് ഞാൻ കാണുന്ന ഒരാളാണ് വിജയൻ മാഷ്. വിജയൻ മാഷോട് ഉള്ള ആക്ഷേപം സഹിക്കാൻ വയ്യാന്ന് തോന്നിയപ്പോ എന്ത് ചെയ്യുന്നുള്ള ഒരു പ്രതിസന്ധിയായി. ആ സമയത്ത് ആണെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ശരിയാണെന്നൊരു ബോധ്യം എന്നെ നയിക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരായി നിലകൊള്ളാനുള്ള ഒരു മടിയും ഉള്ളിൽ എന്റെ മനസാക്ഷിക്കുത്താണ് കേട്ടോ. അങ്ങനെ വേറെ തരത്തിലുള്ള പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഒരു ഓപ്ഷൻ എടുത്തു. എനിക്ക് ഇവിടുന്ന് നാട് വിട്ടു പോകാൻ വല്ലൊരു അവസരം കിട്ടുമോ നോക്കി. അപ്പൊ ഞാൻ അന്ന് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ട് സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി സ്കൂളിൽ ജോലി ചെയ്യാൻ അധ്യാപകനായിട്ട് പോയി. 10 കൊല്ലം അവിടെ സർവീസ് ചെയ്തു. ആ കാലത്തും എന്റെ പൊളിറ്റിക്സ് രാഷ്ട്രീയ നിലപാടൊക്കെ ഇടതുപക്ഷത്തോടൊപ്പം തന്നെ ചേർന്ന് ഞാൻ സഞ്ചരിച്ചിരുന്നു. തിരിച്ചു വന്നപ്പോഴേക്ക് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വിജയൻ മാഷയുടെ കൂടെ നിന്നവരും അവരെ പിന്തുണച്ചവരും പല വഴിക്കായിട്ട് ചെതറിപ്പോയി. ചിലര് ഇടതുപക്ഷ വിരുദ്ധമായ വളയങ്ങളിലേക്ക് പോയി. ചിലരെ ആണെങ്കിൽ പാർട്ടിക്കകത്ത് അന്ന് VS അച്യുതാനന്ദനൊക്കെ MN വിജയൻ ഓർമ്മയുണ്ടല്ലോ, വിജയൻ മാഷെ പിന്തുണച്ച കൂട്ടത്തിലാണ്. അദ്ദേഹത്തെ പിന്തുണച്ചവരെയും വേറെ തരത്തിൽ ഒതുക്കി കൂട്ടി. TP ചന്ദ്രശേഖരനെ പോലുള്ളവര് വേറെ തരത്തിൽ ഭീകരമായിട്ട് വധിക്കപ്പെട്ടു. അപ്പൊ ആ സാഹചര്യത്തിൽ പിന്നെ ഞാൻ ഉക്കാസയുമായി ഒരു ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ഒരു മടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിന്റെ ഒരു സാംസ്കാരിക പ്രവർത്തകനും ഒക്കെ ആണല്ലോ എന്ന രീതിയിൽ എന്നോട് യുവകലാ സാഹിത്യക്കാർ ബന്ധപ്പെട്ടു. എനിക്ക് ഇപ്പോഴും വളരെ പ്രിയപ്പെട്ട C രാധാകൃഷ്ണൻ സാറ്, PK ഗോപിയേട്ടൻ, അങ്ങനെയുള്ള ആളുകൾ ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ യുവകലാ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടു. പിന്നെ ഞാൻ വൈകാതെ അതിന്റെ ജില്ലാ പ്രസിഡന്റായി. പിന്നീട് ഒരു സമ്മേളനം വന്നപ്പോൾ അതിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അതാണ് എന്റെ ഒരു ബന്ധം. അങ്ങനെ യുവകലാ സാഹിതിയില് ഇങ്ങനെ പ്രവർത്തിച്ച് എന്നെ കൊണ്ടാവുന്ന വിധം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഇഷ്യൂ ഉണ്ടായത്. അത് ആശയപരമായ ഒരു ഇഷ്യൂ ആണ്. ആദ്യത്തെ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ എന്റെ നിലപാടുകൾ പലപ്പോഴും ഈ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സുമായിട്ട് ഒത്തുപോകുന്നില്ല. അപ്പൊ എനിക്ക് വീണ്ടും ഈ തരം മനസാക്ഷി കുത്തുകൾ വന്നു. ഉദാഹരണത്തിന് ആരിഫിന് ഓർമ്മ ഉണ്ടാവും, ഈ മലബാർ കലാപത്തിന്റെ 100-ാം വാർഷികം വലിയ തോതിൽ വിവാദം ചർച്ചയൊക്കെ വന്നല്ലോ.
ഒരു സിനിമ വരാൻ, ഒരു അതെ. സിനിമയ്ക്ക് വേണ്ടി ഇപ്പോ പൃഥ്വിരാജ് നായകനായിട്ട് ആഷിഖ് കപൂർ സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിന് കുറച്ച് വിവാദം വന്നു. ഉം. അപ്പൊ എന്താണ് മലബാർ കലാപം പുനഃസൃഷ്ടിക്കുമ്പോൾ നമുക്ക് എന്താണ് മലബാർ കലാപത്തിന്റെ മാതൃക? പ്രത്യേകിച്ച് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പുതിയ തലമുറയ്ക്ക് ഒരു ഐക്കണായിട്ടും റോൾ മോഡലായിട്ടും എടുക്കാമോ എന്നുള്ള ചർച്ചയ്ക്ക് വന്നു. ഉം. ഞാൻ ചെറുപ്പം തൊട്ടറിഞ്ഞതും വളരെ ആ ഒരു കലാപ ഭൂമിയിലൂടെയൊക്കെ നിരന്തരം സഞ്ചരിക്കുകയും അതിന്റെ ചരിത്രമൊക്കെ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ദീർഘകാലത്തെ അനുഭവം വെച്ച് ഞാൻ പറഞ്ഞ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലബാർ കലാപത്തിന് 25 വയസ്സുള്ളപ്പോ 1946 EMS തന്നെ കൃത്യമായി ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലബാർ കലാപം സാമ്രാജ്യത്വ വിരുദ്ധവും ജന്മിത്വ വിരുദ്ധവുമായി ആരംഭിച്ച ഒരു വർഗസമരമായിരുന്നുവെങ്കിലും അതിവേഗത്തിൽ അത് കൈവിട്ടു പോവുകയും ലക്ഷണമൊത്ത വർഗീയ കലാപമായി തീരുകയും നൂറുകണക്കിന് ഹൈന്ദവ സഹോദരന്മാർ വലിയ തോതിലുള്ള ആക്രമണത്തിനും കൊലപാതകത്തിനും ഇരയാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് എഴുതി. ഒരു കലാപത്തിന് 25 വർഷം പൂർത്തിയായപ്പോൾ പറഞ്ഞ സത്യം 100 വർഷം പൂർത്തിയാകുമ്പോൾ പറയാൻ പാടില്ല എന്നൊരു പുതിയ നറേറ്റീവ് വരികയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് വലിയൊരു ഹിപ്പോക്രസി ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ സത്യത്തില് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എന്റെ അന്നത്തെ യുവകലാ സാഹിത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണനാണ്, ഇപ്പോഴും അദ്ദേഹമാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ വാര്യംകുന്നൻ മഹാനാണ് എന്ന് വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു നെറേറ്റീവ് നിരന്തരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് വന്ന വേദികളൊക്കെ എനിക്ക് പിന്നെ വേറൊന്നും, കാരണം അതിനുവേണ്ടി നമുക്ക് നിലപാട് മാറ്റാൻ കഴിയില്ലല്ലോ, ബോധ്യം മാറ്റാൻ വയ്യ. അപ്പൊ വാര്യംകുന്നനെ കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ വിവരങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉൾപ്പെടെയുള്ള വേദികളിൽ, സകലമാന ഇടതുപക്ഷ വേദികളിലും ഞാൻ പറയാൻ തുടങ്ങി. ഇത് വലിയ ക്ലാഷായി. അപ്പൊ എനിക്കറിയാം ആ ഒരു സംഘർഷത്തില് എനിക്ക് വിശദീകരണം ചോദിക്കലും അന്നേ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിലുണ്ടായ രണ്ടാമത്തെ ഇഷ്യൂ, അപ്പൊ ചരിത്രത്തോട് നീതി പുലർത്തണം, ചരിത്രം സത്യസന്ധമായി രേഖപ്പെടുത്തുകയും വ്യാഖ്യാനിക്കുകയും പറയുകയും വേണമെന്നാണ് ഒന്നാമത്തെ ഇഷ്യൂ. രണ്ടാമത്തെ ഇഷ്യൂവും കൃത്യം പറഞ്ഞ ആശയപരമല്ലാത്ത ഒരു ഇഷ്യൂ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകന്മാർ സംവാദത്തിന് പോകുമ്പോൾ അതിന് വല്ല കണ്ടീഷൻസ് എന്താ വെച്ചാൽ, സംഘപരിവാർ ഉൾപ്പെടെയുള്ള വർഗീയ കക്ഷികളുമായി സംവാദത്തിന് പോകാൻ പാടില്ല. അതിന് അവർ പറയുന്ന ന്യായം ഒറ്റ വാക്യത്തിലാണ്, ഈ വെട്ടുന്ന പോത്തിനോട് വേദം ഓതാൻ പോയിട്ട് കാര്യമില്ല എന്നാണ് എന്റെ ന്യായം. അപ്പൊ ഞാൻ അതിനോട് തുടക്കത്തിലേ വിയോജിച്ചു. ഒന്നാമത്തെ കാരണം, നമുക്ക് ആരോടാണോ ഉള്ളത് അവരോടാണല്ലോ സംവാദം. നമ്മുടെ അനുയായികളും അനുഭാവികളും കൂടിയിരിക്കുന്നിടത്ത് കയറി നിന്നിട്ട് RSSനെ ഘോരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്ത് കാര്യമുണ്ട്? അവർക്ക് എന്ത് പറയാനുണ്ട് എന്ന് കേൾക്കാൻ കൂടി സാധിക്കുന്ന ഒരു വേദിയിലാണല്ലോ അത് പറയേണ്ടതെന്നാണ് എന്റെ ഒരു നിലപാട് തുടക്കത്തിൽ. ഇന്നും രണ്ടാമത്തെ ഒരു നിലപാടുണ്ടായി. രണ്ടാമത്തെ ഒരു പ്രശ്നം ഉണ്ടായത്, ഈ കേരളത്തിലെങ്കിലും സംഘപരിവാർ, ഇപ്പോ നോർത്ത് ഇന്ത്യൻ സാഹചര്യമേ അല്ലല്ലോ കേരളത്തിന്റെ സാഹചര്യം. കേരളത്തിന്റെ ഒരു നവോത്ഥാന പശ്ചാത്തലം അതിവിടെ ഈ കേരളം ഉണ്ടാക്കിയത് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ഒന്നും ആണെന്ന് പറഞ്ഞുകൂടാ. എല്ലാവരും അതിനകത്ത് പങ്കുവഹിച്ചിട്ടുണ്ടാവും. പക്ഷേ കേരളം രൂപപ്പെട്ടുമ്പോൾ തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യൻ പാരമ്പര്യമല്ല കേരളത്തിന്റെ പാരമ്പര്യം. ഇവിടെ സംഘപരിവാറിനെ വളർത്തിയത് ആരാണ്, അല്ലെങ്കിൽ എന്ത് നിലപാടാണ്? എന്റെ ഇപ്പോഴത്തെയും നിലപാട്, സംഘപരിവാറിനെ കേരളത്തിൽ വളർത്തിയതിൽ കേരളത്തിലെ ഇടതുപക്ഷം അവരോട് സ്വീകരിച്ച ജനാധിപത്യ വിരുദ്ധമായ നിലപാട് ഒരു പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ആദ്യം അവരെ ബോംബ് കൊണ്ടും വടിവാള് കൊണ്ടും ഒക്കെ അവരെ കൊന്നു തീർത്ത് കളയാമെന്ന് വിചാരിച്ചു. രണ്ടാമത് വിചാരിച്ചു, ഇപ്പോഴും തുടരുന്ന ഒരു നിലപാട് അതാണ്, അവരെ ഒറ്റപ്പെടുത്തി കളയാം, അവരോട് സംവാദം പാടില്ല. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, ഞാൻ EMS നമ്പൂതിരിപ്പാടിന്റെ ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം CP ജോണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ കോഴിക്കോട്ട് വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പങ്കിട്ടു. EMS നമ്പൂതിരിപ്പാടിന്റെ ഒരു പ്രസംഗം എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേൾക്കുന്നത്, യുവമോർച്ച അറിയാലോ, BJPയുടെ യുവജന പ്രസ്ഥാനം, യെസ്, അവരുടെ വേദിയിൽ EMS നടത്തുന്ന പ്രസംഗം. മാത്രമല്ല ആ വേദിയിലേക്ക് അദ്ദേഹം വരുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ കാണാൻ ചെന്നപ്പോൾ, ആ വരുന്ന വേദിയിലേക്ക് അദ്ദേഹം വരുമ്പോൾ അവർ കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ട്, അപാരമായ റെസ്പെക്റ്റോടു കൂടി മുഴുവൻ ആളുകളും എഴുന്നേറ്റ്. കാരണം വയോധികനായ ഒരു മനുഷ്യനാണ്, മാത്രമല്ല 2 തവണ മുഖ്യമന്ത്രിയായ മനുഷ്യനാണ്. എതിരാളിയാണെങ്കിലും അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിക്കുന്നു. ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിൽ അദ്ദേഹം പറഞ്ഞ സകല വിമർശനങ്ങളും കേൾക്കുന്നു. അങ്ങനെ ഒരു കാലമുണ്ട്. ആ കാലത്ത് നിന്നാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് മിണ്ടാൻ പാടില്ല, അവരെ കണ്ടാൽ യോജിക്കാൻ പാടില്ല, അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ തുടരുന്ന ഈ സമീപനവും തെറ്റാണ്. ഞാൻ ജവഹർലാൽ നെഹ്റുവിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, അന്ന് അദ്ദേഹത്തിന്റെ കാലത്ത് എന്റെ വീട്ടുകാരിൽ, അദ്ദേഹത്തിന്റെ മനോഹരമായ സ്റ്റേറ്റ്മെന്റ് ആണ്, കാൽപ്പനികമായിട്ടാണ് അദ്ദേഹം പറയുക, എന്റെ വീട്ടുകാരിൽ 2 കൂട്ടർക്ക് ഭ്രാന്താണ്.
അദ്ദേഹം പറയുന്നത്. മീൻസ് അദ്ദേഹം ഇംഗ്ലീഷിലാണ് പറഞ്ഞതെന്നേ ഉള്ളൂ. ഉം. എന്നുവെച്ചാൽ ഒന്ന് ഹിന്ദു വർഗീയവാദി, അന്ന് ഹിന്ദു മഹാസഭ അറിയാലോ, ഒന്ന് ഹിന്ദു വർഗീയവാദിയും രണ്ട് മുസ്ലിം വർഗീയവാദികളുമാണ്. രണ്ടു കൂട്ടർക്കും ഭ്രാന്താണ്. പക്ഷെ ഒന്ന് ഞാൻ എപ്പോഴും ഓർക്കണം, ഞാൻ മറന്നുകൂടാത്ത ഒരു പരമമായ സത്യമുണ്ട്. രണ്ടു കൂട്ടരും എന്റെ അമ്മയുടെ മക്കളാണ്. വീട്ടുകാർക്ക് ഭ്രാന്ത് വന്നാൽ അവരെ ക്വാറന്റൈൻ ചെയ്യുകയല്ല, ഐസൊലേറ്റ് ചെയ്യുകയല്ല വേണ്ടത്. അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ആശയപരമായ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് വേണ്ടത് ഒരു വാദമുണ്ട്. ആ വാദത്തിലാണ് അതാണ് ശരി എന്നാണ് എന്റെ വിശ്വാസം. അതിനാണ് പ്രയോജനം ഉണ്ടാവുക എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്ന അന്നും ഇന്നും. അതുകൊണ്ട് ഇപ്പോ ഏറ്റവും ഒടുവിൽ ചുരുക്കി പറഞ്ഞാൽ 2 തവണ ഞാൻ പുറത്താക്കപ്പെട്ടു. ആദ്യം ഞാൻ യുവകലാസാഹിതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതായത് ഈ സംഘടനയുടെ വാര്യംകുന്നൻ ഇഷ്യൂ, പക്ഷെ പുറത്താക്കാൻ മാത്രം അന്ന് പോയില്ല. കാരണം ഞാൻ വിശദീകരണം കൊടുത്തതുകൊണ്ട് ഒക്കെ അവിടെ നിർത്തി. പക്ഷെ അത് ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് ഉണ്ടായിരുന്നു. ഇദ്ദേഹം മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുത്തുന്ന ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ പാർട്ടിക്കകത്ത് തന്നെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. യഥാർത്ഥ കാരണം, ഞാൻ പട്ടാമ്പിയില് ഹിന്ദു ഐക്യവേദി നടത്തിയ ഒരു സെമിനാറിൽ സംസാരിച്ചതാണ്. ആ സെമിനാറിന് പോകാൻ പാടില്ല എന്ന് എന്നോട് മുന്നറിയിപ്പ് പറഞ്ഞു. ഞാൻ പോകും, കാരണം കമ്മിറ്റഡ് ആണ്. ഞാൻ പറഞ്ഞ മാത്രമല്ല, എന്റെ നിലപാട് ഞാൻ പാർട്ടിയിൽ വിശദീകരിച്ചിട്ടുള്ളതുമാണ്. അതിന് പോയി. അതിന്റെ പേരിലാണ് യുവകലാസാഹിതിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ആദ്യം നീക്കം ചെയ്യുന്നത്. അപ്പൊ അന്ന് വലിയ രോഷം ഉണ്ടാക്കി, അത് പാർട്ടിയിൽ ഉണ്ടാക്കി, പാർട്ടിയുടെ മറ്റ് ബഹുജന സംഘടനകളിലൊക്കെ ഉണ്ടാക്കി. പാർട്ടി ലീഡർഷിപ്പ് പോലും എന്നോട് വളരെ, മലപ്പുറത്തെ പാർട്ടി തന്നെയും CPI പാർട്ടി പോലും എന്നോട് വളരെ അനുഭവപൂർവ്വമാണ് അത് സ്വീകരിച്ചത്. അപ്പൊ അവര് അന്ന് പാർട്ടി എടുത്ത തീരുമാനം, ഈ ഏതു വേദിയിലും പ്രത്യേകിച്ച് വിയോജിപ്പുള്ളവരോട് സംവാദത്തിന് പോകാൻ സാംസ്കാരിക പ്രവർത്തകന്മാർക്ക് കഴിയണം. അതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് നീക്കിത്തരും എന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ആ രോഷം കൊണ്ടുകൂടിയാണ് എന്നെ പിന്നീട് ഇപ്റ്റ എന്ന് പറഞ്ഞാൽ ആരിഫിന് അറിയായിരിക്കും, ഈ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളുടെ ഒരു അഖിലേന്ത്യാ സംഘടനയാണ്. കേരളത്തിൽ അത്ര ശക്തമല്ലെങ്കിലും അതിന് നല്ല യൂണിറ്റ് ഉണ്ട്. അപ്പൊ അത് അവരുടെ സമ്മേളനത്തിന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, യുവകലാസാഹിതി മാഷോട് കാണിച്ചത് ഒട്ടും ശരിയായില്ല. മാഷെ പോലെ ഒരു റിസോഴ്സിനെ ഇടതുപക്ഷം നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം, പറ്റുന്നൊരു വേദി ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ സ്വീകരിച്ചതാണ്. നിർഭാഗ്യവശാൽ ഇപ്പൊ 1-2 കൊല്ലം കഴിഞ്ഞപ്പോ, ഈ കോഴിക്കോട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതേ ഹിന്ദു ഐക്യം, ഞാൻ അതിനിടയിൽ എല്ലാ വേദികളിലും പോകാറുണ്ട് കേട്ടോ, അത് ഇപ്പൊ ആരിഫിന് അറിയായിരിക്കും, എല്ലാ വേദിയിലും പോകാറുണ്ട്. അതിനിടയിൽ വലിയ തിട്ടൂരം ഉണ്ടായിരുന്നു. ഈ എസൻസിന്റെ വേദിയിൽ, യുക്തിവാദികളുടെ വേദിയിലൊക്കെ പോകുന്നത് സൂക്ഷിക്കണം, അവര് പൊതുസമൂഹത്തിന്റെ ശത്രുക്കളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെയും പോകും, എന്നെ വിളിച്ചാൽ ഞാൻ പോയിട്ടുണ്ട്, ആരിഫിന് അറിയാലോ. അപ്പൊ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ അവരുടെ വേദികളിൽ പങ്കെടുക്കാറുണ്ട്. തിരൂര് ഞാൻ വന്നിരുന്നു. അപ്പോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ തപസ്യയുടെ വേദിയിൽ പോയിട്ടുണ്ട്, ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ വേദിയിൽ പോയിട്ടുണ്ട്, കോഴിക്കോട്ടെ കേസരി ഭവന്റെ പരിപാടിയിൽ പോയിട്ടുണ്ട്. പലയിടത്തും പോകാറുണ്ട്, എല്ലായിടത്തും പോകുന്ന പോലെ അവിടെയും പോയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ഒടുവില് സംവരണത്തെ കുറിച്ചൊരു സെമിനാർ കോഴിക്കോട്ട് വെച്ചപ്പോ, അളകാപുരിയിൽ വെച്ചപ്പോ ഇതുപോലെ എന്നെ വിളിച്ചിരുന്നു. അവിടെയും ഈ RV ബാബു ഏട്ടനാണ് അതിന്റെ പ്രസിഡന്റ്, ശശികല ടീച്ചർ എന്റെ രക്ഷാധികാരിയാണ്, അവർ രണ്ടുപേരും ഉണ്ട്. സ്വാഭാവികമായിട്ടും എന്നെ അറിയാലോ സെമിനാറിന്റെ ഒരു രീതി. ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, എന്നോട് യോജിച്ചും വിയോജിച്ചും ഒക്കെ അവർക്ക് പറയാനുള്ളത് അവർ പറയും, സംഘടനയുടെ നിലപാട് അവർ പറയും. ടീച്ചറാണ് സമാപന പ്രസംഗം, അവരുടെ നിലപാട് പത്രങ്ങൾ കൊടുക്കും. പത്രങ്ങൾ കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നോ ഇല്ലാത്തതൊക്കെ അവരുടെ നിലപാടിൽ എന്തുണ്ടോ അതുണ്ടാവുമല്ലോ. അതിന്റെ പേരിലാണ് ഇപ്പൊ ഇപ്റ്റയിൽ നിന്ന് പുറത്താക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ അവർ കാരണം പറഞ്ഞിട്ടില്ല. പത്രങ്ങൾക്ക് എഴുതി കൊടുത്ത ഒരു വരി സ്റ്റേറ്റ്മെന്റില് ഇപ്റ്റയുടെ ഭാരവാഹികൾ പറയുന്നത്, സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് AP അഹമ്മദ് മാഷെ പുറത്താക്കിയിരിക്കുന്നു എന്നാണ്. സത്യത്തില് ഇതല്ലാത്തൊരു കാരണം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇനി വേറെ വല്ല കാരണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ആശയപരമല്ലാത്ത ഒരു കാരണവും എന്നെ പുറത്താക്കാൻ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അത്ര അതിനെ കുറിച്ച് പറയാനുള്ളൂ. ഇതാണ് ഇപ്പോൾ ഉള്ള ഒരു കണ്ടീഷൻ. പറഞ്ഞോളൂ. ഇതിലിപ്പോ ഒരു കാര്യം വ്യക്തമാണ്. മാഷ് ഒരു സോഷ്യൽ റിഫോമർ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കും എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ്. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇതുവരെ കാഴ്ചവെച്ചത് നമ്മൾ പറയുമ്പോൾ. ഓരോ വേദികളെ കുറിച്ചും മാഷ് പറയുന്നു, എവിടെയാണെങ്കിലും ചെന്ന് നമുക്ക് പറയാനുള്ളത് പറയും, അതിനുള്ള ആ ഒരു ആർജവം, ആ ഒരു ധൈര്യവും മാഷ് കാണിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു സംശയം, AP അഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇസ്ലാമിനകത്തു നിന്നുള്ള ഏതെങ്കിലും സംഘടനകൾ ഇതുപോലെ വിളിച്ച് അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വേദി അങ്ങനെ ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിലെ അനുഭവം എന്താണ്? വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എല്ലാവരും ഏകപക്ഷീയമായി സംഘപരിവാറിനെ ബഹിഷ്കരിക്കാനും ഒറ്റപ്പെടുത്താനും തീരുമാനിച്ച കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ മുസ്ലിം സംഘടനകളും
ഇടതുപക്ഷ സംഘടനകളും ഒക്കെ അതിലൊരു മുന്നണി ചേർന്നിട്ടുണ്ട്. അത് നമ്മുടെ ക്യാമ്പയിനുകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാലോ, എല്ലാ സംവാദം ഇപ്പൊ വിളിക്കുന്നത് കുറവാണ്. അതിനു മുമ്പ് ഈ നവോത്ഥാനത്തെ കുറിച്ച് നടന്ന പല സെമിനാറുകളിൽ, പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒക്കെ സെമിനാറുകളിൽ പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട്. ആ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലുണ്ട് ഇപ്പോഴും. വിളിച്ചിരുന്നു. ഇപ്പൊ സമീപകാലത്ത് ഒരു കോറസ് പോലെ ഇവർ പാടിക്കൊണ്ടിരിക്കുകയാണ്, RSSനോട് മിണ്ടരുത്. എത്ര കാലം ഇത് തുടരാനാവും എനിക്കറിയില്ല. ഇപ്പൊ അവർ വിളിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ഒരു പക്ഷേ അവര് ആര് 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 നടത്തുന്നു, അല്ലെങ്കിൽ ആരാണ് ഈ ധർമ്മം ചെയ്യേണ്ടത് എന്നൊന്നും എന്റെ ഇഷ്യൂ അല്ല. ഇപ്പൊ ഞാൻ ഏറ്റവും ഒടുവിൽ ABC-യിൽ ആരിഫ് കണ്ടോന്നറിയില്ല, ഈ മദ്രസാധ്യാപകർക്ക് അത് ഞാൻ പറയുന്ന ABC പോലൊരു ചാനലില് എന്റെ ഒരു ബോധ്യം പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അത് പറയരുത് എന്ന് എന്നോട് ABC പറഞ്ഞിട്ടുമില്ല. അത് പറയുകയാണെങ്കിൽ മാഷുടെ ഏതെങ്കിലും ഒരു നിലപാട് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് തുടരേണ്ട കാര്യമില്ല. പക്ഷെ ഉദാരമായ ഒരു ഫ്രീഡം നമ്മൾ ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ അവർ തരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനകത്ത് ഞാൻ പോകുന്നത്. തീർച്ചയായിട്ടും. സത്യം പറഞ്ഞാൽ ABC മലയാളത്തിൽ ഒരിക്കൽ ഇതുപോലെ ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു, കുറേ നാളുകൾക്ക് മുന്നെയാണ്. അപ്പോൾ അതിൽ ആ ചർച്ച നടന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്തിനാണ് ഈ സംഗീത് ചാനലിൽ പോകുന്നത് എന്നും ചോദിച്ചിട്ടുള്ളൊരു കമന്റാണ് നമുക്ക് കിട്ടുക. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നത് മാഷെ പോലുള്ള ആളുകൾ നിരന്തരം അതിനകത്ത് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാൻ തുടങ്ങിയപ്പോൾ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിൽ ഈ ഒരു വിഷയമുണ്ട്, നമ്മളുടെ ഈ ഒരു പൊളിറ്റിക്കൽ അപ്പാർട്ടൈഡ് എന്ന് പറയുന്ന ഒരു വിഷയം, ഒരു യെസ്, അത് നമ്മളുടെ സമൂഹത്തിൽ, ഇന്ത്യയിൽ പ്രത്യേകിച്ച്, കേരളത്തിൽ പ്രത്യേകിച്ച് അതിന് മുൻകൈ എടുക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ആ ഒരു മേൽനോട്ടത്തിൽ തന്നെ അതിന് വലിയ തോതിൽ ഒരു വല്ലാതെ അതിനെ പരിപോഷിപ്പിക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു പൊളിറ്റിക്കൽ അപ്പാർട്ടൈഡ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് മാഷ് എങ്ങനെയാ, ഇപ്പൊ പറഞ്ഞതിൽ സൂചിപ്പിച്ചു, എന്നാലും അതിന് യാതൊരു തർക്കവുമില്ല. അത് ജനാധിപത്യ വിരുദ്ധമാണ്, ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞ. മറ്റൊന്ന് ജനവിരുദ്ധമാണ്, മനുഷ്യത്വരഹിതമാണ് അത്. കാരണം ഒരു കാര്യം വളരെ സിമ്പിളാണ്. ഇപ്പൊ എനിക്ക് എന്റെ നിലപാട് സൂക്ഷിക്കാനും ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിന്റെ നിലപാട് സൂക്ഷിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. നമ്മൾ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച് വർത്തമാനം പറയുമ്പോൾ ആരിഫിന്റെ നിലപാടുകളോട് എനിക്ക് സ്നേഹപൂർവ്വം വിയോജിക്കാം. വിയോജിപ്പിന് ഒരു ഭാഷ വേണം കേട്ടോ. എനിക്ക് എന്റെ ഗുരു ആ കാര്യത്തിൽ MN വിജയൻ മാഷാണ്. MN വിജയൻ മാഷെ പോലെ ഇപ്പൊ ഈ പറയുന്ന ഫാസിസം എന്നൊക്കെ ഇന്ന് വിളിക്കുന്ന, അത് ഫാസിസമാണോ എന്ന കാര്യത്തിലൊക്കെ മൗലികമായി എനിക്ക് തർക്കങ്ങളുണ്ട്. പക്ഷേ ലോകത്തിലെ ഫാസിസം വന്നത് എങ്ങനെയാണ്, എന്തായിരുന്നു ഫാസിസത്തിന്റെ കാര്യം, എന്താണ് മതരാഷ്ട്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ ഈ പറയുന്നത് ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് പലതും. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇപ്പോഴും ഫാസിസം വരിക അത്ര എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴും എനിക്ക് അത്ര വിശ്വാസക്കുറവില്ല, ആത്മവിശ്വാസത്തിന്റെ കുറവൊന്നുമില്ല. പക്ഷേ ഇവർ ഈ പറയുന്ന ഫാസിസം എന്നൊക്കെ മലയാളിയോട് പറയുകയും അത് പഠിപ്പിക്കുകയും ചെയ്ത മഹാഗുരു MN വിജയൻ മാഷാണ്. MN വിജയൻ മാഷ് നിങ്ങൾ കേട്ടോ, എപ്പോഴെങ്കിലും ഒരു എതിരാളിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയോ ഒരു മോശം വാക്ക് പ്രയോഗിക്കുകയോ ചെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ, നമ്മൾ ആരും കേട്ടിട്ടില്ല. ഇവരങ്ങനെയല്ല. ഒരു സംവാദത്തിന് പോയാൽ മാന്യത പാലിക്കേണ്ടതുണ്ട്. ഇപ്പൊ എനിക്ക് ഇപ്പൊ ആരിഫിനോടായാലും ശശികല ടീച്ചറോടായാലും ഏത് വേദിയിൽ ചെന്നാലും അവരോട് എന്റെ സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ ആണ്. എന്നെപ്പോലെ എനിക്ക് എന്റെ നിലപാടുകൾ സൂക്ഷിക്കാനുള്ള അവകാശം പോലെ പ്രധാനമാണ് അവർക്ക് അവരുടെ നിലപാടുകൾ സൂക്ഷിക്കാനും. അതിനോട് ഇങ്ങനെ ഞാനിപ്പോ നന്ദകുമാറിനെ പോലുള്ള, ഞാൻ പറയുന്ന ഓർമ്മയുണ്ടോന്നറിയില്ല, ഇപ്പൊ ഈ RSSന്റെ ബൗദ്ധിക വിഭാഗത്തിന്റെ അഖിലേന്ത്യാ കൺവീനറാണ് J. നന്ദകുമാർ, കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അദ്ദേഹത്തെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഇന്റർവ്യൂ കണ്ടോന്നറിയില്ല, കണ്ടോ? അത് എനിക്കൊരു കുഴപ്പമൊന്നും, ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ സന്ദേഹങ്ങളാണ് ഞാൻ ഉന്നയിക്കുന്നത്. അത് സ്നേഹപൂർവ്വം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം സ്നേഹപൂർവ്വം അത് ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. ആഭ്യന്തര ശത്രുക്കൾ ആരാണ്, അങ്ങനെയാണെങ്കിൽ സാറേ അത് കേട്ടല്ലോ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അപ്പൊ അദ്ദേഹം പറയുന്നു, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് ഇന്ത്യയിലെ ഇപ്പോ മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റുകാർ ആസ് എ ഹോൾ അല്ല, അതിനകത്ത് രാജ്യവിരുദ്ധമായ നിലപാടെടുക്കുന്നവർ, തീവ്രവാദ നിലപാടെടുക്കുന്നവർ, അങ്ങനെയുള്ളവരെയാണ് അദ്ദേഹം ആഭ്യന്തര ശത്രുക്കളായി അന്ന് വിശേഷിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. ആർക്കതാ വിരോധമുള്ളത്? അതാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ക്ലാരിറ്റി വന്നാൽ ഈ സംഘപരിവാറിനെ കുറിച്ച് ഇങ്ങനെ ഭീതി പരത്താൻ ആർക്കാണ് അവസരം ഉണ്ടാകുക? അപ്പൊ ഞാൻ പറയുന്നത് സംവാദങ്ങൾ കൊണ്ട് അങ്ങനെ ചില പ്രയോജനങ്ങളുണ്ട് എപ്പോഴും. ഇപ്പൊ ഞാന് ഇപ്പോ ആരിഫ് ഹുസൈൻ കണ്ടിട്ടുണ്ടാവും, ഞാന് ABC-യിൽ എന്നോട് ABC-യുടെ ഓണർമാര്, പ്രത്യേകിച്ച് ഗോവിന്ദൻകുട്ടി സാറിനെ പോലുള്ളവരൊക്കെ പറഞ്ഞത്, പക്ഷെ നമുക്ക് എല്ലാ വർഗീയതയോടും സമദൂരം പാലിച്ചാൽ മതി, എല്ലാ വർഗീയതയും നമ്മൾ കൃത്യമായി നിശിതമായി വിമർശിച്ചാൽ മതി, വസ്തുതയല്ലാത്തത് നമ്മൾ പറയരുത്.
അങ്ങനെയാണ് ഞങ്ങൾ ഈ ഈ സാധനം ചെയ്തത്. ആ മദ്രസാധ്യാപകരെ കുറിച്ച് ഒരു പെരും യെസ്. നുണ ആ. വളരെ ഉം. ഉത്തരവാദപ്പെട്ടവരൊക്കെ പ്രചരിപ്പിക്കുകയാണ്. മദ്രസാധ്യാപകർ എന്ത് പാവങ്ങളാണ്, അവരെന്ത് പിഴച്ചു. അപ്പോ അവരെ കുറിച്ച് നുണ പറയണ്ട. അവരോടുള്ള വിയോജിപ്പുകളും അവർക്ക് അവര് വരുത്തേണ്ട മാറ്റങ്ങളും മദ്രസ ഉം. വിദ്യാഭ്യാസത്തിൽ തന്നെ അടിസ്ഥാനപരമായി വരുത്തേണ്ട പരിഷ്കാരങ്ങളും ഒക്കെ നമുക്ക് പറയാം. അപ്പൊ അവര് ഉം. കേൾക്കുകയും ചെയ്യും. പക്ഷെ അവരെ കുറിച്ച് കള്ളം പറഞ്ഞാൽ കേൾക്കൂല. അപ്പൊ യെസ്. അങ്ങനെ നിലപാടാ. ഇപ്പോ എബിസിയിൽ ആരിഫ് ശ്രദ്ധിക്കുന്നുണ്ടാവും. ഉവ്വ്. എല്ലാരും ഉം. വരുന്നുണ്ട്. ഹമീദ് ചെന്നമംഗലൂർ വരുന്നുണ്ട്. ഉം. കെ.സി. ഉമേഷ് ബാബു വന്നു. കെ.എസ്. ഹരിഹരൻ വരുന്നുണ്ട്. ഒ. അബ്ദുള്ള സാർ വന്നു. ഇവരൊക്കെ വന്നു. ഈ നമ്മുടെ യു.കെ. കുമാരൻ വന്നു. ഉം. ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം കൂട്ടത്തിൽ പറഞ്ഞേക്കാട്ടോ. ഈ പുട്ട് കച്ചവടം എന്ന് പറയില്ലേ? ഉം. എബിസി ഉം. എഡിറ്റോറിയൽ ബോർഡ് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ആരിഫ് ഹുസൈൻ എബിസിയിൽ വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ ഒന്ന് ഒന്ന് പിന്തുണക്കണം ദയവായി. തീർച്ചയായിട്ടും. ഓക്കെ. തീർച്ചയായിട്ടും. അല്ല ഞാനതാ പറഞ്ഞേ. മുന്നേ ഒരിക്കൽ വന്നിട്ടുണ്ട്. ഈ ഒരു എക്സ് അതെ. മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നത്. കുറെ അല്ല, മുന്നെയാണ് അത്. ഇനിയും 2 വരണം, വർഷം ഇനിയും മുന്നേ. വരണം, ഇനിയും യെസ്. വരണം. എല്ലാ നിലപാടുകളും വരട്ടെ എന്ന്. ഞങ്ങളൊരു നിലപാട് എന്താന്ന് വെച്ചാല്, എനിക്കത് ഉം. ഭയങ്കര ഞാൻ ആ നിലപാട് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അതിന്റെ കൂടെ നിൽക്കുന്നത്. അതിന്റെ കാര്യം എന്താ വെച്ചാൽ, ഉം. ഈ ചാനൽ ചർച്ചകളുടെ സംസ്കാരത്തെ ഒന്ന് അട്ടിമറിക്കേണ്ടതുണ്ട്. ചാനൽ ചർച്ച, തീർച്ചയായിട്ടും. ഞാനും ആരിഫ് അവരാണ്. ഹുസൈൻ 2 നിലപാടെടുക്കുകയാണെങ്കിൽ എന്റെ വായിൽ കയറിയിരിക്കുക, എന്നെ മിണ്ടാൻ സമ്മതിക്കാതിരിക്കുക, ബഹളം വെച്ചിട്ട് തീർക്കുക. ഇതിനല്ലല്ലോ സംവാദം എന്ന് പറയാ. പിന്നെ ഉം. ആ ചർച്ച തീരുന്നതിന് മുമ്പ് നിങ്ങൾക്കിപ്പോ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒരു ന്യൂസ് അവർ കിട്ടിക്കഴിഞ്ഞാൽ ആ 1 മണിക്കൂർ തീരുന്നതിന് മുമ്പ് എന്റെ നിലപാട് ആരിഫ് ഹുസൈന്റെ തലയിൽ അടിച്ച് ഏൽപ്പിച്ചിട്ട് അവനെ കൊണ്ട് സമ്മതിപ്പിച്ച് ഞാൻ അടങ്ങും. അങ്ങനെ ഒരു സംവാദം ഉണ്ടോ? സംവാദം അതെ. ശ്രീനാരായണ ഗുരുദേവനാ പഠിപ്പിച്ചത്. അത് തോൽക്കാനും ജയിക്കാനും അല്ല, വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും ഉം. അറിയിക്കാനുമാണ്. എ.പി. അഹമ്മദ് മാഷ നിലപാട് ഇന്നതൊക്കെയാണ്. അത് 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 യോജിപ്പോ വിയോജിപ്പോ ആവട്ടെ. അത് ഇന്നതാണെന്ന് കൃത്യമായി പറയിപ്പിക്കാനാണ് ചാനൽ പ്രവർത്തിക്കേണ്ടത്. അതെ. തിരിച്ചും ആരിഫിന് പറയാനുള്ളതൊക്കെ പറയട്ടെ. ആരിഫ് ഇന്നതാണ്. ആരിഫിന്റെ ഐഡന്റിറ്റിയാണ്. മുഖം നമ്മൾ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നിലപാടിനാണല്ലോ മുഖം എന്ന് പറയാ. അല്ലാതെ നമ്മൾ ഈ ഉം. ഇടക്കിടക്ക് ഫോട്ടോ മാറ്റിയിടുന്നതിനല്ലല്ലോ അല്ല. ഈ ഫേസ്ബുക്ക് എന്ന് പറയാ. അപ്പൊ അതെ. നിലപാട് ബോധ്യപ്പെടുത്താനാണല്ലോ സംവാദം. അതാണ് ഉം. ഞാൻ പറയുന്നത്. അത് അവിടെ ഇപ്പോ സംഘപരിവാറിന്റെ ശക്തികൾ, ഞാൻ ടി.ജി. മോഹൻദാസിനോട് ചോദിച്ചു, നിങ്ങൾ ഈ ഉം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു പോകുന്നതിൽ വല്ലാതെ ഉം. അതെ. സന്തോഷിക്കുന്നുണ്ടല്ലോ. ടി.ജി. അത് കേട്ടിരുന്നോ? അപ്പൊ ഉവ്വ്. ഞാൻ ചോദിച്ചു, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്ന നിലയിൽ ടി.ജിയോട് ഞാൻ ചോദിക്കട്ടെ, ഈ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഒട്ടും ഇല്ലാതായാൽ അത് ഉം. അങ്ങേ പോലെ ഒരാള്, മനുഷ്യസ്നേഹിയായ ഒരാള് അത് സന്തോഷിക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ചോദിക്കാൻ പറ്റണ്ടേ നമുക്ക്? അതെ. ആലോചിച്ച് നോക്ക്. വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർക്കണ ദിവസം, ഓർമ്മ ദിവസം ഞാൻ അവിടെ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ സാറുണ്ട്. ഉം. കെ.എസ്. രാധാകൃഷ്ണൻ സാറിന്റെ മുമ്പിൽ ഞാൻ ചെന്നിരുന്നിട്ട് ചോദിച്ചു, സാർ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത്? ഈ വിശുദ്ധ ഖുർആാനൊക്കെ അങ്ങ് വായിച്ചിട്ടുണ്ടോ? ഉം. ഉണ്ടെന്ന് എനിക്കറിയാം. അത് അറിയിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പൊ അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെയുള്ള ഖുർആന്റെ ഒരുപാട് വായനകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാണ് അങ്ങേ ഖുർആൻ വായിപ്പിച്ചത്? അത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അപ്പൊ യാദൃശ്ചികമായിട്ട് അന്ന് ബഷീറിന്റെ ഉം. ചരമദിനമാണ്. അത് വേറൊരു തലത്തിലേക്ക് പോയി. ഞാൻ പറയുന്നത് ഈ സങ്കുചിതമായ രാഷ്ട്രീയം മാത്രം കേൾക്കാൻ താല്പര്യമുള്ളവർ അത് ചോദിക്കും. ഉം. അപ്പൊ അവരത് പറയുകയും ചെയ്യും. അത് കേൾക്കേണ്ടവരത് കേൾക്കുകയും ചെയ്യും. നമ്മൾ ഉം. അതിന്റെ ഒരു വിധാനം വികസിപ്പിക്കാൻ പറ്റും. ഏത് പ്ലാറ്റ്ഫോമിൽ ചെന്നിരുന്നാലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കൊരു നിലപാടുണ്ടായാൽ മതി. എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? എവിടെ പോയാലും എന്താ, നമ്മൾ നമ്മളായി നിൽക്കുമെങ്കിൽ നമുക്ക് എന്തിനാണ് ഭയപ്പെടേണ്ട കാര്യം? ഉം. അതാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഈ നമ്മളെ തന്നെ പറ്റിച്ച് 4 വോട്ട് കിട്ടിയേക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആർക്കെങ്കിലും വേണ്ടി ആരാന്റെ നാവ് കൊണ്ട് വർത്തമാനം പറയാൻ പോയാൽ നമ്മളും ഉണ്ടാവില്ല, നിലപാടും ഉണ്ടാവില്ല, പ്രസ്ഥാനം ഉണ്ടാവില്ല. ഇപ്പൊ എല്ലാം അതെ. കഴിഞ്ഞപ്പോ, ഏതാണ്ട് എല്ലാം കഴിഞ്ഞപ്പോ അക്കിടി പറ്റിയപ്പോ ബോധ്യപ്പെട്ടല്ലോ. ഉം. നമ്മൾ ന്യൂനപക്ഷങ്ങളെ അന്ധമായി പ്രീണിപ്പിക്കാൻ പോയപ്പോ കിട്ടിയതിന്റെ ഫലം എന്താണ്? ന്യൂനപക്ഷങ്ങളും ഇല്ല, ഭൂരിപക്ഷവും ഇല്ല കൂടെ. ഉം. എന്നല്ലേ പാഠം? ഇതാണ് അതെ. സ്ഥിതി. ഈ ഈ ഈ അടുത്ത കാലത്തായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇപ്പൊ ഞാനൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ ആ ആശയത്തെ എതിർക്കുന്ന 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അതിന്റെ ആ ഒരു സാമ്പത്തിക അന്ധവിശ്വാസം എന്ന് നമ്മൾ വിളിക്കാറുള്ള ആ ഒരു ഭാഗം. അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അതിൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇപ്പൊ മാഷ് സൂചിപ്പിച്ച സംഗതിയാണ്. ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം, അതിനെ മാഷ് എങ്ങനെ കാണുന്നു? അതില് എടുത്തു പറയത്തക്കതായിട്ടുള്ള ഉദാഹരണങ്ങൾ എന്തെങ്കിലും മനസ്സിൽ തട്ടി വരുന്നുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട് ആരിഫ്. ഞാനതൊക്കെ വലിയ സങ്കടവും വലിയ രോഷവും ഒക്കെ ഉള്ള ഒരാളാണ്. ഉം. എന്തെല്ലാം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഞാൻ ഈ ഈ പ്രശ്നത്തിൽ ഇപ്പൊ ഞാൻ ഒടുവിൽ ഇടപെട്ടൊരു ഇഷ്യൂ എന്നുള്ള നിലക്ക് ഈ മദ്രസ അധ്യാപകർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ചെയ്തത് എന്താ? 2019 ജൂൺ 21 എങ്ങാണ്ടാണ് ആ ബില്ല് വന്നതെന്ന് എന്റെ ഓർമ്മ. ഉം. കെ.ടി. ജലീൽ കെ.ടി. മിനിസ്റ്റർ ജലീൽ. ഒരു ബില്ല് അവതരിപ്പിച്ചു.
ആ ബില്ലിന്റെ അവതരണം തന്നെ വൈകാരികമാണ്. ആളുകളെ പറ്റിക്കുന്നത് എങ്ങനെയാണ്, വാക്കുകൾ കൊണ്ട് പറ്റിക്കുക. എന്നിട്ട് ഈ അറബി അക്ഷരമാലയൊക്കെ പറഞ്ഞുകൊണ്ട്, ഓർമ്മയുണ്ട് ആ പ്രസംഗം എനിക്കറിയില്ല, ഓ അലിഫ് ബാ താ സ എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാ മനുഷ്യരും ചേർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഇരിക്കുന്ന ഒരു സഭയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ സൗമ്യമായി പറയാവുന്നേ ഉള്ളൂ. ചെയ്ത കാര്യം എന്താ? ഒരു 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 4 പേരിൽ കൂടുതലുള്ള ഏത് തൊഴിൽ സ്ഥാപനത്തിലും കൊണ്ടുവരേണ്ട ഒരു സാധനമാണ് ക്ഷേമനിധി. 2 ലക്ഷത്തിലേറെ മദ്രസാധ്യാപകരുണ്ടാകുമ്പോൾ ക്ഷേമനിധി കൊണ്ടുവരിക എന്ന് പറയുന്നത് വൈകിപ്പോയി. എന്നോ ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും കൊടുക്കേണ്ടതാണത്. ആ ക്ഷേമനിധിക്ക് വേണ്ടി അദ്ദേഹം അവതരിപ്പിച്ചത് എന്തോ വലിയ ഔദാര്യം ഗവൺമെന്റ് ചെയ്യുന്നു എന്നുള്ള മട്ടില്ല. സത്യത്തിൽ എന്താ ചെയ്യുന്നത്? 1500 രൂപ പെൻഷൻ കിട്ടും. മരണം വരെ സേവിച്ചാൽ, അതായത് പരമാവധി സീലിംഗ് 7500 ആണ്. 1500 തൊട്ട് 7500 വരെ പെൻഷൻ കിട്ടും ഈ സാധുക്കൾക്ക്. അതാണ് പ്രശ്നം. പിന്നെ പിന്നെ ഉള്ളത് ചില്ലറ ചെറിയ ചെറിയ ആനുകൂല്യങ്ങളാണ്. ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കുമ്പോൾ 25,000 റുപ്യ. എന്റെ ആരിഫ്, നമ്മുടെ കല്യാണത്തിന് ചെമ്പിന്റെ വട കൊടുക്കാൻ തികയോ 25,000 റുപ്യ? അതാണ് വലിയ വാഗ്ദാനമായിട്ട് കൊടുക്കുന്നത്. അതിനേക്കാളും വലിയൊരു അക്രമം എന്താണെന്ന് വെച്ചാൽ, എന്നോട് സംഘപരിവാറിലെ ചില സുഹൃത്തുക്കൾ അന്ന് തന്നെ അത് കണ്ടിട്ട് ചോദിച്ചു, അല്ല മാഷേ, ഒരു ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസില് ഓഫീസ് ഫർണിച്ചറിന് വേണ്ടി മാത്രം 32 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോ ഓഫീസ് ഫർണിച്ചറിന് 32 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ആ ഓഫീസിൽ എന്തുമാത്രം കോടികളുടെ ക്രയവിക്രയമായി ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. ഒന്ന് ആലോചിച്ചു. ഇതിനൊക്കെ അവസരം കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവർക്ക് സ്വന്തക്കാർ മീൻസ് ഒരു ക്ഷേമനിധി ബോർഡിന് ഒരു ഓഫീസ് വേണം. ആ ഓഫീസിന് ക്ഷേമനിധി അവർക്ക് ഫർണിച്ചർ കൊടുത്തതിന്റെ കണക്കൊക്കെയാണ് വലിയ കണക്കായിട്ട് പറഞ്ഞത്. ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അപ്പൊ ആരിഫിന് അതിന്റെ കണക്കാണ്. ഞാൻ ഞെട്ടിപ്പോയതാണ് ആ കണക്ക്. അതുകൊണ്ടാണ് ഞാൻ അത് വളരെ രൂക്ഷമായിട്ട് അവതരിപ്പിച്ചത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ആ ക്ഷേമനിധി 2,04,000 ഈ മദ്രസ അധ്യാപകരുണ്ട്. 5 കൊല്ലമായിട്ട് ഇന്നോളം 30,000 പേര് തികച്ച് ക്ഷേമനിധി ചേർന്നിട്ടില്ല. ഞാൻ മിനിഞ്ഞാന്ന് കഴിഞ്ഞ ദിവസം ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസിൽ വിളിച്ച് കൃത്യമായിട്ട് ഡാറ്റ എടുത്തു. 30,000 പേര് തികച്ച് ചേർന്നില്ല. കാരണം അത്രയും അനാകർഷകമാണ്. കാരണം ഇതിനേക്കാൾ ഭേദപ്പെട്ട സാമൂഹ്യ പെൻഷൻ പലതും ഉണ്ട് നമ്മുടെ സമൂഹത്തിലെ. ഏതെങ്കിലും ഒന്നല്ലേ ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, അപ്പൊ ക്ഷേമനിധി എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ ആനുകൂല്യം, മദ്രസാധ്യാപകരെ മൊത്തം ക്ഷേമം കേരളം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള ധാരണ ഉണ്ടാക്കി. എന്നിട്ട് എന്താ, 2 ലക്ഷം അധ്യാപകർ. പിന്നെയാണ് അതിനോട് നുണ ചേർത്തിട്ടാണ് പലരും പ്രചരിപ്പിക്കുന്നത്. തൽപര കക്ഷികൾ എന്തോ വലിയ വാഗ്ദാനങ്ങൾ, വലിയ വലിയ ഓഫറുകൾ മുസ്ലിം മൈനോറിറ്റിക്ക് കൊടുക്കുന്നു എന്ന് പ്രചരിപ്പിക്കുകയാണ്. 2,04,000 അധ്യാപകർ, അവർക്ക് 25,000 രൂപ വെച്ച് സർക്കാർ ശമ്പളം കൊടുക്കുന്നു. അപ്പൊ അത് 512 കോടി വരും. എന്നിട്ടോ അടുത്ത വരിയിൽ ലോജിക്ക് ഇല്ലാത്തൊരു നുണ പറയാണ്. അതേ 2 ലക്ഷം പേർക്ക് അതേ മാസം തന്നെ പെൻഷൻ കൊടുക്കുന്നുണ്ട് 6,000 രൂപ വെച്ച്. ഈ മാതിരി കള്ളത്തരങ്ങൾ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ഈ കോടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നയാ പൈസയും കൊടുക്കുന്നില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത്, പ്രീണനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വാക്ക് കറക്റ്റ് ആണ്. പ്രീണിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പ്രീണനം, അപ്പീസ്മെന്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന്റെ ഒരു ഡിക്ഷണറി മീനിങ് എടുത്താൽ അതിന്റെ അർത്ഥം കിട്ടും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമാണ്. പാസിഫൈ, അതാണ് പാസിഫൈ ബൈ കൺസെഷൻസ്. പാസിഫൈ ബൈ കൺസെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അവകാശം ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ആരാവട്ടെ, എക്സ് ഓർ വൈ, അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഒക്കെ, അവർക്ക് യഥാർത്ഥ അവകാശം ചോദിക്കുന്നതിന് മുമ്പേ എന്തെങ്കിലും കൺസെഷൻ കൊടുത്തിട്ട് അവരെ നിഷ്ക്രിയരാക്കി നിർത്തുക, പാസിഫൈ ചെയ്യുക. അതിനാണ് അപ്പീസ്മെന്റ്. അതാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ വേണ്ടത് ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു എന്ന് വരുത്തുക. എന്നിട്ട് വലിയ വലിയ തെറ്റിദ്ധാരണ അപ്പീസ്മെന്റ് ഒന്ന്. അതുപോലെ എന്തെല്ലാം ആലോചിച്ച് നോക്കൂ. നമ്മൾ CAA എന്ന് പറയുന്ന ഒരു ബില്ല് വന്നു ഇവിടെ. അത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു ഭരണപരിഷ്കാരമാണ്. സത്യത്തില് നമ്മുടെ കേരളത്തിൽ ഒരാൾ പോലും അതിന്റെ ഇരയായി തീരാൻ യാതൊരു സാധ്യതയില്ല. അതിർത്തി സംസ്ഥാനങ്ങളിലെ ഒരു ഇഷ്യൂ ആണത്. ഇവിടുത്തെ മുഖ്യമന്ത്രി പറയുകയാണ്, എന്റെ നാട്ടിൽ, എന്റെ സംസ്ഥാനത്ത് അത് നടപ്പാക്കൂല. ഇയാൾക്ക് നടപ്പാക്കാനുള്ള ഒരു അവകാശമില്ല, അധികാരമില്ല. വെറുതെ പറഞ്ഞു പറ്റിക്കുക. എന്നിട്ടോ CAA വിരുദ്ധമായ വലിയ കൺവെൻഷനുകൾ മുസ്ലിം സമുദായ സംഘടനകളെ വിളിച്ചു കൂട്ടിയിട്ട് അതിലൊരു ഷോ വൃത്തികെട്ടൊരു ഷോ കണ്ടിരുന്നോ? കോഴിക്കോട്ട് അങ്ങാടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേദിയിൽ വെച്ച് നിസ്കരിക്കുക. പണ്ഡിതന്മാരോടൊക്കെ നമുക്ക് ബഹുമാനിക്കാം. പക്ഷെ ഈ മാതിരി ഷോ എന്തിനാണ്? ആരെ കാണിക്കാനാണ്? ഇവർ ഉദ്ദേശിക്കുന്നതിന്റെ എത്ര ഇരട്ടി ഫലം, നെഗറ്റീവ് റിസൾട്ടാണ് അതിനുണ്ടാവുക. ആലോചിച്ചു. ഇങ്ങനെ എന്തെല്ലാം ഫലങ്ങൾ. ഞാൻ പറയുന്ന അപ്പീസ്മെന്റിന്റെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഏതായാലും മാഷിവിടെ സൂചിപ്പിച്ച ആ 2 ഉദാഹരണം കാതലായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് ഈ മദ്രസ ക്ഷേമനിധി എന്ന് പറയുന്ന സംഗതി, അത് ആ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി അത് മറ്റു മതങ്ങൾക്ക്, അവരുടെ മതങ്ങളിലുള്ള ആളുകൾക്ക് ഇത് കിട്ടുന്നില്ലല്ലോ എന്നൊരു പരാതിക്ക് കൂടി ഇടവരുത്തുന്ന രീതിയിലേക്ക് അത് കൊണ്ട് എത്തിച്ച് ഇപ്പൊ നമ്മളൊക്കെ അതിനെ എതിർക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്.
എന്തിനാണ് തീർച്ചയായിട്ടും. ഇപ്പൊ കോടതി പോലും ചോദിച്ചു, എന്തിനാണ് മദ്രസ അധ്യാപകർക്ക് പെൻഷൻ സർക്കാരിന്റെ വക, അതിലേക്ക് എന്തിനാണ് ഒരു കോർപ്പസ് എമൗണ്ട് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം പോലും വരുമ്പോ സർക്കാർ ബബ്ബ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അതെ അതെ. അത് പക്ഷെ സത്യത്തിൽ അത് സിമ്പിളാണ്. ഏത് ഉം. സ്വകാര്യ സ്ഥാപനത്തിനും ക്ഷേമനിധി വേണം എന്നുള്ളത് ഇപ്പോഴത്തെ ലേബർ അത് റൂളാണ്. അതെ. അത്രേ ഉള്ളൂ. അപ്പൊ അത് ആ ക്ഷേമനിധി തുടങ്ങി എന്താ ചെയ്യണത്? 50 രൂപ അധ്യാപകൻ കൊടുക്കണം, 50 രൂപ മാനേജ്മെന്റ് കൊടുക്കണം. ഉം. പിന്നെ തത്തുല്യമായ ഒരു തുക ഗവൺമെന്റ് ആണല്ലോ. ഏത് ക്ഷേമനിധിയിലും ഗവൺമെന്റ് കൊടുക്കുന്ന ലേബർ പ്രൊട്ടക്ഷന്റെ റൂളാണ്. അത് ഏത് തൊഴിലാളിക്കും കിട്ടുന്നതാണ്. അതെ, അതിലകത്ത് ഒന്നുമില്ല. സത്യത്തിൽ അത് ഗവൺമെന്റ് തുടങ്ങുക പോലും വേണ്ട. എല്ലാ മദ്രസകൾക്കും വേണമെങ്കിൽ അത് ചെയ്യാവുന്നതേ ചെയ്യാവുന്നതേ ഉള്ളൂ. ഉള്ളൂ. അതെ അതെ. അത് അതിപ്പോ ആ നമ്മുടെ ഈ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഗുണമുണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് 5 കൊല്ലമായിട്ട് ഇപ്പോഴും ഈ 2 ലക്ഷത്തിന്റെ കാൽഭാഗം പോലും ആളുകൾ ചേർന്നിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കൂ. യെസ്. എന്നാൽ കാല് ആവശ്യത്തിലും അധികം പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുകയും ചെയ്യും. വലിയ പബ്ലിസിറ്റി ഉണ്ടാക്കുകയാണ്. വലിയ പബ്ലിസിറ്റി. എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അതൊക്കെ ഇവർ ചെയ്യുന്ന വലിയ അപകടം തന്നെയാണ്. എന്നിട്ടോ ഇപ്പൊ മനസ്സിലായി. ഞാൻ പറയുന്ന ന്യൂനപക്ഷത്തെ അന്ധമായി പ്രീണിപ്പിക്കുന്നു എന്ന് പറഞ്ഞ്, പ്രീണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആനുകൂല്യം കൊടുക്കലല്ല, ഉം. കൊടുക്കുന്നു എന്ന് തോന്നിച്ചിട്ട് അവരെയും പ്രതീതി പറ്റിക്കുക. അതവർക്ക് പ്രതീതി മനസ്സിലായി. ഉണ്ടാക്കി. ഈ അതെ. മുസ്ലിം ന്യൂനപക്ഷത്തിനും ബുദ്ധി ഉണ്ട് എന്ന് അതിന്റെ അർത്ഥം. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഡോസ് കൊടുത്തതുകൊണ്ടാണ്. അത് അവർ എടുത്ത് പറയുകയും ചെയ്തു, ഞങ്ങൾ ആ പണിതാണ് എന്നുള്ളത്. അതെ, പറഞ്ഞല്ലോ. അവർ പറയുമല്ലോ. പറയുകയും വേണം. ഞാൻ പറയുന്ന എല്ലാ വിഭാഗവും ഗവൺമെന്റ് ആരെയെങ്കിലും വളരെ ഉദ്ദേശപൂർവ്വം, ഞാൻ പറയുന്നത് ദുരുദ്ദേശപൂർവ്വം പ്രീണിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഉം. കൃത്യമായിട്ട് പറയണം. നടക്കൂല, ഇത് വസ്തുതയല്ല, തട്ടിപ്പാണ് എന്ന് പറയാൻ എല്ലാവരും തയ്യാറാവണം. അതാണ് വേണ്ടത്. അതെ. ഓക്കെ. ഇനി ഇതിൽ മാഷ് ഈ പറഞ്ഞ വിഷയങ്ങളോട് ചേർത്ത് വെച്ച് പറയാവുന്ന 2 കാര്യങ്ങളുണ്ട്. നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അതുപോലെ വസ്തുതകൾ മുഴുവൻ പറയാതെ ആളുകളെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അതിനകത്ത് ഈ ഒരു ഫാഷിസ്റ്റ് വിരുദ്ധരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുന്ന 2 വിഷയങ്ങൾ. ഒന്ന് മാറാട് കലാപവും 2 ഗുജറാത്ത് കലാപമാണ്. ഇതിനെ 2നെ കുറിച്ച് മാഷ് പലപ്പോഴായിട്ട് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ മൂന്നാമതൊരു വിഷയം കൂടിയുണ്ട്. അത് നമ്മളുടെ ലവ് ജിഹാദ് ആരോപണ ഒരു വിഷയം, നമ്മളുടെ മാധവിക്കുട്ടിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള. ഇത് 3ഉം കൂടി ചേർത്തിട്ട് എങ്ങനെയാണ് ഈ വിഷയങ്ങൾ സമൂഹത്തിൽ തങ്ങൾക്ക് ആവശ്യം ഉള്ള രീതിയിൽ വളച്ചൊടിച്ച് അതിൻ്റെ വസ്തുതകൾ മാറ്റിവെച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തിയത് എന്നത് മാഷ് ശ്രദ്ധിച്ചത് എങ്ങനെ? ഒന്ന് വിശദീകരിക്കാമോ ചെറുതായി? ഒരു കാര്യം നമ്മൾ ഇതിൽ തിരിച്ചറിയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഈ സംഘപരിവാർ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു നെറേറ്റീവ് ആണല്ലോ ആദ്യം ഉണ്ടാക്കിയത്. ഒരു സ്റ്റാറ്റിക്സ് എടുത്തു നോക്കൂ, വെറുതെ എടുത്തു നോക്കൂ. ഞാൻ പറയുന്നത് ഈ ഭീതി പരത്തുന്നതിന് മുമ്പ് എല്ലാ ഫോബിയയും മാനിയയും രണ്ടും മനോരോഗമാണല്ലോ. അപ്പോൾ അറിയാലോ ആയിരിക്കും. അപ്പോ ഇത് ഞാൻ പറയുന്നത് ഒറ്റ ചോദ്യമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള, ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഈ 1947 വിഭജനാനന്തര കൂട്ടക്കൊലകൾ മാറ്റി നിർത്തിയാൽ റിപ്പബ്ലിക് ആയതിനു ശേഷം 50-ന് ശേഷമുള്ള 50 കൊല്ലം എടുത്തോളൂ, 2000 വരെയുള്ള കാലം. ആ 50 കൊല്ലത്തിനിടയിൽ എന്റെ ലിസ്റ്റിൽ തന്നെ കൃത്യമായിട്ട് 100 കണക്കിന് എന്ന് പറഞ്ഞാൽ ചിലതിലൊക്കെ 1000 കവിഞ്ഞിട്ടുണ്ട്, 100-ൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ട 33-34 കലാപങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2000-ന് ശേഷം എടുത്തോളൂ, 2000-ന് ശേഷമുള്ള അടുത്ത 25 കൊല്ലം എടുത്തോളൂ. ആ 25 കൊല്ലത്തിൽ എത്ര കലാപം ഉണ്ടായിട്ടുണ്ട്? 2002-ലെ ഗുജറാത്ത് കലാപം കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കലാപം കേൾക്കുന്നത് 2022-23-ലെ മണിപ്പൂർ കലാപമാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്? ഒരു ഭാഗത്ത് എപ്പോഴും നമ്മൾ ഇപ്പൊ ഹിന്ദു വർഗീയത എന്ന് പേരിട്ട് വിളിക്കുന്ന ഏതെങ്കിലും ഒരു മൂവ്മെന്റ് ഈ കലാപങ്ങളുടെയൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അവർ പൊളിറ്റിക്കൽ പവറായി തീർന്നപ്പോൾ റെസ്പോൺസിബിൾ ആയി. അതാണ് അതിന്റെ ഒരു കാരണം. ഞാൻ പറയുന്ന അത് ആ വസ്തുത കാണണം. പിന്നെ ഗുജറാത്ത് കലാപത്തിന് എപ്പോഴും കലാപത്തിന് നിമിത്തമാകുന്നത് ആരാണ്? യാഥാർത്ഥ്യ ബോധമില്ലാതെ പെരുമാറുന്നത് ആരാണ്? ഗോദ്ര എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിപ്പോ എത്ര നിസ്സാരവൽക്കരിച്ചാലും ഗോദ്ര ഇല്ലെങ്കിൽ 2002-ലെ ഗുജറാത്ത് കലാപം ഇല്ലല്ലോ. അതിനെ അങ്ങനെ കാണാൻ നമുക്ക് പറ്റണം. ആരാണ് ഒരു കലാപത്തിന് വഴിമരുന്നിട്ട് കൊടുത്താൽ അവസരം കാത്തിരിക്കുന്നവരുണ്ടാവും. പല കാരണങ്ങളാൽ കലാപം ഉണ്ടായി കിട്ടിയാൽ കൊള്ളയടിക്കാൻ കാത്തിരിക്കുന്നവരുണ്ടാവും. ഒരു കലാപം ഉണ്ടായി കിട്ടിയാൽ കണ്ടുവെച്ച ചിലയിടത്തൊക്കെ കയറി ബലാത്സംഗം ചെയ്യാൻ കാത്തിരിക്കുന്നവരുണ്ടാവും. സാമൂഹ്യ ദ്രോഹികളുടെ ഒരു വലിയ വലിയ അരങ്ങ് തകർക്കുന്ന ഭൂമിയാണ് കലാപങ്ങൾ. അത് നടന്നിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ പറയുന്ന അതിനെ ഒട്ടും കുറച്ച് കാണുന്നില്ല ഞാൻ. അപ്പോ അതാണ് ഗുജറാത്ത് കലാപത്തിന്റെ ഒരു സ്ഥിതി. ഈ രണ്ടാമത്തെ കലാപം മാറാട് കലാപമാണ്. മാറാട് കലാപത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഞാൻ മാറാട് കലാപത്തെ കുറിച്ചുള്ള ഒരു പുതിയ അനാലിസിസ് നടത്തിയിരുന്നു. അത് ആരിഫ് കണ്ടോന്ന് എനിക്കറിയില്ല. അതിനെ ഒരുപാട് വിയോജിപ്പിലേറെ യോജിപ്പ് ആ
രണ്ട് ഭാഗത്തുനിന്നും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്ത് തന്നെ ഒട്ടേറെ വസ്തുനിഷ്ഠമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വിളികളൊക്കെ എനിക്ക് വന്നിരുന്നു. അതെന്താ ശരിക്ക് മാറാട് കലാപം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ വളരെ വളരെ കാലമായി വിങ്ങിക്കൂടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വളരെ കാലമായി വിങ്ങിക്കൂടിയ ഒരു വർഗീയമായ എലമെന്റ് ഉണ്ടായിരുന്നു. അതാണ് ഈ കോഴിക്കോട് ജില്ലയുടെ മലയോരത്ത് നമ്മൾ കണ്ടിരുന്നത്. നാദാപുരത്ത് വർഗീയ കലാപം ഉണ്ടാക്കിയത് എന്നെങ്കിലും RSS ആണോ? ഒന്നെടുത്തു നോക്കൂ, ചരിത്രം എടുത്തു നോക്കൂ. നാദാപുരത്തെ പൊളിറ്റിയിൽ അതുണ്ട് എന്ന് വെച്ചാൽ അവിടുത്തെ പൊളിറ്റിക്സിൽ അതുണ്ടായിരുന്നല്ലോ. കെ കണാരേട്ടൻ നയിച്ചൊരു പാർട്ടി ഉണ്ട് അവിടെ. അവിടുത്തെ ഈ പാവങ്ങളായ കർഷക തൊഴിലാളികൾ, തെങ്ങ് കയറ്റക്കാര്, ഈ തീയന്മാര് എന്ന് വിളിക്കുന്ന ഈഴവന്മാര്, അവരൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാര്. ആദ്യകാലത്തെ ജന്മിമാരായ പ്രമാണിമാര് മുസ്ലിങ്ങളാണ്. പിൽക്കാലത്ത് ആ കുടുംബങ്ങളിൽ നിന്ന് ഗൾഫിൽ പോയി വന്ന പുത്തൻ പണക്കാർ മുസ്ലിങ്ങളാണ്. ഈ വർഗസമരമാണ് അവിടെ ഉണ്ടായത്. അത് നിർഭാഗ്യവശാൽ അത് വർഗീയമായി തീരുകയും ചെയ്തിട്ടുണ്ട്. ആ കലാപത്തിന്റെ ആ കാലത്ത് രൂപപ്പെട്ട ഒരു വർഗീയമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർഭാഗ്യവശാൽ ഉണ്ടായി വന്ന ഒരു വർഗീയ നിറം കൃത്യമായിട്ട് മാറാട് തീരത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു. മാറാട് കലാപത്തിന്റെ സ്വഭാവം എടുത്ത് നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റും. അപ്പോ പക്ഷെ മാറാട് വന്നപ്പോഴേക്ക്, മാറാട് കലാപം ആയപ്പോഴേക്കുണ്ടായ ഒരു ചിത്രം നാദാപുരത്ത് ഇല്ലാത്ത ഒരു അനുഭവം മാറാട്ടുണ്ടായി. അത് ഈ ഹിന്ദു ഐഡന്റിറ്റിക്ക് അവിടെ അരയ സമാജം എന്ന മൂവ്മെന്റ് വന്നു. RSSനോട് അനുഭാവമുള്ള മൂവ്മെന്റ് വന്നു. അപ്പൊ അതിന് ചിത്രം മാറി. അതിനെ ചെറുക്കലായി പിന്നത്തെ പണി. പിന്നെ ഇങ്ങനെ ഗെട്ടോസ് ആയിട്ട് തിരിഞ്ഞിട്ട് രണ്ട് തുറകളായി തിരിഞ്ഞിട്ട്, അറിയാലോ. ഇപ്പൊ വിഴിഞ്ഞം കലാപം ഉണ്ടായപ്പോ ഞാൻ പോയി നോക്കിയിട്ടുണ്ട്. മട്ടാഞ്ചേരി കലാപം ഉണ്ടായപ്പോ ഈ രണ്ടു കൂട്ടരും അവനവന്റെ തുറയിൽ ഈ പരസ്പരം വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് കഴിഞ്ഞുകൂടുന്നിടത്ത് ഉണ്ടാകുന്ന അപകടങ്ങളാണ്. പക്ഷെ അതിനുശേഷം വലിയ പാഠം പഠിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഒരു മാറാട് കേരളത്തിൽ ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. കാരണം മാറാട് നിന്ന് പഠിക്കേണ്ട എല്ലാ പാഠങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പാഠം വേറൊന്നുമല്ല, ഒരു ഈ ഹിന്ദു സ്വത്വം അല്ലെങ്കിൽ ഒരു മതസ്വത്വം, ഒരു വർഗീയ സ്വത്വം എങ്ങനെ വളർന്നു വന്നാലും ആര് വളർത്തിയാലോ വളരെ പ്രധാനമാണ്. നാദാപുരത്ത് ആരാണ് വളർത്തിയത് എന്ന ചോദ്യം. ആരാണ് TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോയിട്ട് മാഷാ അല്ലാ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് പോകുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരാണ് അവനവന്റെ രാഷ്ട്രീയ താല്പര്യം സ്കോർ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അതിനെ വർഗീയ നിറവുണ്ടാക്കുന്ന ആരാണ്? ഈ ചോദ്യം വളരെ പ്രധാനമായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് വലിയ പാഠങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ആ സ്കോർ അങ്ങനെ സെറ്റിൽ ചെയ്യാൻ പോയാൽ സമാധാനം എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവില്ല. സമാധാനം ഇല്ലാതെ പോയാൽ ഇപ്പോ PM മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമാണല്ലോ ബേപ്പൂരും മാറാടും ഒക്കെ. അവിടെ വികസനം നടക്കണമെങ്കിൽ ആദ്യം വേണ്ടത് സമാധാനമാണ്. ജനജീവിതം ഏറ്റവും ആവശ്യമുള്ളത് സമാധാനമാണ്. അതുകൊണ്ട് ഈ വർഗീയമായ ഐഡന്റിറ്റി പാർട്ടിക്കകത്തോ പുറത്തോ വളരാൻ അനുവദിച്ചാൽ, അല്ലെങ്കിൽ അതിനെ പരസ്പരം ഊട്ടി വളർത്തിയാൽ ഉണ്ടാകാവുന്ന അപകടമാണ് മാറാട് എന്നിപ്പോ എനിക്ക് തോന്നുന്നു പോസ്റ്റ് മാറാട് പീരീഡിൽ കേരളം തിരിച്ചറിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു? നമ്മളുടെ മാധവിക്കുട്ടി ഇഷ്യൂ, ലവ് ജിഹാദ്. ആദ്യം രണ്ടും രണ്ടായിട്ട് പറയാം. മാധവിക്കുട്ടിയുടെ ഇഷ്യൂവില് കൃത്യമായിട്ട് പറഞ്ഞാല് അവര് സ്വമേധയാ മതം മാറാൻ തീരുമാനിച്ചതാണ്. പക്ഷെ അതിന്റെ പിന്നിൽ വലിയ ചതിയുണ്ട്. മാധവിക്കുട്ടിയെ പോലെ ഒരു നിഷ്കളങ്കമായ മനസ്സിന്, നിഷ്കളങ്കം എന്ന് ഞാൻ പറയുന്നത് അങ്ങേയറ്റത്തെ ഈ റൊമാൻറ്റിക് മനസ്സ് എന്തുമാത്രം നിഷ്കളങ്കമാണ്, അത് കളങ്കരഹിതമാണ്. അത് റൊമാൻറ്റിസിസം ആ തരത്തിൽ കാണാൻ പറ്റുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവരുടെ മനസ്സിൽ ഒരിക്കലും കളങ്കം, അവരെ കുറിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങൾ, അവര് തന്നെ നമ്മളൊരു സാമൂഹിക ജീവിതത്തിൽ നമ്മുടെ ഒരു പാരമ്പര്യവാദിക്ക് ഉൾക്കൊള്ളാനാവാത്ത എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. പക്ഷെ അതൊന്നും കളങ്കമല്ല, ആ മനസ്സിനേറ്റ കളങ്കമല്ല നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. മാധവിക്കുട്ടി അങ്ങനെ ജീവിക്കുമ്പോൾ അതൊരു വലിയ ചതിയായിരുന്നു. അത് പക്ഷേ മലയാളത്തിലെ ബുദ്ധിജീവികൾക്ക് കൃത്യമായ വിവരം അറിഞ്ഞിട്ട് വരെ എഴുതിയില്ല. അന്ന് അറിഞ്ഞവരൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ല. ഇപ്പൊ എനിക്കറിയാവുന്ന വലിയ ബുദ്ധിജീവികൾ തന്നെ, ഇപ്പൊ ഭാഷാഭൂഷണിക്ക് വേണ്ടി മാധവിക്കുട്ടിയുമായി അവസാനത്തെ ഇന്റർവ്യൂ ചെയ്ത നമ്മള് വലിയ തോതിൽ ആദരിക്കുന്ന അങ്ങേയറ്റം ലിബറലും ലെഫ്റ്റ് അല്ലെങ്കിൽ തന്നെ ലിബറലായ സെക്യുലറായ ആളുകൾ, ഇപ്പൊ കാരശ്ശേരി മാഷ് ഭാഷാഭൂഷണിക്ക് വേണ്ടി ഇന്റർവ്യൂ ചെയ്തപ്പോ മാധവിക്കുട്ടി ഇതൊക്കെ പറഞ്ഞിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എഴുതി വന്നപ്പോ അതുണ്ടായില്ല. കമലിന്റെ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഗവേഷണത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹവും അത് കവർ ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പൊ ആരും പറയാത്ത സമയത്ത് കുറച്ചു പേരൊക്കെ, വളരെ അപൂർവം പേര്, ലീലാ മേനോൻ പറഞ്ഞു.
പറഞ്ഞോളൂ. അതെന്തുകൊണ്ടാ അത് പറയാത്തത്? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എന്തുകൊണ്ടായിരിക്കും ഞാനത് അവരത് ഒളിപ്പിച്ചു വെക്കുന്നത്? ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ, മുസ്ലിം കമ്മ്യൂണിറ്റി ആഘോഷപൂർവ്വം ഞങ്ങൾക്കിതാ കിട്ടിയേ എന്ന് പറഞ്ഞ് ആഘോഷിച്ച് നടന്ന, ലോകം മുഴുവൻ ആഘോഷിക്കപ്പെട്ട ഒരു ക്യാരക്ടറാണ് മാധവിക്കുട്ടി. അത് ഫേക്ക് ആയിരുന്നു. ആ സ്റ്റോറി ഒരു ക്രിമിനൽ സ്റ്റോറിയാണ് എന്ന് അറിയുമ്പോൾ ആ സമുദായത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ ഷോക്ക് ഉണ്ടല്ലോ, അത് ആര് പറഞ്ഞാലും അവർക്കെതിരായിട്ട് വരും. അത് ഇടതുപക്ഷം പറഞ്ഞ, ഇടതുപക്ഷ ബുദ്ധിജീവികളോട് ഒരുപാട് പേരോട് അന്ന് സംസാരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത്, എന്നോട് പറഞ്ഞ റീസൺ, ഇവരേതായാലും മരിച്ചു പോയല്ലോ, ഇനിയിപ്പോ ആ കുടുംബത്തിനെ കൂടി എന്തിനാ നോവിക്കുന്നത്? ഞാൻ അവരോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ കൊലപാതക കുറ്റങ്ങളൊക്കെ നമ്മൾ കുറെ കാലത്തിന് ശേഷം അന്വേഷിച്ച് നടക്കുന്നത്? അനീതിക്ക് പരിഹാരം എന്ന് പറയുന്നത് അത് വിളിച്ചു പറയുകയല്ലേ എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു, കേരളത്തിലെ ബുദ്ധിജീവികളൊന്നും എഴുതാത്ത കാലത്ത് ഒരു കനേഡിയൻ ജീനിയസ് ഇത് എഴുതിയത് കൊണ്ടാണല്ലോ ഞങ്ങളെ പോലുള്ളത് അതിന്റെ വസ്തുത അറിഞ്ഞത്. അപ്പൊ അവർക്കാവാം, നമുക്ക് ആയിക്കൂടാ, നമ്മുടെയല്ലേ ഹിപ്പോക്രസി എന്നൊക്കെ ഞാൻ ചോദിക്കണ്ടായി. അപ്പൊ മാധവിക്കുട്ടിയുടെ കേസ് അതാണ്. അതിനെ ഞാൻ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നില്ല. ലവ് ജിഹാദ് എന്ന് പറയുന്നത് പർപ്പസ്ഫുള്ളി ഒരാളെ എന്റെ മതത്തിലേക്ക്, ഇസ്ലാം മതത്തിലേക്ക് ഒരാളെ കൂടി ചേർത്തിട്ട് അള്ളാഹുവിന്റെ പുണ്യം നേടുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ട്, അതിനുള്ള ഒരു തന്ത്രം എന്ന നിലയിൽ, അല്ലെങ്കിൽ വിശ്വസിപ്പിച്ചിട്ട്, ഈ മതം കൺവെർഷന് വേണ്ടി പണം പറ്റുന്ന വലിയ ഏജൻസികൾ കേരളത്തിലുണ്ട്, ഇന്ത്യയിൽ ആകെയുണ്ട്. ആ ഏജൻസികളുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന്റെ ഭാഗമായി ഇത് പടച്ചോന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ കെണിയിലും ട്രാപ്പിലും പെടുത്തിയിട്ട് ഒരു പെൺകുട്ടിയെ പറ്റിച്ച് പ്രണയം നടിച്ച് ഈ കൗമാരകാലത്ത് അവളെ എന്റെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി അത് മറച്ചു വെച്ച് അവളോട് പ്രണയം നടിച്ച് കൊണ്ടുവരുന്നത്, അതിനാണ് ലവ് ജിഹാദ്. തട്ടിപ്പാകുമ്പോഴാണ് ലവ് ജിഹാദ്. മാധവിക്കുട്ടിയുടെ കേസിൽ അതല്ല. മാധവിക്കുട്ടിയുടെ കേസിൽ പ്രണയത്തിന്റെ പേരിൽ അവര് വിശ്വസിച്ചതാണ്. പക്ഷെ അവരോട് അവസാനം ഒരു കണ്ടീഷൻ വെക്കുകയാണ്. അവരെ വളരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തതിന്റെ അനുഭവമൊക്കെ ആ പുസ്തകത്തിലുണ്ട്. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, നീ എന്നെ നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ് അവർ രോഷം കൊള്ളുമ്പോൾ പറയുന്ന ഒരു ആശ്വാസ വചനമാണ്, അങ്ങയെ ഞാൻ കെട്ടിക്കൊള്ളാം. അതെങ്ങനെയാണ്, നിനക്ക് 2 ഭാര്യമാരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, എനിക്ക് ഡൽഹിയിൽ ഭാര്യയില്ല. അതാണ്, കോട്ടക്കലും കോഴിക്കോട്ടും ഭാര്യയുണ്ട്, ഡൽഹിയിൽ ഭാര്യയില്ല എന്ന് വെച്ചാൽ നടക്കുന്നിടത്തൊക്കെ വേണമെന്നർത്ഥം. അപ്പോ എന്റെ ഡൽഹിയിലെ ഭാര്യയായി ഇന്നു മുതൽ 10-ാം ദിവസം ഞാൻ നിങ്ങൾ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നേതാവാണ്, അതുകൊണ്ട് എന്നെ മതം അവർക്കെന്ത്, പ്രണയത്തിന് വേണ്ടി എന്തും. മതമൊന്നും അവർക്കൊരു ഇഷ്യൂ അല്ലല്ലോ. മാറാവുന്ന എന്ത്. ഒ.വി. വിജയനോട് ഒ.വി. വിജയനും അവരും തമ്മിൽ ഒരു ഡയലോഗ് ഒരിക്കൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം വിജയൻ, മാറാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ട് വേണ്ടേന്നാണ് അവരുടെ മതത്തോടുള്ള നിലപാട്. അപ്പൊ അതുകൊണ്ട് ഏത് കുപ്പായം അവർക്ക് ചേരും, ഏത് വേഷവും ചേരും, അതിനൊക്കെ അവർ തയ്യാറാണ്. പ്രണയം കിട്ടണം എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അങ്ങനെ സംഭവിച്ചതാണ്. അതിനെ ഞാൻ ലവ് ജിഹാദിന്റെ കൂട്ടത്തിലല്ല പെടുന്നത്. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ വേറെയാണ്. ലവ് ജിഹാദ് കേരളത്തിൽ ഉണ്ടോ? ഇല്ല എന്ന് അന്ന് കണ്ണടച്ച് നുണ പറയുന്നവരാണ് നമ്മുടെ എല്ലാ ബുദ്ധിജീവികളും. നുണ പറയുകയാണ്. കാരണം എന്താ കാര്യം എന്ന് വെച്ചാൽ, അതിന് പറയുന്ന തെളിവ് എന്താ വെച്ചാൽ, ലവ് ജിഹാദ് ഉണ്ട് എന്നതിന് കോടതിയിൽ കേസുണ്ടോ? ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഇഷ്യൂ എന്താണ് ആരിഫിന് അറിയില്ല. എത്ര സെൻസിറ്റീവ് ആണ് ആ ഇഷ്യൂ? എനിക്കറിയാവുന്ന എത്ര കേസ് ഉണ്ട്. നമ്മുടെ ഈ ഒന്നാമത് ഇതിനകത്ത് ഈ കുടുംബ മഹിമ, പെൺകുട്ടിയുടെ ഭാവി, കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ ഭാവി, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. ആരും അത് കഴിയുമെങ്കിൽ കോടതിയിൽ എത്തിക്കൂല. ഇമാതിരി എന്തെന്ത് കേസുകളുണ്ട് എന്റെ നാട്ടിൽ. ഇപ്പൊ കൊണ്ടോട്ടിയിൽ തന്നെ എനിക്കറിയാവുന്ന കേസുകളുണ്ട്. ആരും കോടതിയിൽ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട്, അതും ഗതികേട് കൊണ്ടാണ്. ദൈവമേ, കോടതി പോയി പോലും എനിക്ക് പറയാൻ നിവൃത്തിയില്ലല്ലോ, പറഞ്ഞാൽ എന്റെ കുടുംബം ബാക്കിയുള്ളവരും കുടുങ്ങുമല്ലോ, അവരും ദുരിതം, അവർക്കും അവരുടെ ഭാവി മങ്ങിപ്പോകുമല്ലോ എന്നുള്ള സങ്കടം കൊണ്ടല്ലേ കോടതി പോയി പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് ലവ് ജിഹാദ് ഇല്ല എന്നാണ്. ഇനി ഞാനൊരു കാര്യം ആരിഫ് ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. 80കളിൽ ഞാൻ ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന കാലത്ത്, എന്റെ ഒരു ഓർമ്മ 84-ലോ 85-ലോ ആണ്, ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വലിയൊരു വാർത്ത 1-ാം പേജിൽ കൊടുത്തിരുന്നു. എന്താ വാർത്ത എന്ന് വെച്ചാൽ, RSSന്റെ ഒരു ലഘുലേഖ ആർക്കോ ചോർന്ന് കിട്ടിയെന്ന്. RSSന്റെ ആണോ ഏതോ ഒരു അവരുടെ ഒരു ഔട്ട്ഫിറ്റിന്റെ ഏതോ ഒരു ഘടക, അവരുടെ ഒരു സംഘടനയുടെ. അതിലെന്താന്ന് വെച്ചാൽ, മുസ്ലിം സഹോദരങ്ങളുമായി നിങ്ങൾ പ്രണയബന്ധത്തിൽ ഏർപ്പെടണം. ഹിന്ദു ചെറുപ്പക്കാർ മുസ്ലിം സഹോദരിമാരും മുസ്ലിം പെൺകുട്ടികളുമായി പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അവരെ വശീകരിക്കണം. അങ്ങനെ അവര് വന്ന് 2 കാര്യമുണ്ട്. ഒന്ന്, നിങ്ങൾ അവരുമായി പ്രണയത്തിൽ ഏർപ്പെടുമ്പോൾ ഒന്നുകിൽ ആ നാട്ടിൽ ഒരു കലാപം ഉണ്ടാവും. അത് അവിടെ ഒരു സാംസ്കാരികമായ ധ്രുവീകരണത്തിന് ഗുണം ചെയ്യും. ഒന്ന്. ഇനി അതല്ല, അവര് മതം മാറി നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറായാൽ നമുക്ക് ഒരു എന്താ പറയാ, വംശശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു അജണ്ടയിൽ നടക്കും എന്ന്. ഘർ വാപ്പസി. അപ്പോ
അങ്ങനെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഞാനത് രണ്ടിനെയും ശരിവെക്കുകയോ തള്ളിക്കളയോ ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കുന്നത് RSSനെ കുറിച്ച് ഇത്തരം വാർത്തകൾ ഉള്ളതാണോ, ഇനി അന്ന് നമുക്ക് അറിഞ്ഞുകൂടാ വ്യാജമാണോ അല്ലയോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്. അത് ഉത്തരവാദപ്പെട്ടവർ കണ്ടെത്തേണ്ടതും പഴയ ന്യൂസ് ഫയലൊക്കെ നോക്കേണ്ടതുമാണ്. ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്. അങ്ങനെ ഒന്ന് സംഭവിക്കാമെങ്കിൽ RSSന് ബദലായി RSSന്റെ സകലമാന രീതിശാസ്ത്രങ്ങളും അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് രൂപപ്പെട്ട എത്ര സംഘടനകളുണ്ട് കേരളത്തിൽ, ഇന്ത്യയിലില്ലേ? അതെ. ഇവർ ഇതേ രീതിശാസ്ത്രം പ്രയോഗിക്കുന്നു എന്ന് പറയുന്നതിന്റെ പേരാണല്ലോ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഉം. എത്ര പേര്, ഇപ്പൊ ഈ എടുത്ത കേസുകൾ എത്ര എണ്ണത്തിനെ മതം മാറ്റി, എത്ര എണ്ണത്തിനെ അഫ്ഗാനിസ്ഥാനിലേക്ക് പറഞ്ഞ്, എത്ര പേരെ യമനിലേക്ക് കടത്തിക്കൊണ്ടുപോയി, NIA രജിസ്റ്റർ ചെയ്ത കേസ് ഇപ്പോഴും തോരാത്ത കണ്ണീര് എത്ര അമ്മമാര് കുടിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ളപ്പോഴും ഇല്ല. പറയേണ്ടത് എന്താണ്? പ്രണയത്തിന്റെ മുമ്പിൽ മതം, സമ്പത്ത്, ജാതി തുടങ്ങിയ ഒരു സംഗതികളും വരാൻ പാടില്ല. പ്രണയം വിശുദ്ധമായൊരു വികാരമാണ്. പ്രണയത്തിന് വേണ്ടി പ്രണയത്തിന്റെ പേരിൽ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, മതേതരമായ വിവാഹങ്ങളെ എന്നും പ്രോത്സാഹിപ്പിക്കേണ്ടവരാണ് നമ്മൾ. അത് അംബേദ്കർ തന്നെ പറഞ്ഞ കാര്യം അതാണ്. ജാതീയതക്കെതിരെയുള്ള ഏറ്റവും വലിയ സമരം മിശ്ര വിവാഹങ്ങളാണ്. അതിന് ആർക്കും വിരോധമില്ല. മിശ്ര വിവാഹമാണെങ്കിൽ അത് മിശ്ര ജീവിതം കൂടി ആവണം. വേണ്ടേ? മരണം വരെ ഈ ജാതിക്ക് എന്തിരിക്കുന്നു അതിനകത്ത്, മതത്തിന് എന്തിരിക്കുന്നു പ്രണയത്തിൽ? അപ്പൊ ഒന്നുകിൽ നമ്മുടെ കുട്ടികൾ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എന്താണോ അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റി, അവരുടെ അസ്തിത്വം എന്താ, മേൽവിലാസമാണ്. ഞാനിപ്പോ കൊണ്ടോട്ടിയില് അടങ്ങുപുറത്ത് രായൻകുട്ടിയാജിയുടെ മോനാ, അതെന്റെ ഐഡന്റിറ്റിയാണ്. ആ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് എനിക്ക് പ്രണയിച്ചൂടാ? എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ അതാണല്ലോ പ്രണയം. ഞാൻ എന്റെ മക്കളോടും പറയുന്ന കാര്യം അതാണ്. പ്രണയിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കാൻ പറ്റണം. അതിൽ മതം എന്ന് പറയുന്ന ഒരു എലമെന്റ് കയറി വരാനേ പാടില്ല. അങ്ങനെ എസ്റ്റാബ്ലിഷ്മെന്റിന് എന്ത് കാര്യം? പ്രണയം എന്ന് പറയുന്ന അങ്ങേയറ്റം കാൽപ്പനികമായ ഒരു വിശുദ്ധ മൂല്യത്തിനകത്ത് മതത്തിന് എന്ത് കാര്യം? വരാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, മതം വന്നാൽ അത് പ്രണയമല്ലതാനും, അതൊരു കെണിയാണ്, ചതിയാണ്, ട്രാപ്പാണ്. അതിന് ലവ് ഇല്ല അതിനകത്ത് അത് മതം മാത്രമേ ഉള്ളൂ. അത് ഈ പറയുന്ന ജിഹാദ്, സത്യത്തിൽ ജിഹാദ് പോലും അതല്ല എന്ന് ആരിഫിന് അറിയാലോ. ജിഹാദ് എന്ന് പറയുന്നത് എന്റെ ഉള്ളിലുള്ള പിശാചിനെ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കേണ്ട ദൈവികമായ ശക്തി കൊണ്ട്, കരുത്തുകൊണ്ട്, എന്റെ മൂല്യബോധം കൊണ്ട് തകർക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയേണ്ടത്. ഇവരീ പറയുന്ന സാധനമൊന്നും അല്ല. അതൊരു വേർഷൻ ഓഫ് ജിഹാദാണ് കേട്ടോ. അല്ല, അങ്ങനെ ഒരു ജിഹാദ് ഉണ്ട്, ഉറപ്പല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ഖുർആന്റെ ഒക്കെ ഒരു സൗകര്യം എന്താന്ന് വെച്ചാൽ ഈ ഞാൻ പറയുന്നത് വെച്ചാൽ ഖാജാൻ മൊയിനുദ്ദീൻ ചിശ്തിക്കും ബിൻ ലാദനും ഒരേ വാക്യം ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ചിലപ്പോ ഒന്ന് ഉരസേണ്ടി വരിക. അല്ല, തീർച്ചയായിട്ടും. അല്ലെ, വന്നോളൂ. ഞാൻ പറയുന്നത് കാര്യം ഇത്രേ ഉള്ളൂ. ആരിഫിന്റെ പഠനം, ആരിഫിന്റെ വീക്ഷണം അതെന്തുകൊണ്ട് പ്രസക്തമാണെന്ന് ഞാൻ പറഞ്ഞത്. അത് എന്നെ ചിന്തിപ്പിക്കും. അത് കൂടി ചേർന്നതാണ്. ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് പറയും, ആരിഫ് ഹുസൈൻമാർ കൂടി ചേർന്നതാണ് ഇസ്ലാം എന്ന് കൂടി ഞാൻ പറയും. അതാണ് ഞാൻ നേരത്തെ അല്ലാമ ഇക്ബാലിനെ കോട്ട് ചെയ്തതാണ്, ചിന്തിപ്പിക്കുന്ന മനുഷ്യന്മാർ. എന്നോട് ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് ബോധ്യപ്പെടും. ഇപ്പൊ ഒരു വലിയ സുന്നി പണ്ഡിതൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് നിനക്കറിയായിരിക്കും അദ്ദേഹം. അപ്പോ ഞാനിപ്പോ പേര് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല, സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞായതുകൊണ്ടാണ്. അപ്പോ അതല്ല, മോശം കാര്യമൊന്നുമല്ല. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ചേകനൂരില്ലാത്ത ഒരു കേരളം എന്നെ സങ്കടപ്പെടുത്തുന്നുണ്ട്. കാരണം എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഇസ്ലാമിക സമസ്ത മുഷാവറാംഗമാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, എല്ലാ ദിവസവും നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ പോലും പുതിയ പുതിയ ചോദ്യങ്ങൾ തരുമായിരുന്നു അദ്ദേഹം. അതിനെ അന്വേഷിച്ചിട്ട് ഈ സാധാരണ മനുഷ്യരോട് എന്ത് പറയണം എന്ന് അന്വേഷിച്ച് കണ്ടെത്തുമായിരുന്നു. ഞങ്ങളെ പണിയെടുപ്പിക്കുമായിരുന്നു. അതാണ് അല്ലാമ ഇക്ബാൽ പറഞ്ഞത്, മനുഷ്യനെ ക്രിയേറ്റീവ് ആക്കുന്ന ഒരു സാധനമാണ് ആസ്തികൻ എന്ന് പറയുന്നത്. അവൻ നാസ്തികനല്ലാതെ പറയുന്നത്. അതുകൊണ്ട് ആരിഫ് ഹുസൈനും AP അഹമ്മദ് ഒക്കെ ചേർന്ന ഒരു സാധനത്തിനെ നമുക്ക് എന്ത് പേര്, ഇസ്ലാമിയത്ത് എന്ന് പറയുന്നതിനെ ഇൻസാനിയത്ത് എന്ന് പേരിട്ടാൽ എന്താണ്? എല്ലാം അത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തെ മതം മാറ്റാൻ ചെന്നപ്പോ ഞാൻ എന്നോ ക്രിസ്ത്യനായി കഴിഞ്ഞല്ലോ, ഞാൻ എന്നോ ഇസ്ലാമായി കഴിഞ്ഞല്ലോ എന്ന് എല്ലാവർക്കും പറഞ്ഞൂടെ എന്ന്. ഈശ്വർ അല്ലാ തേരെ നാം ആണെങ്കിൽ സഹോദരൻ അയ്യപ്പനും ഈ ഇദ്ദേഹവും നമ്മുടെ വാഗ്ബടാനന്ദനും തമ്മിൽ എന്താ തർക്കം? രണ്ടുപേരും തമ്മിൽ വിരുദ്ധമായ വചനങ്ങളല്ലേ ഉച്ചരിച്ചത്? ഓർമ്മയില്ലേ അത് ആലോചിച്ച് നോക്കൂ. ജാതി അതാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ഗുരുവിന്റെ വാക്യം
ഉച്ചത്തിൽ ആർത്തു വിളിച്ചുകൊണ്ട് വാഗ്ബടാനന്ദൻ സംസാരിക്കുമ്പോൾ അതേ വേദിയിൽ ഇരുന്നുകൊണ്ട് അതേ മറ്റൊരു അരുമ ശിഷ്യൻ വിളിച്ചു പറയുന്നത് ജാതി വേണ്ട ഗുരു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്നാണ്. ഞാൻ ആലോചിക്കുമ്പോ ആരിഫെ, നമ്മൾ തമ്മിൽ തർക്കിക്കാവുന്നതും ഒരുപക്ഷെ വലിയ സ്നേഹ സംവാദങ്ങളിലേക്ക് വളർത്താവുന്നതുമായ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഞാൻ മാത്രമല്ല, പലരും അത് ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് CH മുസ്തഫ മൗലവിയോടൊക്കെ സംസാരിക്കാവുന്ന ഒരു വിഷയമാണ്. സംസാരിക്കാവുന്ന ഒരു വിഷയമാണ് അദ്ദേഹം. അപ്പൊ അതിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യം ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അവസാനത്തെ വാക്ക് പറഞ്ഞാൽ തീർന്നു. അത് ഉണ്ടല്ലോ, ഗുരുദേവനും അത് തന്നെയാ പറഞ്ഞത്. മനുഷ്യന് എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റ് സമ്പർക്കങ്ങളൊക്കെ അന്യം നിന്ന് പോകും. അങ്ങനെ എനിക്ക് തോന്നുന്നു വാക്കുകൾ തമ്മിൽ ഭാഷ കൊണ്ടൊക്കെയാണുള്ള കലഹം പലപ്പോഴും നടക്കുന്നത്. ഇപ്പൊ ഇതാ എന്റെ ഈ പള്ളിയിൽ നിന്ന് രാവിലെ സുബൈക്ക് മുമ്പ് ഒരു വചനം വായിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്, ഖുർആൻ ഓതുന്നത്. ഈ സുബൈ ബാങ്കിന്റെ മുമ്പ് വചനം എന്താ വെച്ച് കഴിഞ്ഞാൽ വലില്ലാഹിൽ മശ്രിഖി വൽ മഗ്രിബി വഅതൈനാഹും തുവല്ലു വസമ്മ വജ്ഹുല്ലാഹി എന്ന് പറഞ്ഞ വാക്യമുണ്ട്. അപ്പോ ആദ്യമൊക്കെ ഞാനത് കേട്ടപ്പോ എല്ലാ ദിവസവും അത് തന്നെ. അപ്പൊ അത് ഒരിക്കൽ ഞാൻ ആ ഉസ്താദിനെ കണ്ടപ്പോ ഒന്നും മാറ്റി പിടിച്ചുകൂടെ ഉസ്താദ്, ചായക്കടയിൽ കണ്ടപ്പോ ചോദിച്ചാ. ആ ഉസ്താദ് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, അപ്പുറത്തെ നമ്മുടെ ക്ഷേത്രം എന്നാ പറഞ്ഞിട്ട്, അത് വളരെ സ്നേഹത്തോടെ കഴിയുന്ന ഒരു നാടാണ്. അപ്പുറത്തെ ക്ഷേത്രത്തിൽ നിന്ന് എന്നും കേൾക്കുന്ന, മലയാളത്തിൽ കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, ഗാനം, രാവിലെ അറിയാലോ, തൂണിലും തുരുമ്പിലും പുല്ലിലും പുഴുവിലും ദൈവം ഇരിക്കുന്നു എന്നുള്ള പാട്ടാണ്. അപ്പൊ അതിനെന്താ ഉസ്താദേ, ഞാൻ ഈ പറഞ്ഞ സൂറത്തിന്റെ അർത്ഥം ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു എന്നോട്. ഈ ആയത്തിന്റെ അർത്ഥം അതാണ്, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിനാണ്, എവിടെ തിരിഞ്ഞാലും അള്ളാഹുവിന്റെ മുഖങ്ങളുണ്ട്. ഇത് അറബിയിൽ കേൾക്കുമ്പോൾ എന്റേതാണെന്ന് തോന്നുകയും പച്ച മലയാളത്തിൽ അപ്പുറത്തുനിന്ന് കേട്ടാൽ ആരാന്റേതാണെന്ന് തോന്നുകയും ചെയ്യുന്നതാണ് നമ്മളെ പ്രശ്നം. ഈ വേദങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്നു ഭാഷക്ക് അതീതമായ ഒരു സംവേദനം നടക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ചെയ്യുന്ന പലരും ഉണ്ട്, ചിന്തിക്കുന്ന പണ്ഡിതന്മാരും ഉണ്ട് ആ വകയിൽ. ഒരു കാര്യം ഞാൻ സമ്മതിക്കുകയാണ്. അതായത് ഈ ഉസ്താദുമാരായിട്ടുള്ള, അതായത് ഈ പള്ളിയിൽ ഖത്തീബുമാരായിട്ടൊക്കെ ഉള്ള പല ആളുകളും, ഞാനൊക്കെ കുട്ടിക്കാലം മുതൽ വളർന്നു വന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ സംഗതി ഞാൻ പഠിച്ചിരുന്നതും ഫോളോ ചെയ്തിരുന്നതും ഈ സലഫി മേഖലയിലുള്ള ഒരു ഇസ്ലാം ആയതുകൊണ്ട് തന്നെ വളരെയധികം അവജ്ഞയോടുകൂടി കണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ഈ പറയുന്ന സുന്നി വിഭാഗത്തിലുള്ള പണ്ഡിതർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആളുകൾ. എന്നാൽ ഞാൻ ഇന്ന് ആലോചിക്കാറുണ്ട്, ഞാൻ അത് തുറന്നു പറയാണ്, ഇപ്പൊ ഞാൻ വളർന്നു വന്ന നമ്മുടെ കുട്ടിക്കാലത്ത് സ്പെൻഡ് ചെയ്ത ആ പള്ളി മഹലിലെ അവിടുത്തെ ഖത്തീബ് ഒരു അറബി അധ്യാപകനായിരുന്നു. അദ്ദേഹം അഫ്ളലുൽ ഉലമ ഒക്കെ കഴിഞ്ഞ് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാവൊക്കെ ആയിട്ടുള്ള ഒരു മൗലവി ഉസ്താദ് എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത് തന്നെ. ഞാൻ ഈ മതം വിടുന്ന വിഷയവും അതല്ലെങ്കിൽ ഈ എക്സ് മുസ്ലിം എന്നുള്ള സംഗതിയൊക്കെ ഇന്ന് ചെയ്യുന്നത് ഒരു പക്ഷേ ആർക്കെങ്കിലും വേണ്ടി ഞാൻ അത് കൺട്രോൾ ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ, അത് എൻ്റെ പാരൻസിന് വേണ്ടിയിട്ടോ ഭാര്യ കുട്ടികൾ ഇവരെ മുഖം ഓർത്തിട്ട് ഞാനത് നിർത്തില്ലായിരുന്നു. എന്നാൽ ഈ മൗലവി ഉസ്താദ് ഇന്ന് ജീവനോടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാനത് കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തെ പോലെ ഒരു മാന്യനായ ഒരു വ്യക്തി, ആ ഞങ്ങൾ ജീവിച്ചിരുന്ന ആ ഒരു ചാത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ആ പള്ളിയും ആ പരിസരവും അത് മതേതരമായിട്ട് നിലനിൽക്കുന്നതിനും അവിടെ മറ്റൊരു സലഫി പള്ളി അതിൻ്റെ മിനാരം പൊങ്ങുന്നത് തടയിട്ടതും ഈ സുന്നി വിഭാഗത്തിൽ തന്നെയുള്ള വിഭാഗീയത അത് അവിടെ വളരുന്നതിന് തടയിട്ടതും എല്ലാം ഈ ഒരൊറ്റ വ്യക്തിയായിരുന്നു. ഇദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, മുജാഹിദ് ആശയം വരുമ്പോൾ ഞാൻ ഇത് സാന്ദർഭികമായിട്ടൊന്ന് എൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാന്ന് വിചാരിക്കുകയാണ്. യെസ്, ഇദ്ദേഹം നമുക്കറിയാലോ, ഈ മുജാഹിദ് ആശയം വരുന്നത് ഏത് വഴിയിലൂടെയാണ്? അത് ബിദ്അത്തിനെ കൊല്ലുക എന്നും പറഞ്ഞിട്ടാണ് വരിക. പുത്തൻ ആചാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അന്ധവിശ്വാസങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഈ മൗലവി ഉസ്താദ് എന്താ ചെയ്തത്? അപ്പോൾ നമ്മുടെ നാട്ടിലും കുറെ മുജാഹിദ് ആശയം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അത് വലിയ സംഭവമാണെന്ന് ധരിക്കുന്ന ഒരാളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം ആ പള്ളിയിൽ അത്തരം ആശയങ്ങൾക്കൊക്കെ ഒരു ബ്രേക്ക് ഇട്ടു. ഇവിടെ അത്ര അധികമൊന്നും വേണ്ട, നമുക്ക് ഏറ്റവും മിനിമം മതി എന്ന് വെച്ചാൽ എല്ലാവരെയും ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ബിദ്അത്ത് പോലും, മുജാഹിദുകൾ ഉയർത്തുന്ന വാദത്തെ പോലും പകുതിക്കെങ്കിലും അല്ലെങ്കിൽ അർദ്ധവിരാമം എന്നൊക്കെ പറയുന്ന രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നടക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിന്റെ ഇടയിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള വിഭാഗീയത പോലും വളരുന്നതിന് തടസ്സം നിന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ കാലശേഷമൊക്കെ നമ്മൾ കാണുന്നത് പൂർണ്ണമായിട്ടും ഈ ആ വിഭാഗീയതയ്ക്ക് വഴിപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നതും മറ്റ് ആശയങ്ങൾ വേരോടുന്നതും, ഇവര് വെള്ളിയാഴ്ച പള്ളി സമയം, ജുമായുടെ സമയമായാലും പെരുന്നാളായാലും മഹലിൽ പള്ളിയിൽ ആളില്ലാത്ത അവസ്ഥയായി പിന്നീട്. കാരണം എല്ലാവരും നേരെ പോകുന്നത് ഈദ്ഗാഹിലേക്കാണ്.
ആ ലെവലിലേക്ക് കാര്യങ്ങൾ മാറുന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മളെ മൊയിനുദ്ദീൻ ചിഷ്ടിയുടെ കാര്യം പറഞ്ഞു, ഒസാമ ബിൻ ലാദന്റെ കാര്യം പറഞ്ഞു. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു വടംവലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വടംവലി ഏറ്റവും അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ലാദനും ചിഷ്ടിയും തമ്മിലുള്ള ആ വടംവലി. ഇവിടെ ലാദൻ ശക്തി പ്രാപിക്കുന്നു എന്നിടത്താണ് നമ്മളെ പോലെയുള്ള ആളുകൾ ഇത് ശക്തമായിട്ട് ഇത് പറയേണ്ടതായിട്ട് വരുന്നതും മറയില്ലാതെ കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരുന്നത്. ഇവിടെ മാഷ് പറഞ്ഞ പോലെ ആ ചിഷ്ടിയുടെ ഭാഗമായിരുന്നു ഇവിടെ വിജയിച്ചു നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റോളില്ല. ഞാൻ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് ടാഗ് ഒട്ടിച്ച് നടക്കേണ്ട ആവശ്യമില്ല. മാഷെ പോലെയുള്ള ആളുകൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഗതി, ചില കാര്യങ്ങൾ മാഷ് ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചിട്ട് പണ്ടൊരു ചെറിയൊരു കാര്യം പറഞ്ഞു വെച്ചത്, ഈ ഭിന്നലിംഗക്കാരുടെ വിഷയം, അത് ഇസ്ലാമിൽ അതിനൊരു സ്ഥാനമുണ്ട് എന്ന രീതിയിൽ ഒരു സംഭാഷണ ശകലം കേൾക്കാനിടയായി. അപ്പം ഞാൻ അന്ന് ഇങ്ങനെ ആലോചിച്ചു, അപ്പോൾ അതിൽ പറഞ്ഞു വരുന്നത് ഇസ്ലാമിൽ അവർക്കും സ്ഥാനമുണ്ട് എന്ന രീതിയിലാണ് മാഷ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇസ്ലാമിൽ അവർക്ക് സ്ഥാനമില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അവരെയൊക്കെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എറിഞ്ഞു കൊല്ലുന്ന കാഴ്ചയാണ് അറബ് രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുന്നത്. അപ്പൊ നമ്മളിവിടെ പറയുന്ന ഒരു ഹോമോഫോബിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് ഇതിനെ നമ്മൾ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ മാഷ് ഈ രീതിയിൽ പറഞ്ഞു വെക്കുന്നതും കാണുമ്പോൾ സത്യത്തിൽ ഞാൻ ആലോചിച്ചു, എന്നോട് പല ആളുകൾ ഇത് അയച്ചെന്നിട്ട് പറഞ്ഞു മാഷിക്ക് ഒരു മറുപടി കൊടുക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ പറയുമല്ലോ 1-0 അല്ല, ഇതിൻ്റെ ഇടയിൽ ഒരു സ്റ്റെപ്പ് വേണം. ആ സ്റ്റെപ്പായിട്ട് മാഷ് അവിടെ നിൽക്കട്ടെ. മാഷ് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യും. കുറെ കഴിയുമ്പോൾ മാഷ് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ എന്നെ കേട്ടില്ലെങ്കിലും മാഷെ കേൾക്കാൻ ആളുണ്ടാവും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മാഷ് പറയുന്നതിന് നമുക്ക് ഇപ്പോൾ ഒപ്പോസ് ചെയ്ത് അതിനെ എക്സ്പോസ് ചെയ്ത് വലിയ പ്രശ്നമാക്കി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മളന്ന് മിണ്ടിയിട്ടില്ല. അപ്പം ഞാൻ ഇന്നും അത് ഓർക്കുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ചോദിച്ചു വന്നത് ഇതിലേക്കാണ്. ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മാഷ് പറഞ്ഞല്ലോ ഒരു പോസ്റ്റ് മാറാട് ഒരു ഇറ, അതിലൂടെയാണല്ലോ കേരളം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഇറയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുക എന്ന് പറയുന്ന ഒരു വിഷയം. അപ്പോഴും ഇവിടെ നമ്മൾ എടുത്തു കാണുന്ന ഒരു കാര്യം, അത് നന്നായി എന്ന് പറയാൻ ഇവിടുത്തെ പുരോഗമനം പറയുന്ന ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അത് നല്ല കാര്യമായിരുന്നു എന്ന് ഇവിടുത്തെ ഇടതുപക്ഷത്തിന് പോലും പറയാൻ സാധിച്ചിട്ടില്ല. അവരപ്പോഴും RSSനെ ചാരി നിന്നുകൊണ്ടാണ് അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് ഈ ഒരു മാറുന്ന ഇന്ത്യയിൽ അത്തരം തീവ്രവാദ ആശയങ്ങളെ കടിഞ്ഞാനിട്ട് ഒതുക്കുന്നതിൽ ഇന്നിപ്പോൾ നമ്മുടെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് BJP കേന്ദ്ര മന്ത്രിസഭയൊക്കെ ചെയ്യുന്ന കാര്യത്തോട് അതിനെങ്ങനെയാണ് മാഷി കാണുക? അല്ല, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അപകടം, ഈ സംഘപരിവാർ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ സകലമാന നമ്മളിപ്പോൾ ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ എന്നൊക്കെയുള്ള പേരിട്ടിട്ട് ഈ തീവ്രവാദത്തെ വർഗീകരിക്കുന്നത് തന്നെ അങ്ങേയറ്റം അശാസ്ത്രീയമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, പല കാരണങ്ങളാൽ. ഒന്ന് ഈ ഒരു രാജ്യത്തെ തീവ്രവാദത്തിന്റെയും ഭീകരപ്രവർത്തനത്തിന്റെയും അപകടം അതിന്റെ അംഗസംഖ്യ നോക്കിയല്ല തീരുമാനിക്കേണ്ടത്. അതൊരു മനസ്സാണ്, അതിഭീകരമായൊരു മനസ്സാണ്. ആ മനസ്സ് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ എന്റെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ രാവിലെ ബസ് കാത്ത് നിൽക്കുന്ന കുട്ടികളുടെ കാൽച്ചുവട്ടില് നാളെ രാവിലെ പൊട്ടിത്തെറിക്കാൻ ഇന്ന് രാത്രി ഒരു ബോംബ് കൊണ്ടുപോയി വെക്കാൻ 10,000 പേരുള്ള ഭീകരപ്രസ്ഥാനം വേണ്ട. ആ മനസ്സാണ് പ്രധാനം. ആ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണെന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് എണ്ണമല്ല പ്രധാനം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഒരു ഗ്ലോബൽ വില്ലേജിൽ ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് എവിടെ നോക്കിയിട്ടാണ് ഭൂരിപക്ഷം ന്യൂനപക്ഷം നമ്മൾ തീരുമാനിക്കുക? മൂന്നാമത്തെ കാര്യം, ലോകത്തില് ഈ സമാധാന പ്രേമികൾ തമ്മിൽ എത്ര തന്നെ ആത്മബന്ധം ഉണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാളും കൂടിയ അളവിലുള്ള ആത്മബന്ധം തീവ്രവാദികൾ തമ്മിലുണ്ട്. ഇനി ഒരു പ്രദേശത്ത് ഒരു തീവ്രവാദ വിഭാഗത്തിന്റെ എണ്ണം കുറവാണെങ്കിൽ ഓർക്കേണ്ട കാര്യം, ആ പ്രദേശത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് ഒരിക്കലും ആ നാട്ടുകാരല്ലല്ലോ. ഓർമ്മ, ജോസഫ് മാഷ കൈവെട്ടാൻ പോയത് മൂവാറ്റുപുഴക്കാരും തൊടുപുഴക്കാരും അല്ലല്ലോ, ആലുവക്കാരും ഒക്കെയാണ്. ഞാൻ പറയുന്നത് അവിടുത്തുകാരല്ല. രണ്ട്, പെന്റഗൺ തകർക്കാൻ പോയത് സൗദി അറേബ്യയിൽ നിന്നല്ലേ? ആലോചിച്ചു. അപ്പൊ ഇതിന് ഈ ഒരു വ്യത്യാസം, ഇന്ത്യയുടെ പാർലമെന്റ് തകർക്കാൻ വന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. അപ്പൊ ഇതൊക്കെ, അതിനൊക്കെ സൗകര്യം ലോകത്തിലുള്ളപ്പോൾ ലോകത്തിൽ എവിടെ തീവ്രവാദം ഉണ്ടായാലും അത് അപകടമാണ്. ലോകത്തിൽ ഇസ്ലാമിക ഭീകരവാദം വളരെ ശക്തമാണ്. അതിനെ ഇപ്പോ സംഘപരിവാർ ഉണ്ട് എന്ന കാരണത്താൽ അതിനെ ഒരു മറയിട്ടിട്ട് ഇതിനെയൊക്കെ പോറ്റുകയും ഇതിനെയൊക്കെ കൂട്ടുചേർക്കുകയും എന്തെല്ലാം നമ്മൾ കേട്ടത് ആലോചിച്ച് നോക്കൂ. 2001 ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ പ്രസംഗം ഞാൻ കേട്ടതാണ്. ഇനി അങ്ങോട്ട് ഇസ്ലാമിക തീവ്രവാദി ഇല്ലാതെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം സാധ്യമല്ല. അവരോട് കക്ഷി ചേർന്നുകൊണ്ടല്ലാതെ.
ഗുജറാത്ത് കലാപത്തിന് ശേഷം കേട്ടത് ഇനി അങ്ങോട്ട് ഇന്ത്യയിലെ എല്ലാ ന്യൂനപക്ഷ തീവ്രവാദത്തെയും കൂട്ടുപിടിച്ചുകൊണ്ടും സംഘപരിവാറിനെ നേരിടണം. ഇതൊക്കെയാണ് ഇതിനെ വളർത്തിയത്. ഇപ്പോ അതിന് വലിയൊരു അന്തരീക്ഷം വന്നു. എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയമായി ഇപ്പോ ഒറ്റക്കാര്യം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ആരിഫിന് അത് ബോധ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവേണ്ടതാണ്. ഞാൻ പറയുന്നത്, നമ്മളിപ്പോ ഇന്ത്യ മതരാഷ്ട്രമായി തീർന്നിരിക്കുന്നു, ഹിന്ദു രാഷ്ട്രമായി തീർന്നിരിക്കുന്നു എന്ന് നമ്മൾ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച് പ്രചരിപ്പിക്കുകയാണ്. അത് ആർക്കാണ് ഗുണം ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നത് ഇന്ത്യയിലെ സെക്യുലർ മനസ്സുകളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും. പിന്നെ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തും. അത് സാധ്യമല്ല എന്നിപ്പോ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാൻ ലോകത്തിൽ ഏത് രാജ്യത്തെ സാധിച്ചാലും ഇന്ത്യയെ എളുപ്പമല്ല എന്ന് നന്നായിട്ട് അറിയാവുന്നവരാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയക്കാരും. അത് ആദ്യം മനസ്സിലാക്കിയ ആൾ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആണുങ്ങളായ ഭരണാധികാരികൾക്ക് ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്ര പവർഫുൾ ആയുള്ള ഒരു ഭരണാധികാരി വേറെ ഭരിച്ചിട്ടില്ല. അവർക്ക് സാധിച്ചിട്ടില്ലല്ലോ. അവരെ ജനം തോൽപ്പിച്ചു പുറത്താക്കിയിട്ട് പിന്നെ പാഠം പഠിക്കുകയാണ് അവരുണ്ടായത്. രണ്ട്, ഇപ്പൊ അതേ കാര്യം തന്നെയല്ലേ എല്ലായിടത്തും. ഇപ്പൊ നമ്മൾ വിളിക്കുന്നത്, ഇപ്പൊ ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം വന്നിരിക്കുന്നു. ജനാധിപത്യ രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ശക്തിയോ ദൗർബല്യമോ ആണ് ഇവിടെ ഏത് വർഗീയവാദിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം കൊടുക്കും. നിങ്ങൾ പോപ്പുലർ ഫണ്ടിനെ നിരോധിക്കുമ്പോൾ SDPI നാട്ടിൽ കൊടിയും പിടിച്ച് അതേ ആളുകൾക്ക് ഇറങ്ങാൻ പറ്റും. കാരണം ഇലക്ഷൻ കമ്മീഷന് അംഗീകാരമുണ്ട് അവർക്ക്. അപ്പൊ ഏത് വർഗീയവാദിക്കും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അംഗീകാരം ഉണ്ടെന്നിരിക്കെ അവർക്ക് ജയിക്കാനും അവകാശമുണ്ട്. ജയിച്ചാൽ അവർക്ക് ഭരിക്കാനും അവകാശമുണ്ട്. എനിക്കും ആരിഫിനും ഇഷ്ടമില്ലാത്തവർക്ക് കൂടി ഭരിക്കാനുള്ള അവകാശത്തിനാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ അവനെ ആരാവട്ടെ, അവന്റെ പ്രത്യയശാസ്ത്രം എന്താവട്ടെ, ജയിച്ചു കഴിഞ്ഞാൽ അവൻ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മൾ അവരെ നേരിടാൻ. അതിനകത്ത് നിന്ന് ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ ചെയ്യുന്നത് സ്വാഭാവികമായും അവരുടെ ഭരണ നടപടിയിൽ അവരുടെ രാഷ്ട്രീയ പക്ഷപാതം കാണും, സ്വജന പക്ഷപാതം ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഇത്തിരി പോകുന്ന സംസ്ഥാനത്ത് ഈ ഫാസിസ്റ്റ് വിരുദ്ധതയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷം ഭരിക്കുന്നിടത്ത് സ്വജന പക്ഷപാതം ഇല്ലേ? നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ ചരിത്ര കൗൺസിലിലും സകലമാന അക്കാഡമികളിലും സ്വജന പക്ഷപാതം നടക്കുന്നില്ലേ? രാഷ്ട്രീയ പക്ഷപാതം നടക്കുന്നില്ലേ? അതിന്റെ കുറെ കൂടി ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ ആയി കൂട്ടിയാൽ പോരെ ഇന്ത്യ. കോൺഗ്രസ് ഭരിച്ച കാലത്ത് അവരുടെ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. BJP ഭരിക്കുമ്പോൾ അവരുടെ ഇഷ്ടം നിയമനങ്ങൾ നടത്തും. ഇതിനെ നേരിടാൻ നമ്മുടെ മുമ്പിലുള്ള മാർഗങ്ങൾ 3 ആണ്. 1, തെരഞ്ഞെടുപ്പിലൂടെ തോൽപ്പിക്കണം, വേറെ വഴിയില്ല. 2, ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ജനകീയമായ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ ഭരണഘടനാദത്തമായ മാർഗത്തിൽ നടത്താം. 3ാമത്തെ മാർഗം കോടതിയിൽ പോയിട്ട് ചലഞ്ച് ചെയ്യാം, ചോദ്യം ചെയ്യാം. ആ 3 മാർഗങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. പാകിസ്ഥാനിലെ പോലെ കോടതി ഭരണം വന്നിട്ടില്ല, പട്ടാള ഭരണം വന്നിട്ടില്ല. കോടതിയും പട്ടാളവും ഭരിക്കുന്ന നാടല്ല നമ്മുടെ നാട്. ഇപ്പോഴും ജനാധിപത്യമാണ്. അങ്ങനെ കാണണം. അങ്ങനെ കാണേണ്ടതിന് പകരം ഒരു സാധാരണ ജനാധിപത്യ പ്രക്രിയ മാത്രമാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവരോട് സംവാദം നടത്തേണ്ടതാണ് ഇന്ത്യയിലെ ഒരു മാർഗം. അതിന് പകരം അവരോട് സംവാദത്തിൽ ഏർപ്പെടുന്ന നേരം കൊണ്ട് അവരെ അകറ്റി നിർത്തുകയും അവരെ ശത്രുവായി പ്രഖ്യാപിക്കുകയും അവരിതാ ഹിന്ദു രാഷ്ട്രം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് ഹിന്ദു രാഷ്ട്രത്തിനെതിരായി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഇസ്ലാമിക രാഷ്ട്രവാദിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹിന്ദു രാഷ്ട്രത്തിനെതിരായി ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി ഉണ്ടാക്കിയാൽ എന്തായിരിക്കും അതിന്റെ ഫലം? അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അപകടമാണ്, വലിയ അപകടമാണെന്ന് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. എനിക്കിതുവരെ ആ നിലപാട് ആരെങ്കിലുമൊക്കെ ഈ എതിര് പറയുമെന്നല്ലാതെ ബോധ്യപ്പെടുന്ന മട്ടിൽ ആരും അത് വിശദീകരിച്ച് കണ്ടിട്ടില്ല. ഇപ്പോ വന്ന് എന്തൊക്കെയാ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കും. ഒരു ഇടതുപക്ഷ ബുദ്ധിജീവി, എനിക്ക് പ്രിയപ്പെട്ട ആളാണ്, അദ്ദേഹം പറയുന്നത് കേട്ടോ, അംബേദ്കറുടെ മാർഗം സ്വീകരിക്കണം. അംബേദ്കറുടെ മാർഗം ഭരണഘടനാദത്തമായ മാർഗം സ്വീകരിക്കണം എന്നല്ല. അംബേദ്കർ അവസാനം ഇപ്പോ മരിക്കുന്നതിന്റെ 1 മാസം മുമ്പ് അദ്ദേഹം 1.5 മാസം മുമ്പ് അദ്ദേഹം കാണിച്ച പണി എന്താന്ന് വെച്ചാൽ, ഈ ഇന്ത്യ ശരിയല്ല, കാരണം ഇവിടെ ബ്രാഹ്മണിക്കൽ ഹിന്ദുവിന് വലിയ മേധാവിത്വം ഉണ്ട്, അതിൽ നിന്ന് അധസ്ഥിത വിഭാഗത്തിന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അദ്ദേഹം 10-20 കൊല്ലം 1956 36 പ്രഖ്യാപിച്ചിട്ട് 56 വരെ 20 കൊല്ലം ലോകത്തിലെ ലഭ്യമായ എല്ലാ മതങ്ങളെ കുറിച്ച് പഠിച്ചിട്ട്, അങ്ങനെ ഒരാൾക്ക് മതം മാറാൻ അവകാശമുണ്ട് ബോധ്യപ്രകാരം. അദ്ദേഹം മതം മാറി, ബുദ്ധമതത്തിലേക്കാണ് അദ്ദേഹം പോയത്. ലഭ്യമായ മതങ്ങളിൽ ഏറ്റവും ശരി ബുദ്ധമതമാണെന്ന് അദ്ദേഹം തീരുമാനിച്ചത് അദ്ദേഹത്തിന്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബുദ്ധിജീവികൾ, ഇപ്പൊ ഇടതുപക്ഷ ബുദ്ധിജീവികൾ പറയുന്നത്, അക്കാലത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാഹ്മണിക്കൽ മതത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷ മതം ബുദ്ധമതമാണ്. എന്നാൽ ആധുനിക ലോകത്ത് ഇന്ത്യയില് ബ്രാഹ്മണിക്കൽ ഹിന്ദുവിന്റെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷ മതം ഇസ്ലാമാണ്. അതുകൊണ്ട് നമ്മൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് പോകാം.
ഒരു എങ്ങനെയാണ്? ചെലവുമില്ല ആരിഫെ. ഇവർക്ക് മതപരിവർത്തനം അതെ. നടത്തി കൊടുക്കാനുള്ള മഹാബുദ്ധിജീവികളെ ഒരു വലിയ ഹൈലി പെയ്ഡ് ആണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശത്രുക്കള്, ഉം, ഉം, എതിരാളികള്. ഞാൻ അതിന്റെ ഉം. കണക്കെടുത്തിട്ടില്ല. എന്തായാലും ഇവർക്ക് വലിയ പാരിതോഷികങ്ങളോ അവസരങ്ങളോ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ കാര്യം ഞാൻ പറയുന്നത്. യെസ്. അത്തരക്കാരുണ്ട്. എന്തായാലും നമ്മളുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പൊ ഈ ആ. പറഞ്ഞതിന്റെ ഒരു ചെറിയ കാര്യം ഞാൻ ചോദിക്കുകയാണ്. അംബേദ്കർ തന്റെ പുസ്തകങ്ങളിലൂടെ, സംസാരങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ പറഞ്ഞ പല കാര്യങ്ങളും ഇന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് അംബേദ്കർ ഒരു സംഖ്യയായിട്ട് ചാപ്പകുത്തപ്പെടില്ലായിരുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ല, അംബേദ്കർ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ 921 മലബാർ കലാപത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ പോലും അതെ. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ അംബേദ്കർ പറഞ്ഞ കാര്യങ്ങളാണ് ഇവർ ഉയർത്തി കാണിക്കുന്നത്. ഞാൻ പറയുന്നത് 921 മലബാർ കലാപം സത്യമായും അത് ദേശീയ വിരുദ്ധമായിരുന്നുവെന്നും ഇന്ത്യയിലെ ഉം, ഹിന്ദുക്കളെ ദ്രോഹിച്ചിട്ടുണ്ടെന്നും കൃത്യമായിട്ട് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഉം, കാര്യങ്ങൾ. ആർക്കാണ് ഇപ്പൊ അംബേദ്കറെ സ്വീകരിക്കാൻ പറ്റുക? ഇന്ത്യയിൽ ആർക്കെങ്കിലും സ്വീകരിക്കാൻ പറ്റുമോ ഇന്നത്തെ അംബേദ്കറെ? ഐ മീൻസ് യഥാർത്ഥ അംബേദ്കറിനെ ഇന്ന് ആർക്കും അതെ. സ്വീകരിക്കാൻ പറ്റും? ഉം, ആലോചിച്ച് നോക്കൂ. അത് ഉം. വളരെ ശരിയാണ്. അംബേദ്കർ ഓ, ഇന്നിപ്പോ ചിലർ വളരെ സൗകര്യപൂർവ്വം അദ്ദേഹത്തെ സംഘീന്ന് മുദ്രകുത്തുമായിരുന്നു. ഉം, തീവ്ര അതുകൊണ്ട് കേട്ടോ. അദ്ദേഹം ഉം. അദ്ദേഹം പറഞ്ഞു ഞാൻ സ്റ്റേറ്റ് സോഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞ ആളാണ്. അതെ. ഇന്ത്യയിലെ ഈ അവസരവാദി കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റുകൾക്ക് ആലോചിക്കാൻ പറ്റാത്ത അവരെയാണ് അദ്ദേഹം വലിയ തോതിൽ വെല്ലുവിളിച്ചത് കേട്ടോ. ഉം, കോൺഗ്രസ് ഉം, ആയിരുന്നില്ല, അറിയാലോ. ഒരിക്കൽ ഉം. പോലും നാലണയുടെ മെമ്പർഷിപ്പ് കോൺഗ്രസിൽ എടുത്തിട്ടില്ല. എല്ലാ ഇല്ല. കാലത്തും കോൺഗ്രസിനെതിരായിരുന്നു. അദ്ദേഹം സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി എന്നാണ് അതിന് പേര് കൊടുത്തത്. ILP എന്നാണ്. ലേബർ ഉം, പാർട്ടിയാണ്, തൊഴിലാളി പാർട്ടിയാണ് ഉണ്ടാക്കിയത്. ഉം. എന്നിട്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെയാണ് വെല്ലുവിളിച്ചത്. കമ്മ്യൂണിസ്റ്റുകാരാണ് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യം കൂടി അദ്ദേഹം ചേർത്ത് പറഞ്ഞു. പുസ്തകം വായിക്കുന്നതിനെ കുറിച്ച് അന്ന് വലിയ നേതാക്കൾ, ഇപ്പോഴത്തെ ആളുകളെ പോലെയല്ല, വലിയ PC ജോഷിയെ പോലുള്ള വലിയ നേതാക്കന്മാർ ഉം, പുസ്തകം വായിക്കണം, പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ വെല്ലുവിളി ഇപ്പോഴും അൺചലഞ്ചഡ് ആണ്. ഉം. അദ്ദേഹം നടത്തിയ വെല്ലുവിളി എന്താണെന്നറിയോ? നിങ്ങൾ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ആകെ കൂടി നിങ്ങൾ വായിച്ചിട്ടുള്ള മൊത്തം പുസ്തകത്തെക്കാൾ കൂടുതൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതാണ് അംബേദ്കർ. എല്ലാവരും വെല്ലുവിളിച്ച ഒരാളാണ്. മാത്രമല്ല അദ്ദേഹമാണ് ഈ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന സാധനം ഉം, ഉണ്ടല്ലോ, ഉം. സമ്പൂർണമായി നിരോധിക്കണമെന്ന് വാദിച്ച ആളാണ്. അതെ. ഈ സകലമാന സ്വകാര്യവൽക്കരണത്തിനും അദ്ദേഹം എതിരാണ്. അപ്പൊ ഞാൻ ഉം, പറയുന്ന അംബേദ്കറിനെ ആർക്കും ഇന്നത്തെ അംബേദ്കർ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് അംബേദ്കർ ജീവിച്ചിരുന്നെങ്കിൽ വായ്ത്താരിക്കല്ലാതെ ഉം, ആശയമണ്ഡലത്തിൽ ഇന്ത്യയിൽ ആർക്കും, അതിപ്പോ വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനും ഒന്നും സ്വീകരിക്കാൻ കൊള്ളാത്ത ഒരാളായി, അനഭിമതനായ ഒരാളായി ഓരോരുത്തരും അവനവന് ഇഷ്ടപ്പെട്ട തെറിവാക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഉപയോഗിച്ചാണ്. എന്നെയും ആരിഫിനെയൊക്കെ വിളിക്കുന്ന പോലെ സംഘി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കാഫർ എന്ന് വിളിക്കാം. അത് ഈ അതെ. ഒരു കാലത്ത് മൗലികമായി ഈ ഇത്തരം എല്ലാതരം വർഗീയതയോടും പ്രത്യേകിച്ച് ന്യൂനപക്ഷ മുസ്ലിം വർഗീയതയൊക്കെ എതിർത്ത ഉം, എല്ലാവർക്കും ആദ്യം കേരളത്തിൽ ആ പേര് അലങ്കാരമായി സ്വീകരിച്ച് കഴുത്തിലണിഞ്ഞ് നടന്നയാള് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഉം. അപ്പോ വലിയ വിശ്വാസികൾക്ക് പോലും ആ പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആരിഫിനൊക്കെ അത് കിടന്നോട്ടെ, അത് അലങ്കാരമാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. അവസാനമായിട്ടൊരു ചോദ്യമാണ്. ഇപ്പൊ മാഷി ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും ഒരു മുസ്ലിം വിരുദ്ധൻ മതത്തിനകത്ത് നിൽക്കുന്ന ഒരാള് അതിന് പള്ളിയായിട്ടൊക്കെ ക്ലോസ് കോണ്ടാക്റ്റുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആഹ് ഇല്ല. എന്നാ പോലും ഇതുപോലെയുള്ള വിഷയങ്ങൾ പലപ്പോഴും പറയുമ്പോൾ ഒരു മുസ്ലിം വിരുദ്ധൻ എന്നൊരു ലേബലിൽ കാണുന്നുണ്ടോ? എങ്ങനെയാണ് ആ ഒരു കാഴ്ചപ്പാട് അവരുടെ ഭാഗത്തുനിന്ന്? എന്നെ എനിക്ക് തോന്നുന്നത് ഓരോരുത്തരും അവനവന്റെ മാധ്യമങ്ങളിലോ അവരുടെ വേദികളിലൊക്കെ പറയുന്നുണ്ടാവാം. വ്യക്തിപരമായി ഞാൻ ഇവിടുത്തെ എന്റെ എത്രയോ കാലമായിട്ടുള്ള എല്ലാ മതസംഘടനകളുടെയും ലീഡർഷിപ്പും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തിൽ പോകുന്ന ഒരാളാണ് ഞാൻ. പിന്നെ മതവിരുദ്ധത അല്ലെങ്കിൽ മതവിമർശനം മാർക്സ് ആവശ്യപ്പെട്ട ആദ്യത്തെ സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ് കേട്ടോ. ഉം. ഞാൻ അതെ. അത് ചെയ്യുന്നവരെ, അതുകൊണ്ടാണ് ഞാൻ ആരിഫിനെ പോലുള്ളവരെ അഭിനന്ദിക്കുന്നത്. അത് ചെയ്യേണ്ട ഒരു പണിയാണ്, സമൂഹത്തിൽ ആവശ്യമുള്ള ഉം. ഒരു ജോലിയാണ്. പക്ഷെ ഉം. ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി ഉണ്ടാവുമല്ലോ. അതെ. ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ഒരു 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 കാര്യം, ചില ഗ്യാപ്പുകൾ, ചില ശൂന്യത നമ്മൾ തന്നെ ഫില്ല് ചെയ്യേണ്ടതുണ്ടാവും. ഉം. ഇപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോൾ നവോത്ഥാനത്തെ കുറിച്ച് കേരളത്തിൽ വലിയ ചർച്ച നടക്കുകയാണ്. ഉം. പി ഗോവിന്ദപിള്ള ഉൾപ്പെടെയുള്ളവർ കേരളീയ നവോത്ഥാനത്തെ കുറിച്ച് വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് മുസ്ലിം സമുദായത്തിൽ നടന്ന പരിഷ്കരണ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ചാപ്റ്റർ പോലും വന്നിരുന്നില്ല. ഉം. അപ്പോ എനിക്ക് തോന്നി, ഞാൻ ഒരിക്കൽ അങ്ങനെ ഒരു ഒരു സെമിനാറിൽ സംസാരിച്ചപ്പോൾ പി ജി തന്നെ പറഞ്ഞു, ആ വിമർശനം ശരിയാണ്, പക്ഷെ പ്രതി ഞാനല്ല താനാണ് ഉം. എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരിക്കൽ കാരശ്ശേരി മാഷോടും പി ജി പറഞ്ഞിട്ടുണ്ട് അത്ര. പി ജി ഉം. അങ്ങനെയാണ്. അത്തരം ഉം. വിമർശനങ്ങൾ മുസ്ലിം നവോത്ഥാനത്തെ കുറിച്ച് ആരും പറയുന്നില്ല എന്ന വിമർശനം, അത് ഒരു പൊതുവെ. മുഖ്യധാര ഭാഷയിൽ എഴുതി കൊടുക്കാത്തതിന്റെ പ്രശ്നം. അങ്ങനെ ആണ് ഞാനും ആ പുസ്തകം എഴുതി. മുസ്ലിം നവോത്ഥാനം, ഉം. ചില കേരളീയ ചിത്രങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ചെറുതാണെങ്കിലും അത് അതിന്റെ
ഒരു സെക്യുലർ സർക്കിളിൽ അത് വലിയ തോതിൽ ഞാൻ പറയുന്നത് എൻ്റെ ഒരു അത്തരം ചില പണികളുണ്ട്. ഞാൻ വിചാരിക്കുന്നത് സമുദായത്തിന് പുറത്ത് നിൽക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല ആരിഫ്. അത് എനിക്ക് യാതൊരു പ്രയാസം തോന്നിയൊരു പണിയല്ല. പക്ഷേ ക്രിട്ടിക്കൽ ഇൻസൈഡർ എന്ന ഒരു വാക്ക് ഉണ്ടല്ലോ, ഇതിനകത്ത് നിന്നുകൊണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ മഹാഭൂരിപക്ഷം വിശ്വാസികളും പാവങ്ങളാണ്, നിഷ്കളങ്കരാണ്. അവരെ വഴിതെറ്റിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എനിക്ക് ഈ വെളിച്ചം ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്നാണ് എടുത്തത് കേട്ടോ. അത് ആരിഫ് അങ്ങനെ സൂക്ഷ്മതയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പൊ തൊഴിലാളിയും ബൂർഷ്വാസി എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിൽ മാർക്സ് പറയുന്നുണ്ട്, എപ്പോഴാണ് വിശുദ്ധമായ ഒരു ദൈവം ഇപ്പൊ അധ്വാനിക്കുന്ന തൊഴിലാളിയുടെ ആശ്വാസവചനമായിരുന്ന, നിശ്വാസമായിരുന്ന, അല്ലെങ്കിൽ ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമായിരുന്ന ദൈവം എന്ന വിശ്വാസം എന്ന് പറയുന്ന ഒരു സമാശ്വാസ വചനം എപ്പോഴാണ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ തടവറയിലേക്ക് പോയത്? ദൈവത്തെ കച്ചവടത്തിന് വിൽപ്പനക്ക് വെച്ചിട്ട് കച്ചവടം ചെയ്യാൻ തുടങ്ങിയത് ആരാണ്? അത് ബൂർഷ്വാസിയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ സംഭവിക്കുന്നതാണത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത്, ഈ വിശുദ്ധമായ വിശ്വാസം, നിഷ്കളങ്കമായ വിശ്വാസം, സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ പര്യായം, ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനുള്ള സങ്കല്പം, ആ സങ്കല്പം ഐഡിയൽ ആണെന്ന് പറയാം, അത് ഭൂമിയിൽ പ്രയോഗത്തിലില്ല, ഏട്ടിലെ പശുവാണെന്ന് പറയാം, ഒക്കെ പറയാം. പക്ഷെ അങ്ങനെ പ്രയോഗവൽക്കരിച്ച ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ആരിഫ് തന്നെ പറഞ്ഞതുപോലെ സൂഫികളുടെ മാത്രമല്ല കേട്ടോ. ഇപ്പൊ എല്ലാവരും, ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മൾ പുതിയ കാലത്ത് ഇപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ രണ്ടുപേരും യോജിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ CH മുസ്തഫ മൗലവിയെ കുറിച്ച് നമ്മൾ പറയുന്നത് മാനവികമായി ഖുർആനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ ടെക്സ്റ്റ് അല്ല, സ്പിരിറ്റ് ആണ് പ്രധാനം. വളരെ പ്രധാനമാണത്. ഒരു വിശ്വാസത്തിന്റെ താല്പര്യം ഈ പറഞ്ഞ മാനവികമായ ഒരുമയും, ഇപ്പോ ദൈവം ഒന്നാണ്, മനുഷ്യൻ ഒന്നാണ്, ദൈവവും മനുഷ്യനും ഒന്നാണ്, ഈ ട്രിനിറ്റി ഇത് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ത്രികോണം ഒന്നിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ എന്തുമാത്രം സമാധാനം വരുന്ന ആലോചിച്ച് നോക്കൂ. അതുപോലെ എന്റെ എല്ലാ ടോക്കും കേൾക്കുന്ന ഒരാളാണ്, ഇപ്പൊ ആരിഫിനെ പോലെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഹുസൈൻ മടവൂർ സാറ്. ഇപ്പോ മുജാഹിദ് വിഭാഗത്തിലെ ഈ വിസ്ഡം ഗ്രൂപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന മറുപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഓണം കൂടാൻ പാടില്ല എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറയുമ്പോ, പാട്ട് കേൾക്കാൻ പാടില്ല എന്ന് പറയുമ്പോ, ഓണം മനുഷ്യ സാഹോദര്യത്തിന്റെ വലിയ മാതൃകയാണെന്ന് ഹുസൈൻ മടവൂർ ലേഖനം എഴുതുന്നുണ്ട്. സുന്നികളുടെ പക്ഷത്തും അതുപോലെ ഉണ്ട്, എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്. ഞാൻ പറയുന്ന എല്ലാത്തിനും, ഇപ്പോ ഈ മർക്കസ് ദഅവ വേറിട്ട് ചിന്തിക്കുന്ന, കുറെ കൂടി ശാസ്ത്രീയമായും യാഥാർത്ഥ്യബോധത്തോടെയും ചിന്തിക്കുന്ന കൂട്ടരാണല്ലോ. അപ്പൊ ഞാൻ പറയും, മുജാഹിദ് വിഭാഗത്തിൽ തന്നെ പരസ്പരം അങ്ങനെ വേറിട്ട് ചിന്തിക്കുന്നവരുണ്ട്. ഈ സുന്നികൾക്കകത്തും ഉണ്ട്. അറിയാലോ, ഇപ്പോ പലരും ഉണ്ട്. ഇപ്പൊ സാറുൽ ഹക്ക് പോലും പറഞ്ഞ പല കാര്യങ്ങളെയും അതിനകത്ത് തന്നെയുള്ള പണ്ഡിതന്മാർ ഖണ്ഡിച്ചിട്ടുണ്ട്. ഉദാഹരണം അവയവദാനത്തിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു വന്നത്, അവയവദാനത്തിന് അതാ ഞാൻ പറഞ്ഞു. അപ്പോ അങ്ങനെ ഉള്ള നമുക്ക്, എനിക്ക് തോന്നുന്നു അത്തരം പ്രതീക്ഷ. നവോത്ഥാന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ആരിഫിന് സമയം ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൂടി എടുത്തോട്ടെ ഞാൻ. തീർച്ചയായിട്ടും എനിക്ക് കുഴപ്പമില്ല, മാഷിന്റെ സമയമാണ് എന്റെ കൺസേൺ. അതെ, അത് സാറില്ല. നവോത്ഥാനം എന്ന് പറയുന്നതിനെ നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, കേരളീയ നവോത്ഥാനത്തിലെ വലിയൊരു അധ്യായമാണല്ലോ ഇപ്പൊ വൈക്കം സത്യാഗ്രഹം. സൂക്ഷ്മമായി നോക്കിയാൽ 3 ധാര അതിനകത്ത് കാണാൻ പറ്റും. 3 സമാന്തര ധാരകളാണ്. ഒന്ന് TK മാധവൻ, ഈ അയിത്ത ജാതിക്കാരുടെ, ഈ അവർണരുടെ വിമോചനത്തിന്റെ, അടിസ്ഥാന വർഗത്തിന്റെ വിമോചന സ്വപ്ന സങ്കല്പമായിട്ടാണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തെ കണ്ടത്. മന്നത്ത് പത്മനാഭൻ സവർണനാണ്. മന്നത്ത് പത്മനാഭൻ ഗാന്ധിയോട് ആലോചിച്ച്, അല്ലെങ്കിൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തീരുമാനിച്ചത്, ഈ അതിക്രമം കാണിച്ച, ഈ കീഴാളരോട് അതിക്രമം കാണിച്ച, താണജാതിക്കാരെ അകറ്റി നിർത്തിയ അയിത്തം എന്ന സാമൂഹ്യ ദുരാചാരത്തിന്റെ ഗുണഭോക്താക്കളായ സവർണന്മാർ വേണം ഇത് മാറ്റാൻ. അങ്ങനെ വേണം ഹിന്ദു യൂണിറ്റി ഉണ്ടാക്കാൻ. അപ്പൊ മന്ദത്തിന്റെ ലക്ഷ്യം ഹിന്ദു യൂണിറ്റിയാണ്. അവിടെ കടന്നു വന്ന EV രാമസ്വാമി നായ്ക്കരോ മനുഷ്യാവകാശങ്ങളുടെ ഒരു പ്രഖ്യാപനമാണ്. താണജാതിക്കാരനോ മേൽജാതിക്കാരനോ എന്നല്ല, മനുഷ്യനെ ഒന്നായി കണ്ടുകൊണ്ട്. അപ്പൊ ഇത് മൂന്ന് കൺസെപ്റ്റ് ആണ്. ആ വരവ് തന്നെ വളരെ പ്രധാനമാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു എൻട്രി ഉണ്ട്, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ തന്നെ, ചരിത്രത്തിൽ മനോഹരമായ ഒരു കാഴ്ചയാണത്. വൈക്കം സത്യാഗ്രഹ പന്തലിലേക്ക് അതുവരെ ഒരു പെണ്ണ് വന്നിരുന്നില്ല. EV രാമസ്വാമി നായ്ക്കർ വരുന്നത് 2 പെണ്ണുങ്ങളുടെ തോളിൽ കൈയിട്ടാണ്. ഒന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ, ഒന്ന് അദ്ദേഹത്തിന്റെ പെങ്ങളെ. അപ്പോഴാണ് നമ്മളെ എല്ലാ പുങ്കവന്മാരും ആലോചിച്ചത്, നമ്മുടെ വീട്ടിലും ഭാര്യയും പെങ്ങളും ഒക്കെ ഉണ്ടല്ലോ എന്ന്. അതൊരു വരവാണ്. പ്രഖ്യാപിക്കുന്നത് ഇത് മനുഷ്യാവകാശമാണ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം തന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നത് ഇത് ആണിനും പെണ്ണിനുമുള്ള അവകാശമാണ്, ഇത് എല്ലാ ജാതിക്കാരായ മനുഷ്യർക്കും, എല്ലാ സമുദായത്തിൽപ്പെട്ട മനുഷ്യർക്കുള്ള അവകാശമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വഴികളിലൂടെ ഒക്കെ പോകുന്ന ലക്ഷ്യം എന്താണ്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ പരിസരത്തൂടെ വഴി നടക്കാൻ മനുഷ്യർക്ക് അവകാശം ഉണ്ടാവണം. അതാണല്ലോ ഗാന്ധി ഒരു പടി കൂടി പറഞ്ഞു, നിങ്ങൾ ഈ 4 അണയുടെ സമരം നിർത്തിയിട്ട് 1 രൂപയുടെ സമരം ചെയ്യണമെന്ന് ഗാന്ധി പറഞ്ഞു. അപ്പൊ അത് മനസ്സിലായില്ലേ പലർക്കും?
അപ്പൊ പറഞ്ഞു 4 സമരം എന്ന് പറഞ്ഞാൽ പുറത്തുകൂടെ വഴി നടക്കാനുള്ള അവകാശമാണ്. 1 രൂപയുടെ സമരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രപ്രവേശനമാണ്. നിങ്ങൾ എന്താ ആ മുദ്രാവാക്യം വിളിക്കാത്തത്? അയ്യോ മഹാത്മാ അതിനൊന്നും സമയമായിട്ടില്ല. സമയമാകും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയി ചക്രവർത്തിയെ കണ്ടതും പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായതും ഒക്കെ. ഞാൻ പറഞ്ഞത് പല മാർഗങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം മനുഷ്യന്റെ ഒരുമയും തുല്യതയും സാഹോദര്യവും ഒക്കെ ആണെങ്കിൽ അതിന് ഇപ്പൊ ഞാൻ പറയുന്നത് ഞാനും ഈ പറഞ്ഞ വർഗീയതയ്ക്ക് എല്ലാതരം വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവും ഒക്കെ ആണെങ്കിൽ നമ്മൾ സംവാദത്തിൽ ഏർപ്പെടേണ്ടത് രണ്ടു കൂട്ടരോടാണ്. ഒന്നിപ്പോ എനിക്ക് ആരിഫിനെ പോലുള്ളവര് വളരെ തീവ്രമായും വളരെ ശക്തമായും മതത്തിനെതിരായി ഉന്നയിക്കുന്ന ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യാനും അത് കേൾക്കാനും ആ ചോദ്യങ്ങൾ എങ്ങനെ ഉത്ഭവിച്ചു എന്ന് പരിശോധിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്. അതിൽ എന്റെ ഒരു എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സങ്കടം യുക്തിവാദികൾ, ആരിഫ് മാത്രമല്ല, യുക്തിവാദികൾ മതത്തെ സമീപിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പരിമിതി അവർ ഈ മുല്ലമാരും മൗലാനമാരും ഉണ്ടാക്കി വെച്ച ഒരു 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 ചെറിയ സർക്കിളിന് അപ്പുറത്തേക്ക് ആ സ്ക്രിപ്റ്റിന്റെ അപ്പുറമോ ഇപ്പുറമോ വായിക്കാൻ അറിഞ്ഞുകൂടാത്ത, ഖുർആന്റെ ലിറ്റററി മീനിങ്ങിന് വേറെ വല്ല മീനിങ്ങും ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാൻ അറിഞ്ഞുകൂടാത്ത, മറ്റു ഭാഷകളിൽ വന്ന ട്രാൻസ്ലേഷൻ ഒന്ന് കമ്പയർ ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാത്ത പാമരന്മാരുടെ അവരുണ്ടാക്കി വെച്ച അപകടകരമായ വ്യാഖ്യാനങ്ങളാണ് മതം എന്ന് പ്രചരിപ്പിക്കുകയും അത് കഴിഞ്ഞിട്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്ന ഒരു രീതി കാണുന്നുണ്ട്. അതല്ല അതിന്റെ രീതി എന്നാണ് ഞാൻ വിചാരിക്കേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് ആരിഫിനെ പോലുള്ളവർ മതത്തോട് ഉള്ള വിയോജിപ്പുകൾ ഏറെ സംസാരിക്കേണ്ടത് ഇത്തരം ആളുകളോടാണ്. ഞാൻ പറഞ്ഞ നമുക്ക് കുറെ കൂടി അവരോടാണല്ലോ നമ്മൾ മാനസികമായി ഒത്തു നിൽക്കേണ്ടത്, ഈ പിന്തിരിപ്പന്മാരോടല്ലല്ലോ. ഇസ്ലാമിനെ ഒരു മാനവികമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന CH മുസ്തഫ മൗലവിയോട് മുജാഹിദ് പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ അതിനെ മാനവികമായി മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് പരമാവധി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹുസൈൻ മടവൂരിനും സാറിനെ പോലുള്ള ആളുകളോട് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു മാറ്റം അവിടെ വരേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, എനിക്ക് അടുത്ത എന്റെ വിമർശനം നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ സാമൂഹ്യ പരിവർത്തനം വരുത്തണം, ജനാധിപത്യ രീതിയിൽ സാമൂഹ്യ പരിവർത്തനം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഓരോ സമുദായത്തിലും ആരോടാണ് ഐക്യപ്പെടേണ്ടത്? ആലോചിച്ച് നോക്കൂ, ആരോട് ഐക്യപ്പെടേണ്ടത്? ഈ അന്ധമായ അല്ലെങ്കിൽ യുക്തിശൂന്യമായ അല്ലെങ്കിൽ പലപ്പോഴും മനുഷ്യവിരുദ്ധമായ മട്ടിൽ മതങ്ങളെ വ്യാഖ്യാനിക്കുന്ന വളരെ പരമയാഥാസ്ഥികന്മാരായ പണ്ഡിതന്മാരോടും അവരുടെ അനുയായികളായി തീർന്ന ആൾക്കൂട്ടത്തോടുമാണോ ഐക്യപ്പെടേണ്ടത്? മതത്തിന്റെ ഇപ്പോ മുസ്ലിങ്ങളോട് ഐക്യപ്പെടേണ്ടത് ആരോടാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഈ മുസ്ലിങ്ങളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ഈ അന്ധവിശ്വാസങ്ങൾക്ക് എതിരായി പൊരുതുകയും ശബ്ദിക്കുകയൊക്കെ ചെയ്യുന്ന നവോത്ഥാനത്തിന്റെ അംശങ്ങളും മൂല്യങ്ങളും ഉള്ള കുറെ പണ്ഡിതന്മാർ അന്നും ഉണ്ടായിരുന്നല്ലോ. അവരോടല്ല, അവരെ ഒറ്റപ്പെടുത്തുന്ന കാര്യത്തിലാണ് ഞാൻ അത്ഭുതകരമായി. കാരശ്ശേരി മാഷ ഒരു പ്രസ്താവന ഓർമ്മയുണ്ടോ? ചേകനൂരിനെ ഇപ്പോ ആലോചിച്ച് നോക്കൂ. ചേകനൂരിനെ കാണാതായിട്ട് എത്ര 31 കൊല്ലായില്ലേ? 93-ലാണ്. 31 കൊല്ലായി. ഈ കാലം വരെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സബ്മിഷൻ പോലും കേരള നിയമസഭയിൽ ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ മനുഷ്യനെ കാണാനില്ല. അദ്ദേഹം പറഞ്ഞ ഞെട്ടിക്കുന്ന ഒരു വാക്ക് ഞാൻ പോലും ആലോചിച്ചിട്ടില്ല. EMS നമ്പൂതിരിപ്പാട് ഭൂമിക്ക് ആകാശത്തിന് ചുവട്ടിലുള്ള എന്തിനെ കുറിച്ച് ലേഖനം എഴുതുന്ന ഒരാളാണ്. EMS ജീവിച്ചിരിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ്. EMS ഒരു ലേഖനം എഴുതിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ആരോടാണ് ഇവർ ഐക്യപ്പെടുന്നത്? സാമൂഹ്യ പരിവർത്തനമാണ് ലക്ഷ്യമെങ്കിൽ ആ മതത്തിനകത്ത് നിന്നുകൊണ്ട് അതിനകത്ത് പരിവർത്തനം ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ശബ്ദിക്കുന്നവരും ഒരു പക്ഷേ വലിയ തോതിൽ നമ്മളെക്കാൾ വലിയ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരു വികാരമായി അല്ലെങ്കിൽ ഒരു ബാധ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ബാധിക്കും തോന്നുന്നില്ല. പക്ഷെ ആ സമൂഹത്തിനകത്ത് ഒരു വിശ്വാസി സമൂഹത്തിനകത്ത് പതിറ്റാണ്ടുകളായിട്ട് നിന്നു വന്നവരെ ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒറ്റപ്പെട്ടവരാണ് ഇവരൊക്കെ. അപ്പോ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് അവസാനത്തെ കാര്യമാണ് ഈ സൂചിപ്പിച്ച കാര്യം. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ പരിവർത്തനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മതങ്ങൾക്കകത്ത് നവീകരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഐക്യപ്പെടേണ്ടത് ആ നവീകരണത്തിന് വേണ്ടി ശബ്ദിക്കുന്ന മനുഷ്യന്മാരോടാണ്. ആലോചിച്ചു. എത്രയോ പേര്. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഇപ്പോഴിപ്പോ ചേകനൂർ മൗലവി ചെയ്ത കുറ്റം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഹദീസുകളെ നിഷേധിച്ചു. ഹദീസുകളെ നിഷേധിച്ചു എന്ന് പറയുന്നതിലൂടെ അദ്ദേഹത്തോട് യോജിക്കാം. നിസ്കാരത്തിന്റെ എണ്ണവും മറ്റു കാര്യങ്ങൾ. പിന്നെ അദ്ദേഹം പറഞ്ഞ ഭാഷ പ്രകോപനപരമായിരുന്നു ഒക്കെ പറയാം. പക്ഷേ അടിസ്ഥാനപരമായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ദർശനം എന്താണ്? മതത്തിനകത്ത് ഓരോ വിശ്വാസിക്കും തെരഞ്ഞെടുപ്പ് സാധ്യമാകണം.
അതെ. ഞാൻ ഞെട്ടിക്കുന്ന ഒരു ഉദാഹരണം കണ്ടിട്ടുണ്ട്. ഞാൻ ആമിന വധൂദിന്റെ കൂടെ മദ്രാസിൽ ചെന്നപ്പോ അവിടെ ഒരാൾ ചോദിച്ചു, ഒരാൾ അവരോട് ചോദിച്ചു, ചോദ്യോത്തരാണ്, ഈ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ചോദ്യോത്തരമാണ്, ഈ സ്ത്രീകളെ ഭരണമേൽപ്പിച്ചാൽ ആ സമുദായം നാശത്തിലേക്കാണെന്ന് ഹദീസ് ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചത് വേറെ ഏതെങ്കിലും ഹദീസ് വെച്ച് അവർ മറുപടി പറയുന്ന, ഖുർആനും ഹദീസും ഒക്കെ അവർക്ക് കാണാപ്പാടാണ്. അവര് പറഞ്ഞ മറുപടി, അവർ എണീറ്റ് നിന്നിട്ട് നെഞ്ചത്ത് 2 കൈ അടിച്ചിട്ട് പറഞ്ഞു, ഐ ഡു ബിലീവ് that my prophet won't say such a nonsense. അതൊരു വിശ്വാസിയാ. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്നാലോചിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവര് വിശ്വസിക്കുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ അത് പറയില്ല. ആ പ്രവാചകന്റെ നാക്കിൽ അത് വെച്ച് കെട്ടിയവൻ, എന്ന് കെട്ടിയവനായാലും അവൻ അക്രമിയാണെന്നാ. അങ്ങനെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകൾ ഇതിനകത്തുണ്ടെങ്കിൽ അവരോടുകൂടി ഐക്യപ്പെടാൻ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇസ്ലാമിക് ഫെമിനിസം എന്താ ചർച്ചയ്ക്ക് വരാത്തത്? ഗ്രീൻ ഇസ്ലാം എന്താ ചർച്ചയ്ക്ക് വരാത്തത്? അറേബ്യയിൽ പോയിട്ട് ലക്ഷക്കണക്കിന് ഒട്ടകങ്ങളെയും ആടുകളെയും അറുക്കുന്നത് വിശ്വാസത്തിന് നിരക്കുന്നതല്ല എന്ന് പറയാൻ ഒരു CH മുസ്തഫ മൗലവി ഉണ്ടായപ്പോ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയല്ലാതെ അദ്ദേഹം പറഞ്ഞതാണ് ശരി എന്ന് എന്താണ് നമ്മുടെ പൊതുമണ്ഡലത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും ചിന്തകന്മാരും വിപ്ലവകാരികളെ ഏറ്റെടുക്കാത്തത്? അതിനെ എതിർത്ത ഒരു CPM-കാരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. അത്ര അനുഭവം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. അല്ല മാഷ് പറഞ്ഞതിന്റെ ആകത്തുക ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ ആരിഫേ. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ മനുഷ്യനെ ചിന്തിപ്പിക്കുകയും അടഞ്ഞുപോയ മനസ്സുകളെ തുറപ്പിക്കാൻ ശ്രമിക്കുകയും ഈ ഒഴുക്ക് നിലച്ച തളം കെട്ടി നിൽക്കുന്ന ഈ മതസമൂഹങ്ങളിൽ, വിശ്വാസി സമൂഹങ്ങളിൽ ഒരു ചെറിയ കല്ലിന്റെ ചീളെങ്കിലും ഇട്ടിട്ട് ഇളക്കമുണ്ടാക്കുകയും ചെയ്യുന്ന ആരും പുരോഗമനവാദികളാണ്. അത് അകത്തോ പുറത്തോ നിൽക്കുന്നത് എന്നതല്ല എന്റെ പ്രശ്നം. അതിൽ എന്റെ പ്രയോറിറ്റി ഉണ്ടാവും. ഞാൻ തീരുമാനിക്കുന്ന എന്റെ പ്രയോറിറ്റിയാണത്. ഇങ്ങനെ ചില പണി എനിക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകനായി നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷം പോലും ഏറ്റെടുക്കാത്ത ചില അജണ്ടകളുണ്ട്. ഇടതുപക്ഷത്തിന് പോലും ബോധ്യമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് എന്നെ പോലെ ഒരാൾക്ക് ഒരു ചെറിയ അളവിലേ ചെയ്യാൻ പറ്റുള്ളൂ. മതി, അത്രയൊക്കെ മതിയെന്നേ. അത് ചെയ്യാൻ ഞാൻ എന്റെ പ്രയോറിറ്റി തീരുമാനിച്ചു എന്നേ ഉള്ളൂ ആരിഫ്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും സ്പേസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. യെസ്, ഇതിനുള്ള എല്ലാ സ്പേസും ഈ ജനാധിപത്യ രാജ്യത്തുണ്ട്. അത് ആദ്യം അംഗീകരിച്ചാൽ തന്നെ നമ്മൾ ആദ്യം തുടക്കം വെച്ച ആ ഒരു പൊളിറ്റിക്കൽ അപ്പാർട്ടൈഡ് എന്ന് പറയുന്ന വിഷയം ഇവിടെ ഇല്ലാതെയാവും. അതെ, ആരിഫ് പറഞ്ഞ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ട്, ആരിഫ് ഒരു വാക്ക്, ഞാൻ അന്ന് ഈ ഖുർആനിലെ പദങ്ങളുടെ വാക്കുകൾ പോലും വളരെ തെറ്റായിട്ടാണ് ആരിഫെ വ്യാഖ്യാനിക്കുന്നത്. നിങ്ങളത് എത്രത്തോളം സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും പലപ്പോഴും എല്ലാവരും ഉദ്ധരിക്കുന്ന ഒരു വാക്കാണ് ഇപ്പോ ഇഖ്റ എന്ന് പറഞ്ഞാൽ അറിവിന് ഇസ്ലാം കൊടുത്ത വലിയ പദവിയാണെന്നാണ് എല്ലാ വിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. വായിക്കുക. പക്ഷെ അപ്പൊ എന്റെ കൊച്ചു മനസ്സിൽ പണ്ട് ഇഖ്റ എന്ന് കേട്ടപ്പോ, ഹീറാ ഗുഹയിൽ പ്രവാചകന്റെ കയ്യിൽ ഒരു ഡോക്യുമെന്റും ഇല്ല, ഒരു സ്ക്രിപ്റ്റും ഇല്ല വായിക്കാൻ. അവിടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ജിബ്രീൽ എന്ന മാലാഖ വന്നിട്ട് പറയണം, വായിക്ക്. എന്ത് വായിക്കാനാണ് എന്റെ കൊച്ചു മനസ്സിൽ വന്ന ചോദ്യം. ആ ചോദ്യവുമായി ഞാൻ അന്വേഷിച്ച് നടന്നു. അത് ഇപ്പോ പുസ്തകം ഇല്ലാതെയും വായിക്കാം. വളരെ അവ്യക്തമായ മറുപടികളാണ് പണ്ഡിതന്മാരൊക്കെ എനിക്ക് തന്നത്, ഒരു ഖുർആൻ ട്രാൻസ്ലേഷൻ. പക്ഷേ എനിക്കതിന് മറുപടി കിട്ടിയത് ഞാൻ ഇംഗ്ലീഷിൽ ഖുർആൻ ട്രാൻസ്ലേഷൻ വായിച്ചപ്പോഴാണ്. അബ്ദുള്ള യൂസുഫ് അലി ഇഖ്റ എന്ന വാക്കിന് ആദ്യം കൊടുത്തിരിക്കുന്ന അർത്ഥം പ്രൊക്ലെയിം എന്നാണ്, വിളിച്ചു പറയടാന്നാ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്ദേശം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, നീ ദൈവത്തിന്റെ ദൂതനാണ്, പറയൂ ലോകത്തോട് എന്നാ അതിന്റെ അർത്ഥം. അത് പറഞ്ഞാൽ പലതും പൊളിഞ്ഞു പോകും. അല്ല, അത് പറയണ്ടേ? ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞാല് ആളുകൾക്ക് ഇപ്പോഴും ഖുർആനെ നേരാൻ വണ്ണം വ്യാഖ്യാനിക്കാൻ പറ്റുന്ന തരത്തില് ആളുകൾക്ക് സാധിക്കേണ്ട പല വാക്കുകളും അങ്ങനെ ഉണ്ട് കേട്ടോ. വലിയ എന്ന് പറയുന്ന ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ പല കുട്ടികളും പ്രത്യേകിച്ച് യുക്തിവാദത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന നിങ്ങള് അമുസ്ലിങ്ങളെ വലിയ സുഹൃത്തുക്കളാക്കി വലിയനെ ഉള്ള അലി എന്ന വാക്കിന്റെ അനേകം അർത്ഥങ്ങളിൽ ഒന്നാണ് സുഹൃത്ത്. വലിയ എന്ന് പറഞ്ഞ കൈകാര്യകർത്താവ് എന്ന് ആണ് നേരായ അർത്ഥം. ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ മോളെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ സ്ഥലത്തില്ലെങ്കിൽ എനിക്കൊരാളെ ചുമതലപ്പെടുത്താം. അപ്പൊ എന്റെ ആത്മീയവും വിശ്വാസപരവും ബൗദ്ധികവും ഭൗതികവും എല്ലാ കാര്യങ്ങളെയും ചുമതലപ്പെടുത്താൻ പറ്റിയ ഒരാള് തീർച്ചയായിട്ടും മുസ്ലിമായ ഒരാൾക്ക് മനസ്സിലായോ, ആത്മീയം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളെ കൈകാര്യകർത്താവ് ഇത്തരം കാര്യങ്ങൾ സാമൂഹ്യമായ ചടങ്ങുകൾക്കും ഒക്കെ കൈകാര്യകർത്താവ് വലിയ എന്നുള്ളതിന്റെ അർത്ഥം. അങ്ങനെ തെറ്റിദ്ധാരണകൾ ഒരുപാട് കാര്യത്തിലുണ്ട്. ആ കൂട്ടത്തിൽ ഞാനിത് പറഞ്ഞു വന്നതിനൊന്നുമല്ല. ആരിഫ് നേരത്തെ ചോദിച്ച ഈ ഹുൻസ എന്ന വാക്കുണ്ടല്ലോ, ഹുൻസ എന്ന വാക്കിന്റെ അർത്ഥം വ്യാഖ്യാനിച്ച കൂട്ടത്തിൽ അതാണും പെണ്ണുമാണെന്ന്. അപ്പം ദക്കറും
ഉം. അത് ഭിന്നലിംഗമാണ്. അത് ആ വാക്കിന്റെ വ്യാഖ്യാനത്തിൽ ഞാൻ വായിച്ചത് വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ടാവാം. അത് അതെ. അല്ല, അത് ആണും പെണ്ണുമാണെന്ന് പറഞ്ഞവരുണ്ട്. ആണും പെണ്ണും അല്ലാത്ത ഒരു ഭിന്നലിംഗമാണെന്ന് പറഞ്ഞവരുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ അന്ന് ഖുർആനിലുണ്ട്, ഉവ്വ്. ഇത് യാ. രാമായണത്തിലുണ്ട് എന്ന് പറഞ്ഞത്. അതല്ല ഞാൻ പറഞ്ഞത്. അത് ഇനി അത് തെറ്റാണ്, അതല്ല എന്ന് പറഞ്ഞവരുണ്ട് കേട്ടോ. പറഞ്ഞോളട്ടെ. അതെ. അത് അത് അല്ല, അവര് അത് ശരിയായ ഉത്തരത്തിൽ അതിലെ എത്തിക്കോട്ടെ. അതിലെ വിഷയം ഇത്രയേ ഉള്ളൂ. നമ്മള് നേരത്തെ പറഞ്ഞു തന്നെയാണ്. അതായത് ഇപ്പൊ CH മുസ്തഫ മൗലവി ചെയ്യുന്ന കാര്യം, അതാണ് ഇവിടുത്തെ മെയിൻ സ്ട്രീം ആവുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പിന്നെ പണിയില്ല, റോളില്ല ഇല്ല, എന്നുള്ളതാണ്. ഓക്കെ. കറക്റ്റ് ഇപ്പൊ ആണ്. ആ ചേകന്നൂർ മൗലവി ജീവനോടെ കുറെ കാലം കൂടി ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇസ്ലാം ഇങ്ങനെ ആവില്ല. സമസ്തയുടെ ഒക്കെ മുഖം മാറിയിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ കാണുന്ന സ്റ്റേജിൽ കയറുന്ന പെൺകുട്ടിയെ ഇറക്കി വിടുന്ന ഒരു സമസ്തയാണ് നമ്മൾ കണ്ടത്. ഭീകരമാണ്. അത് എത്രമാത്രം ഭീകരമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. അത് തീർച്ചയായിട്ടും. അതൊരു താലിബാനിസമാണ് എന്ന് പറയാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എന്ന് വരുന്നിടത്താണ് ഇത് ഈ രാഷ്ട്രീയ മണ്ഡലം അത് ആ തരത്തിലൊരു തിമിരം ബാധിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ അതൊക്കെ ഇവര് എത്ര കാലം ഇങ്ങനെ ഇങ്ങനെ ഈ അവസരവാദം കളിക്കുമെന്ന് എനിക്കറിയില്ല. പ്രകൃതി ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ ഒറ്റ ഉദാഹരണം ഇപ്പൊ ആരിപ്പോ പറഞ്ഞപ്പോ ഞാൻ പൊട്ടിത്തെറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ രണ്ട് ഭിന്ന സമുദായക്കാർ തമ്മിലുള്ള പ്രണയത്തെ ചിലർ അതിനെ ആക്ഷേപിക്കാൻ ലവ് ജിഹാദ് എന്ന് വിളിച്ചു. വേറൊരു ഒരു കൂട്ടർ ലവ് ജിഹാദ് എന്ന വാദം വന്നത് ഹൈന്ദവ പക്ഷത്ത് നിന്നാണ്. അതിനേക്കാളും ശക്തമായ ഒരു വാദം വന്നത് നാർക്കോട്ടിക് ജിഹാദാണെന്നാണ്. അത് ക്രിസ്ത്യൻ പക്ഷത്ത് നിന്നാണ് വന്നത്. ഈ രണ്ടിനും നമ്മൾ എതിരാണ്. തീവ്രമായി ഘോരമായി രണ്ടിനെയും നമ്മൾ ആക്ഷേപിക്കും. എന്നാൽ കോഴിക്കോട് കടപ്പുറത്ത് വലിയ യോഗം വിളിച്ചു കൂട്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ വലിയ സമ്മേളനത്തിലാണ് പറഞ്ഞത്, രണ്ട് സമുദായങ്ങൾ തമ്മിൽ വിവാഹം ചെയ്താൽ അത് വ്യഭിചാരമാണ്. എന്താ നമുക്ക് ഒരേ നാണയത്തിൽ ഇതിനെ എതിർക്കാൻ പറ്റാത്തത്? ആശയപരമായിട്ട് ഇത് ഒന്നല്ലേ? മനുഷ്യര് തമ്മിലുള്ള പ്രണയ വിവാഹത്തെയാണ് ഈ പറയുന്നത്. ആലോചിച്ചു. അല്ല, മാഷോടുള്ള സ്നേഹത്തിന്റെ കാരണം ഇതാണ്. ഇങ്ങനെ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ രാഷ്ട്രീയത്തിന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ അത് മാഷ്ക്ക് സാധിക്കുന്നു എന്നുള്ളിടത്താണ് മാഷിന്റെ ആ ഒരു റെലവൻസ് നമ്മളിവിടെ കാണുന്നത്. അതിന് ഞാനൊരു കാര്യം കൂടി, ഇന്നത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. ഇന്നത്തെ ഒരു സംഭവം ഉണ്ട്. ആരെയാണ് വളർത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നിപ്പോ എനിക്ക് ശശികല ടീച്ചറുടെ ഒരു FB പോസ്റ്റ്, അത് ആരിഫ് കണ്ടോന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ കാണണം. എന്താ വെച്ചാൽ എന്റെ നാട്ടിൽ കൊണ്ടോട്ടി നഗരസഭയുടെ ഒരു അംഗൻവാടി ഉദ്ഘാടനം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നു. ആ അംഗൻവാടി ഉദ്ഘാടനത്തിൽ MP MLA ഒക്കെ പങ്കെടുത്തു. അതിൽ പാടുന്ന ഒരു പ്രാർത്ഥനാ ഗീതത്തിന്റെ വീഡിയോ ഉടനീളം, ഇതൊക്കെ എനിക്കറിയില്ല എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ശശികല ടീച്ചർ കിട്ടുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അത് പോസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ചോദിക്കുകയാണ്, ഇതാണോ ഒരു മതേതര ഗവൺമെന്റിന്റെ ഔദ്യോഗിക പരിപാടി? എന്താ വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രാർത്ഥനാ ഗാനമാണ്. എന്നിട്ട് അംഗൻവാടി, അതും കുട്ടികളല്ല പാടുന്നത്, അംഗൻവാടി ടീച്ചർമാര്, തങ്കമ്മ ടീച്ചറും എല്ലാവരെയും വേഷം കെട്ടിയിട്ട് ആ കൂട്ടത്തിൽ റംല ടീച്ചറും എല്ലാവരും ചേർന്ന് പാടുന്ന ഒരു പ്രാർത്ഥനാ ഗീതം ഇതായി തീരുമ്പോ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഇത് അപ്പൊ ആ പോസ്റ്റ് ശശികല ടീച്ചർ പോസ്റ്റ് ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതിനാരാണ് അവസരം ഉണ്ടാക്കുക? മറ്റൊരു ഉദാഹരണം നമ്മളുടെ പ്രതാപൻ MP, തൃശ്ശൂർ MP ആയിരുന്ന ആള്. അദ്ദേഹം നമ്മളുടെ മുജാഹിദിന്റെ വേദിയിൽ പോയിട്ട് ഇസ്ലാം മതത്തിനെ പ്രകീർത്തിച്ച് സംസാരിക്കുന്നു. ഇസ്ലാമിലേക്ക് താൻ ആകൃഷ്ടനായി എന്നതിനെ കുറിച്ച് പറയുന്നു. ഇസ്ലാമിലെ സൂക്തങ്ങൾ, ഖുറാനിലെ സൂക്തങ്ങൾ അദ്ദേഹം എടുത്ത് വായിക്കുന്നു. അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, സുരേഷ് ഗോപിക്ക് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഒന്ന് മനസ്സറിഞ്ഞ് ഏതെങ്കിലും വേദിയിൽ നിന്ന് പറയാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കാറുണ്ട്. പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ പുകല്? അതെ, തീർച്ചയായിട്ടും. ഇത്തരം ചിന്തകൾ വരട്ടെ. ഇപ്പൊ എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്ന എല്ലാ വേദികളിൽ നിന്നും മനുഷ്യർ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. അത് എത്തേണ്ടിടത്ത് എനിക്ക് തോന്നുന്നു എത്ര തന്നെ അവഗണിച്ചാലും, നമ്മളെയൊക്കെ എത്രയൊക്കെ തന്നെ ആക്ഷേപിച്ചാലും ഈ ചോദ്യത്തെ കാലത്തിന് അവഗണിക്കാൻ പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ അകത്തു നിന്നോ പുറത്തുനിന്നോ, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു ഇഷ്യൂവേ അല്ല, ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോ ഏതെങ്കിലും ഒരു മൂവ്മെന്റിനെ ഞാൻ പൊളിറ്റിക്കൽ മൂവ്മെന്റിലാണ് ഞാൻ നിന്ന് വന്നത്. പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ സ്ഥിതി ഇതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ ഒരേ കുറ്റത്തിന് 2 വട്ടം തൂക്കിക്കൊന്നു. 2 വട്ടം തൂക്കിക്കൊന്നു ഒരേ കുറ്റത്തിന്. സംഘപരിവാറിനോട് സംവാദത്തിന് പോയതിനാണ് ഇപ്പൊ 2 കൂട്ടരും പുറത്താക്കണം. അപ്പൊ ഞാൻ നിർത്തി. അതുകൊണ്ട് ഇപ്പൊ ഈ നമുക്ക് പ്രസ്ഥാനങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ്മെന്റുകളാണ്, അവർക്ക് അവരുടെ വോട്ട് ബാങ്ക് താല്പര്യങ്ങൾ ഒക്കെ ഉണ്ടാവുമായിരിക്കും. നമുക്കത് നിർഭാഗ്യവശാൽ നമുക്ക് അത്തരം താല്പര്യങ്ങളില്ല.
അപ്പൊ ഞാൻ ഒരു പറയുന്നത് ചോദ്യം. ഞാനത് ഒന്നിന്റെയും അതുകൊണ്ടാണ് ഞാൻ ഏതെങ്കിലും ഒരു മൂവ്മെന്റിന്റെ കൂടെ ഇപ്പൊ ഇല്ല. ഞാനൊരു ഓക്കെ. വ്യക്തിയായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് പറയുന്നു, ചെയ്യുന്നു, പഠിക്കാൻ ഉള്ളത് പഠിക്കുന്നു, അങ്ങനെ പോകുന്നു. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളെയൊക്കെ മനസ്സാ വണങ്ങുകയും നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ എപ്പോഴും പിന്തുണക്കുകയും ചെയ്യുന്നു. അത് വേറൊന്നുകൊണ്ടുമല്ല, ഈ സമൂഹത്തിൽ ആവശ്യമുള്ളത് ആണ് നിങ്ങളൊക്കെ ഉയർത്തുന്ന ചോദ്യങ്ങൾ എന്നുള്ളതാണ്. ഉത്തരം ആര് കാണും, അല്ലെങ്കിൽ അത് അത് പിന്നത്തെ. അത് നമ്മുടെ ഒന്നും പണിയല്ല. ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. മനുഷ്യവിരുദ്ധമായ ഓരോ കാഴ്ചക്കും നേരെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് തന്നെ പ്രധാനം. ഒരു ചോദ്യം അവസാനമായിട്ട്, അല്ലെങ്കിൽ ഒരു ആശങ്ക. നമ്മളൊക്കെ ഈ ഒരു പുതിയ കാലത്തിന് പ്രതിദാനം ചെയ്യുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമ്മളെക്കാൾ യങ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, നാട് വിട്ടു പോകുന്നു. അതിലെല്ലാം അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മുടെ നാട് രക്ഷപ്പെടുമോ എന്ന ഒരു സന്ദേഹം. അതാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ ഒരു വലിയ പ്രതീക്ഷയാണ് മാഷെ പോലുള്ള ആളുകൾ. പക്ഷെ മാഷ് നേരിടേണ്ടി വരുന്ന ആ അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നിഷ്കാസനങ്ങളാണ്. താൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളുടെ പേരിൽ, താൻ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ ആ ബോധ്യങ്ങളുടെ പേരിൽ, മൂല്യങ്ങളുടെ പേരിൽ. അപ്പോൾ ഇതിന് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു മറുപടി? ഈ വളർന്നു വരുന്ന ആ യുവതയ്ക്ക് ഈ എന്താണ് ഇതിലൊരു പ്രതീക്ഷയറ്റ ആ വളർന്നു വരുന്ന നാട് വിടാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ആ പുതിയ തലമുറയ്ക്ക് മാഷ് എന്താണ് ഒരു വാക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? മാഷ് ഏത് രീതിയിലാണ് ഇവർക്ക് മുന്നിൽ ഒരു ഭാവിയിലെ ഒരു മുഖ്യമന്ത്രി ആയിട്ടോ ഒക്കെ വരാനുള്ള സാധ്യത വല്ലതും ഉണ്ടോ? അതെ, ചോദ്യം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് ഉത്തരം. അവരെ കുറിച്ചാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ലോകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം അത് എല്ലായിടത്തും വരുന്നുണ്ട്. ജനാധിപത്യ രാജ്യങ്ങളിൽ അത് ആദ്യം വരുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പൊളിറ്റിക്കൽ ജനാധിപത്യ സംവിധാനത്തില് രാഷ്ട്രീയ പാർട്ടികളാണ് മുഖ്യം. അവരാണ് നമ്മുടെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കകത്ത് പൊളിറ്റിക്കൽ കണ്ടന്റ് ചോർന്നു പോകാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്പൊ അത് ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു. അസ്ഥികൂടങ്ങൾ മാത്രം ബാക്കിയാവുകയും എസ്റ്റാബ്ലിഷ്മെന്റ് മാത്രം നിലനിൽക്കുകയും ചെയ്യുകയാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് മാത്രം നിലനിൽക്കുമ്പോൾ രണ്ട് കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. അധികാരം അതിന്റെ ഹെറാർക്കി നിലനിൽക്കും. ആസ്തി എന്ന് പറയുന്ന ഒരു സാധനം അത് അതിന്റെ പുറത്താണ് നിലനിൽക്കുക. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ സിവിൽ പൊളിറ്റി എന്ന് പറയുമല്ലോ നമ്മൾ. ഈ ജനങ്ങളുടെ രാഷ്ട്രീയം, ജനപക്ഷ രാഷ്ട്രീയം, രാഷ്ട്രീയമുള്ള ജനങ്ങളൊക്കെ പാർട്ടികളിൽ നിന്ന് കൂടൊഴിഞ്ഞു പോകും. ഒന്നുകിൽ അവര് മറ്റു പാർട്ടികളിലേക്ക് പോകുമ്പോൾ ആളുകൾ അത് ആഘോഷപൂർവ്വം കൊണ്ടാടുകയൊക്കെ ചെയ്യും. പക്ഷേ മഹാഭൂരിപക്ഷവും പോകുന്നത് നേരത്തെ ആരിഫ് പറഞ്ഞതുപോലെ ഒന്നുകിൽ നാട് വിട്ടുപോകും, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോയ ഒരു പാർട്ടിക്കാരന്റെയും കണക്ക് ഒരു പാർട്ടി എടുക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ അവന്റെ സ്വപ്നങ്ങളോട് അവന്റെ പ്രസ്ഥാനങ്ങൾ നീതി പുലർത്തുന്നില്ല എന്ന് ബോധ്യം വരുമ്പോഴാണ് അവൻ വീട്ടിൽ കെട്ടുമടക്കി വീട്ടിൽ പോയിരിക്കുന്നത്. ആ വീട്ടിൽ പോയിരിക്കുന്നവന്റെ മൂവ്മെന്റ് ആണ് ഇനിയുള്ള രാഷ്ട്രീയം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികളൊക്കെ നാട് വിട്ടു പോയാലും അവരുടെ മനസ്സായിരിക്കും ഈ നാടിനു വേണ്ടി സ്പന്ദിക്കുക. അതിന്റെ കാരണം പ്രസ്ഥാനങ്ങളിൽ നിന്നാൽ എന്തുകൊണ്ട് ഇപ്പൊ ഞാൻ എം.എൻ. വിജയൻ മാഷോട് ചോദിച്ചിട്ടുണ്ട്, മാഷയെ ഒറ്റപ്പെടുത്തുകയും പുറത്താക്കുകയൊക്കെ ചെയ്തപ്പോൾ മാഷ് പറഞ്ഞ ഒരു ഉത്തരാണ്. അപ്പോ ഞാൻ രാഷ്ട്രീയ പാർട്ടിയിൽ ആകെ നിന്നതിന് ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ 4 പേര് കേൾക്കുന്നതിന് പകരം 400 പേര് കേൾക്കുന്ന 400 പേര് കേൾക്കുന്ന 4 വേദികളിലെങ്കിലും എനിക്കൊരു ദിവസം സംസാരിക്കാൻ പറ്റും. എനിക്ക് മനുഷ്യരോട് സംസാരിക്കാനാണ്. നിർഭാഗ്യവശാൽ വിജയമാഷ് ജീവിക്കുന്നത് എന്റെയും ആരിഫിന്റെയും ഒക്കെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിലായിരുന്നെങ്കിൽ വിജയമാഷ് വലിയ മനസ്സംഘർഷം പേറി ഹൃദയം പൊട്ടി മീൻസ് ആ തരത്തിൽ അദ്ദേഹം മരിക്കുമായിരുന്നില്ല എന്നെ വിശ്വാസം. ഇന്ന് നമുക്ക് സംസാരിക്കാൻ പ്രസ്ഥാനങ്ങൾ വേണ്ട. ഞാൻ പ്രസ്ഥാനങ്ങളെ ഒട്ടും വില കുറച്ചല്ല ഞാൻ പറയുന്നത്. മനുഷ്യരോട് സംവദിക്കാൻ, മനുഷ്യരോട് സംസാരിക്കാൻ. ആരിഫ് ഹുസൈൻ ഒരു മൂവ്മെന്റ് ആയിട്ടല്ലല്ലോ. ആരിഫ് ഹുസൈനെ ഒരു പ്രസ്ഥാനമല്ല. ആരിഫ് ഹുസൈൻ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് സമൂഹത്തോട് സംസാരിക്കാൻ കഴിയും. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് എത്തും. അതിന് നമുക്ക് സാധ്യതയുള്ളപ്പോ ഈ കുട്ടികളൊക്കെ തന്നെ ആരെയാണോ, എനിക്ക് തോന്നുന്നു അതിന് ഒരു പുതിയ രൂപം ഉണ്ടായി വരും ഇന്നല്ലെങ്കിൽ നാളെ. രാഷ്ട്രീയ പാർട്ടികൾ സ്വയം തിരുത്തേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്രെയിം തന്നെ അതിന്റെ ചട്ടക്കൂട് തന്നെ മാറ്റേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ശൂന്യമായ കണ്ടന്റ് നിറക്കാൻ അവർ ജനങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടി വരും. ഞാൻ പറയുന്നത് ഇപ്പൊ പറയുമ്പോൾ അത് ഐഡിയൽ ആണെന്ന് തോന്നാം, പക്ഷേ അത് സംഭവിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഒരു കാര്യം ഉറപ്പിച്ചോളൂ. എങ്ങനെ കണക്ക് തെറ്റുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ വീടിരിക്കുന്ന വാർഡിൽ എന്തുകൊണ്ടാണ് അവർ കൊന്നു തീർത്ത് കളയാമെന്ന് തീരുമാനിച്ച BJPക്ക് ഭൂരിപക്ഷം കിട്ടുന്നു? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. കേരളത്തിലെ ഈ ക്യാമ്പയിനുകളൊക്കെ നടക്കുമ്പോഴും കേരളത്തിലെ 11 മണ്ഡലങ്ങളിൽ BJP, നിയമസഭാ മണ്ഡലങ്ങളിൽ, ലോക്സഭാ കണക്ക് നോക്കുമ്പോൾ നിയമസഭാ മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങളിൽ BJP മുന്നേറിയിരിക്കുന്നു, 1ാം സ്ഥാനത്താണ്.
ബാക്കി 9 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്താണ്. അടുത്ത 10 മണ്ഡലങ്ങളിൽ 3-ാം സ്ഥാനത്താണ്. എന്ന് പറഞ്ഞാൽ 30 സീറ്റുകളിൽ നിർണായകമായ ഒരു ശക്തിയായിട്ട് എന്തുകൊണ്ട് BJP മാറി? ഞാൻ പറയുന്ന ഒരു ആൾട്ടർനേറ്റീവിന് വേണ്ടി കേരളം കാത്തിരിക്കുന്നുണ്ട്. അത് ഈ രാഷ്ട്രീയമായ ഉള്ളടക്കത്തിന്റെ ചോർച്ച കൊണ്ട് സംഭവിക്കുന്നതാണ്. ഒരു നിരാശയുടെയും കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 കാര്യങ്ങൾ ഓർത്താൽ മതി. ജനം തന്നെയാണ് വിധികർത്താവ് എന്ന് ഉറപ്പിക്കുക. അത് ഈ അകത്ത് നിന്ന് പറയാൻ വീർപ്പ് മുട്ടി നിൽക്കുന്നവരൊക്കെ പുറത്തിറങ്ങി മനുഷ്യനായി ഇൻഡിവിജ്വലായി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ചില ജീർണിച്ച ഗോപുരങ്ങള് വൈകാരികമായി നമ്മൾ വേദനിക്കുന്നതിൽ അർത്ഥമില്ല. ജീർണിച്ചു പോയത് തകരാനുള്ളതാണ്, തകർന്നിരിക്കും. അത് തകർന്നാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഫ്ലാറ്റ് ആവും. പിന്നെ തറ അവിടെ കൊച്ചുകുടില് മനോഹരമായിട്ട് കെട്ടിപ്പൊക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ലോകത്തിൽ എവിടെയൊക്കെ ജീർണ ഗോപുരങ്ങൾ തകർന്നിട്ടുണ്ടോ, ഏത് ഐഡിയോളജിയുടെ പേരിൽ എടുത്തോളൂ, അവിടെയൊക്കെ മനോഹരമായ ശില്പങ്ങൾ ജനങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അത് സംഭവിക്കുന്നതാണ് ഇന്ത്യയിൽ. ഞാൻ ഏതായാലും ഇത്രയും പോസിറ്റീവായിട്ട് ഈ ഒരു വിഷയത്തെ സമീപിക്കുന്ന വേറെ ആളെ ഞാൻ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല. പൊതുവേ നമ്മൾ ഒരു ബ്ലഡി ഓപ്റ്റിമിസ്റ്റ് എന്നൊക്കെ നമ്മൾ വലിയ ഗമയ്ക്ക് പറയാറുണ്ടെങ്കിലും മാഷാണ് സത്യത്തിൽ ഇവിടെ ബ്ലഡി ഓപ്റ്റിമിസ്റ്റ് ആയിട്ട് നിലകൊള്ളുന്നത്. അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. വലിയ പ്രതീക്ഷയാണത്, ഒന്നും പറയാനില്ല അക്കാര്യത്തിൽ കൂടുതൽ. എന്തായാലും ഇന്ന് നമ്മളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ഈ ഒരു സമയം നമ്മൾ പറഞ്ഞതിലും വലിയ കൂടുതൽ സമയം മാഷയുടെ സമയം നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. എനിക്ക് എന്തായാലും ഇത് വലിയൊരു സന്തോഷമാണ്. നമുക്ക് കാതലായ വിഷയങ്ങളൊക്കെ വീണ്ടും ഭാവിയിൽ വരുന്ന സമയങ്ങളിൽ നമുക്ക് ചർച്ചയ്ക്ക് വരാം. ഇത് വളരെ ക്ലാരിറ്റി ഉണ്ടല്ലോ ആരിഫ്, അതുകൊണ്ട് സംസാരിക്കാൻ തോന്നുന്നു. യെസ്, അതെ. അപ്പൊ എന്തായാലും മാഷിക്ക് ഞാൻ ഇവിടെ താൽക്കാലികമായിട്ടൊരു വിട ഇവിടെ തരികയാണ്. വീണ്ടും നമുക്ക് ഇതുപോലെ ചർച്ചകളൊക്കെ വീണ്ടും കാണാം. വലിയ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ജനങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരാളാണ് ഇപ്പോ. ആരിഫിനെ കേൾക്കാൻ വലിയ തരത്തിൽ ആളുകൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ആരിഫിന്റെ കൂടെ ഇരുന്നിട്ട് കുറച്ച് വർത്തമാനം പറഞ്ഞ ആരിഫിനെ കേൾക്കുന്നവരൊക്കെ എന്നെയും കേൾക്കുമല്ലോ. അത് തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുള്ള അനുഭവമാണ്. എന്നെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആരിഫിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എന്റെ കടപ്പാട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. യെസ്, മാഷിക്ക് വിടാം. നന്ദി. താങ്ക് യു. യെസ്, ഓക്കെ. അപ്പോൾ കാര്യമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. നമ്മൾ പറയാറുള്ള പല വിഷയങ്ങളിലും നമുക്കൊന്നും ലഭിക്കാത്ത പല മേഖലകളിലേക്കുള്ള അല്ലെങ്കിൽ ചിന്ത നമ്മളുടെ എത്താത്ത പല മേഖലയിലേക്കും മാഷ് പല കാര്യങ്ങളിലൂടെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അവസാനം പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത്. നമ്മൾ പറയാറുണ്ട് പുതിയ പൊളിറ്റിക്കൽ മൂവ്മെന്റിനെ കുറിച്ചും യുവതലമുറ എങ്ങനെ ഇതിനെ സമീപിക്കുന്നു, അവരുടെ ആശങ്കകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എല്ലാ തലത്തിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ മാഷുടെ ആ വാക്കുകൾ അത് നമുക്ക് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ഈ ഒരു ഇന്നത്തെ സംസാരത്തിൽ അത് കേൾക്കാൻ നമ്മളോടൊപ്പം കൂടെ വന്ന എല്ലാ ആളുകൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് അത് ഉപകാരപ്പെടും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ആ ഒരു സഹകരണം ഞാനിവിടെ പ്രതീക്ഷിക്കുകയാണ്. അതുകൂടാതെ മറ്റ് വിഷയങ്ങളൊക്കെ ആയിട്ടുള്ള ഭാവിയിൽ നമ്മൾ നടത്താനിരിക്കുന്ന ചർച്ചകളും ഒക്കെ ഇവിടെ ഇനിയും വരും. അഡ്വക്കേറ്റ് ജയശങ്കറിനെ കൊണ്ടുവരണമെന്നാണ് എല്ലാവരും അടുത്തതായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഫക്രുദ്ദീൻ അലിയെക്കുറിച്ചും പറയാറുണ്ട്. അപ്പോൾ എല്ലാ ആളുകളെയും നമ്മൾ സമീപിക്കുന്നു. അവരുടെയൊക്കെ ഡേറ്റ് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ഓരോരുത്തരായിട്ട് ഇവിടെ കൊണ്ടുവരാം. എന്തായാലും ഇന്ന് നമ്മളിവിടെ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. മറ്റ് വിഷയങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡൊണേഷൻസിലൂടെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വീണ്ടും മറ്റൊരു ദിവസം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പീസ് ഔട്ട്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.